Hi Makale, very good evening, good morning Marianne. Very good evening all of you Makale. ഇന്നത്തെ ക്ലാസ് തകർത്ത് അടിച്ച് പൊളിച്ചെടുക്കാം. സോ ഇന്നത്തെ ക്ലാസ് കാണാനെത്തിയ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കും വാം വെൽക്കം. 4 ചാപ്റ്ററിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇന്നലത്തെ ലൈവിൽ നമ്മൾ 4 ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് സെറ്റായിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, അടിപൊളിയായിട്ട് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ ഇന്ന് ഇരുന്ന് പഠിച്ചിരുന്നു. എന്താണ് ഇപ്പോൾ ഒരു അവസ്ഥ, നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 4 ചാപ്റ്റർ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. ആദ്യത്തെ സൊല്യൂഷൻ, ഇലക്ട്രോകെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ഡി ആൻഡ് എഫ് നമ്മൾ 2-2.5 മണിക്കൂർ കൊണ്ട് ഒറ്റയടിക്ക് വേഗത്തിൽ റിവൈസ് ചെയ്ത് പോയിരുന്നു. അത് നിങ്ങൾ ഓൾറെഡി ഓക്കെ ആക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്ര ചാപ്റ്ററോളം സെറ്റാണ്? എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ? ഓക്കെ ആണോ, അല്ല മീഡിയമാണ് സർ, ഒന്നും ആയിട്ടില്ല സർ, ഇതിൽ ഏതാണ് നിങ്ങളുടെ ആൻസർ ഒന്ന് പറയൂ. ദെൻ ഒന്നും നോക്കാനൊന്നും പറ്റിയിട്ടില്ല, അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് എങ്കിലും നോക്കാൻ വരുന്നതാണ് എന്നുള്ളവരുണ്ടാവും. കംപ്ലീറ്റ് നോക്കി ഇനി ക്വസ്റ്റ്യൻസും കൂടെ സെറ്റ് ആക്കണം എന്നുള്ളവരുണ്ടാവും. എനിവേ ഒന്ന് പറഞ്ഞോളൂ മക്കളെ, അടിപൊളിയായിട്ട് പറഞ്ഞോളൂ. നമ്മൾ ഓരോ ചാപ്റ്റർ തുടങ്ങുകയാണ്. സോ നിങ്ങളുടെ അവസ്ഥ എന്താ? ഇന്ന് നാളത്തെ എക്സാമിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജും ഉണ്ട്, കെമിസ്ട്രിയും ഉണ്ട് അല്ലേ? അപ്പോൾ നാളത്തെ എക്സാമിലേക്ക് പോകുമ്പോൾ എന്താണ് ഒരു അവസ്ഥ? ഡ്യൂറേഷൻ ഇന്നലത്തെ പോലെ തന്നെ 2 hours ഉള്ളിൽ തീർക്കണം. ഒരു മീഡിയം ലെവലിലാണുള്ളത്. 3 ചാപ്റ്റർ സെറ്റാണ്. ആ 3 ചാപ്റ്റർ ഏതൊക്കെയാണ്? ഡി ആൻഡ് എഫ് അല്ലാത്ത ബാക്കി 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും അല്ലേ? ഓക്കെ. ഡി ആൻഡ് എഫ് പഠിക്കാൻ ഇന്ന് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്താൽ മതി. ഡി ആൻഡ് എഫ് ആണ് സെറ്റ് അല്ലെങ്കിൽ ഡി ആൻഡ് എഫ് പഠിക്കാൻ ഇന്ന് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കൂടെ അങ്ങ് ചെയ്താൽ മതി. ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ ആയി. ഓർ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവുമല്ലോ. യെസ് കേട്ടിട്ടുണ്ട് ഇന്നസെന്റ്. ഒരു പ്രാവശ്യം ഇട്ടാൽ മതി. ഞാൻ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം ഇട്ടാൽ മതി കേട്ടോ. തുടങ്ങാം. റെഡി. സോ ഒട്ടും സമയമില്ല, നമ്മൾ വേഗത്തിൽ തുടങ്ങുകയാണ്. അതിന് മുമ്പ് ഞാനൊരു ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എക്സാമിനറിൻ്റെ ബാച്ചിനെ കുറിച്ചാണ്. ഈ ക്ലാസ് കാണുന്ന ആരെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനും പബ്ലിക് എക്സാമിനും ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഓണം എക്സാമിനോ കൊളായി ഒന്നും പഠിച്ച് എവിടെ എത്തിയില്ല എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ, ഇനി എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ചേരാവുന്നതാണ്. ബാച്ചിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടും, ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസും എക്സാംസും ഒക്കെ ചെയ്യും. സോ ഇപ്പോൾ ചേരുകയാണെങ്കിൽ ഫ്രീഡം ഓഫറും കൂടെ ഉണ്ട്. 5299 നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഗ്യാരണ്ടിയാണ്. സോ ഈ നമ്പറിൽ വിളിക്കാം നിങ്ങൾക്ക്. സോ നമ്മുടെ റിസൾട്ട് വാങ്ങിയ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് റിസൾട്ട് വാങ്ങിയ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റാണിത്. സോ അത് നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ജോയിൻ ചെയ്തോളുക. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ PYQസും അതുപോലെ തന്നെ ബാക്കി ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസും എല്ലാം അടങ്ങിയ ക്വസ്റ്റ്യൻ സെഷനിലേക്ക് പോകണം. ആർ യു റെഡി? നമുക്ക് വേഗത്തിൽ പോകാം. റെഡി? സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് കോൺസെൻട്രേഷൻ ടേം എന്ന് പറഞ്ഞ നമ്മൾ പഠിച്ച ടേമിന്ന് മൊളാരിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ മക്കളെ, നിങ്ങൾ ഒരു കയ്യിൽ ബുക്കും പേപ്പറും പേനയും ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ എഴുതുന്നതിനനുസരിച്ച് നിങ്ങളും ആൻസർ എഴുതാൻ റെഡി ആയിട്ട് നിൽക്കണേ. എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നോക്കണേ. സോ മൊളാരിറ്റി എന്താണെന്നാണ് ചോദിച്ചത്. ഞാൻ പറയുന്നു മൊളാരിറ്റി മാത്രമല്ല ചോദിക്കുക, ചിലപ്പോൾ മൊളാരിറ്റി എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ മാസ് പെർസെൻറ്റേജ് എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ തൽക്കാലം വന്നത് മൊളാരിറ്റി എന്താണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റിനും കൂടെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് മൊളാരിറ്റി എന്താണോ മാസ് പെർസെൻറ്റേജ് എന്താണോ ചോദിക്കാം. സോ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ സിംപ്ലി N/V ആണെന്ന് ആലോചിച്ചാൽ മതി. N/V, നമ്പർ ഓഫ് മോൾസ് ഇൻ വോളിയം. അത്ര ആലോചിച്ചാൽ തന്നെ മൊളാരിറ്റി കിട്ടി. അപ്പം മൊളാരിറ്റി എന്താ? നമ്പർ ഓഫ് മോൾസ് ഇൻ കിലോഗ്രാം. സോ അത്ര ആലോചിച്ചാൽ മൊളാരിറ്റി കിട്ടി. ദെൻ മൊളാരിറ്റിയിൽ നിന്ന് ഒരു ന്യൂമറിക്കൽ ചോദിച്ചിട്ടുണ്ട്. സോ മൊളാരിറ്റിന്ന് ന്യൂമറിക്കൽ ചോദിച്ച സ്ഥിതിക്ക് മൊളാരിറ്റിന്ന് എന്ത് ചോദിക്കാം? ന്യൂമറിക്കൽ ചോദിക്കാം. രണ്ടും ഏകദേശം ഒരേ രൂപത്തിൽ തന്നെയാണ്. മൊളാരിറ്റിയിലാവുമ്പോൾ വോളിയം ആഡ് ചെയ്യണം, മൊളാരിറ്റിയിലാവുമ്പം കിലോഗ്രാം ആഡ് ചെയ്യണം. സെറ്റല്ലേ മക്കളെ? അടിപൊളിയായിരിക്കും. ഫുൾ മാർക്ക് കിട്ടും. അങ്ങനെയൊന്നും ചോദിക്കരുത്, നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ചാണ്. ഫുൾ മാർക്ക് തരാൻ ഞാൻ ആരുമല്ല. കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചു എന്നുള്ളത് സെറ്റ് ആക്കണം. ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇന്നത്തെ ക്ലാസ്സിലും പറയുന്നുണ്ട്. എനിവേ, സോ മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊളാരിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, W2 × 1000 / M2 × V. ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, സോ W2 എന്ന് പറഞ്ഞാൽ ഈ തന്ന കൂട്ടത്തിൽ ചെറിയ അളവ് 10 ഗ്രാം എന്ന് പറയുന്ന ഇയാളാണ്. 10 ഗ്രാം ആണ് ഇതിന്റെ W2. അപ്പോൾ W2 10 ആയി. M2 എന്ന് പറയുന്നത് നിങ്ങൾ ചേർക്കുന്ന NaOHന്റെ മോളാർ മാസ്. NaOHന്റെ മോളാർ മാസ് 40 ആണ്. അതാണ് M2. മോളാർ മാസ് 40, അതാണ് M2. ഓക്കെ, 40 കിട്ടും. ദെൻ V എന്ന് പറയുന്നത് 450 ml. സോ നമ്മൾ എഴുതും എന്ത്? 10 × 1000 / 450 40 × 450. 40 × 450. ഇത് മനസ്സിലായല്ലോ? W2 × 1000 / M2 × V. W2 എൻ്റെ കൂടെ ചെയ്യണേ. W2 × 1000 / M2 × V. ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0.556 മോളാർ. യൂണിറ്റ് എഴുതാൻ മറക്കരുത്, ക്യാപിറ്റൽ M.
മൊളാരിറ്റി ആണെങ്കിൽ ക്യാപിറ്റൽ എം, മൊളാലിറ്റി ആണെങ്കിൽ സ്മോൾ ലെറ്റർ എം. സോ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് ഒരു 2 മാർക്കിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന കോൺസെൻട്രേഷൻ ടേമിന്റെ ക്വസ്റ്റ്യൻ ആണിത്. കോൺസെൻട്രേഷൻ ടേം എന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. സെറ്റ് അല്ലേ? ഇനി ഒരു 1 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ദ മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഇൻ എ മിക്സ്ചർ കണ്ടെയ്നിങ് ഈക്വൽ നമ്പർ ഓഫ് മോൾസ്. അവിടെ തന്നെ പിടിക്കണം. നിങ്ങളുടെ കയ്യിൽ 2 ആളുകളുണ്ട്, വാട്ടറും എഥനോളും. 2 പേരുടെയും നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണ്. 2 പേരുടെയും നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണെങ്കിൽ മോൾ ഫ്രാക്ഷനും ഈക്വൽ ആയിരിക്കും. മോൾ ഫ്രാക്ഷൻ ഈക്വൽ ആണെങ്കിൽ ഒരാളുടെ മോൾ ഫ്രാക്ഷൻ 0.5 ആയിരിക്കും. കാരണം ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എപ്പോഴും എന്താണ്? 1 ആണ്. ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എപ്പോഴും 1 ആണ്. സോ 2 പേരുടെ നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ അവരുടെ മോൾ ഫ്രാക്ഷനും സെയിം ആയിരിക്കും. സോ മോൾ ഫ്രാക്ഷൻ സെയിം ആണെങ്കിൽ ഒരാളുടെ മോൾ ഫ്രാക്ഷൻ 0.5 ആയിരിക്കും. റൈറ്റ് ആൻസർ ഈസ് 0.5. ലോജിക്ക് ശ്രദ്ധിക്കണേ. ഞാൻ ഈ ആൻസറിന്റെ കൂടെ പറയുന്ന ലോജിക്ക് മക്കൾ ശ്രദ്ധിക്കണേ. ആൻസർ എഴുതുന്നുണ്ടല്ലോ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാ മക്കളും ആൻസറും കൂടി എഴുതി പോരും. സൂപ്പർ സൂപ്പർ. ആ ഡൗട്ട് ചോദിച്ചോ. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇന്നലത്തെ 2.5 മണിക്കൂറിന്റെ ക്ലാസ്സിൽ ഹെൻറീസ് ലോ എന്താണെന്നും അതിന്റെ അപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. സോ സിംപ്ലി നിങ്ങൾ ആലോചിക്കുക, എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും. ഇത് പഠിക്കാതെ ആരും സാർ ഹെൻറീസ് ലോ പഠിച്ചില്ല എന്ന് ആരും വരില്ല. ഹെൻറീസ് ലോ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞേ സാർ ഹെൻറീസ് ലോ പഠിച്ചിട്ടില്ല എന്നുള്ളവർ ഉണ്ടാവില്ല. ചാൻസ് ഇല്ല. അങ്ങനെയും കൂടി പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഉണ്ടാവില്ല. സോ ഹെൻറീസ് ലോ എന്താണെന്ന് നിർബന്ധമായിട്ടും പഠിച്ചോ, അതിന്റെ അപ്ലിക്കേഷൻസും നിർബന്ധമായിട്ടും പഠിച്ചോ. മലബാർ നിർബന്ധമായിട്ടും പഠിച്ചോ. ഹെൻറീസ് ലോയും ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷനും നിർബന്ധമായിട്ടും പഠിച്ചോ. അതിന്റെ ആൻസേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. സെറ്റ് അല്ലേ? ഇന്നലെ തന്ന ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹെൻറീസ് ലോ എന്താ, ഹെൻറീസ് ലോന്റെ അപ്ലിക്കേഷൻ എന്താ എന്ന് ചോദിക്കും. ദെൻ ഇന്നലെ തന്നെ പഠിപ്പിച്ച ഒരു പോയിന്റിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിരുന്നു. അക്വാട്ടിക് ഓർഗാനിസങ്ങൾ കോൾഡ് വാട്ടറിലാണ് മോർ കംഫർട്ടബിൾ. എന്തുകൊണ്ട്? അപ്പൊ നിങ്ങൾ പറയണം കോൾഡ് വാട്ടർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കുറവാണ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും KH വാല്യൂയും കുറയും. KH വാല്യൂ കുറയുമ്പോൾ ഗ്യാസസിന്റെ സൊല്യൂബിലിറ്റി കൂടും. സൊല്യൂബിലിറ്റി കൂടുമ്പോൾ അക്വാട്ടിക് ഓർഗാനിസത്തിന് സുഖമായിട്ട് ശ്വസിക്കാൻ പറ്റും. സോ ഇതാണ് ഇതിന്റെ ആൻസർ. സോ ടെമ്പറേച്ചർ കുറയുമ്പോൾ KH വാല്യൂ കുറയും. KH വാല്യൂ കുറയുമ്പോൾ സൊല്യൂബിലിറ്റി കൂടും. ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. റെഡി അല്ലേ? സെറ്റ് മക്കളെ. ദെൻ വാട്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ ഈസ് എക്സിബിറ്റഡ് ബൈ എ മിക്സ്ചർ ഓഫ് ഫീനോൾ ആൻഡ് അനിലിൻ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതെങ്ങനെ എഴുതേണ്ടത് ശ്രദ്ധിച്ചോ. ഫീനോളും അനിലിനും ഏത് ഡീവിയേഷനാ മക്കൾ പറഞ്ഞേ? ഫീനോളും അനിലിനും ഏത് ഡീവിയേഷനാ? ഫീനോളിന് N ഉണ്ട്, അനിലിന് 2 N ഉണ്ട്. അങ്ങനെ ഒരു ജയസ്ട്രിക്ക് പറഞ്ഞു തീർന്നു. അപ്പൊ ഇത് നെഗറ്റീവ് ഡീവിയേഷൻ ആണെന്ന് ഡൗട്ട് ഇല്ലല്ലോ. ഇതേപോലെ വേറെയും ചോദിക്കട്ടോ. ഇതന്നെ ചോദിക്കണം എന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലോറോഫോമും അസറ്റോണും ആയിരിക്കും നാളത്തെ എക്സാമിന് തരാം. ക്ലോറോഫോമും അസറ്റോണും. അപ്പോഴും നിങ്ങൾ പറയണം അവിടെയും ജയസ്ട്രിക്ക് പറഞ്ഞു തീർന്നു. ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ ബോധം കെടുത്തുന്ന സാധനം. സോ ബോധം കെടുത്തുന്ന സാധനമാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ ആണെന്ന് ആലോചിക്കണം. ഇനി ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നെഗറ്റീവ് ഡീവിയേഷൻ എഴുതി വെച്ചാൽ പോരരുത്. എന്നിട്ട് എക്സാം ഹാളിൽ പുറത്ത് അയ്യോ ജസ്റ്റിഫൈ യുവർ ആൻസർ ഉണ്ടായിരുന്നില്ല, അത് മറന്നല്ലോ എന്ന് സ്ഥിരം പറയുന്ന ഏർപ്പാട് ഉണ്ടാവരുത്. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാൽ എന്തുകൊണ്ട് നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പൊ നിങ്ങൾ സിംപ്ലി എഴുതേണ്ടത് ആരൊക്കെ തമ്മിലാണ്? ഫീനോളും അനിലിനും. അപ്പൊ നിങ്ങൾ പറയുക ഫീനോളും അനിലിനും തമ്മിൽ ചേരുമ്പോൾ അവർ തമ്മിലുള്ള ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആവും. അതാണ് എഴുതേണ്ടത്. സോ സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ബോണ്ട് അല്ലെങ്കിൽ ഫീനോളും അനിലിനും തമ്മിലുള്ള ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആവും. ബോണ്ട് സ്ട്രോങ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ബോണ്ട് പൊട്ടിക്കാൻ പറ്റൂല. അപ്പം വേപ്പേഴ്സിന്റെ എണ്ണം കുറയും. അപ്പം നമ്മൾ വിചാരിച്ചതിനേക്കാൾ വാല്യൂ കുറയും. അതാണ് നെഗറ്റീവ് ഡീവിയേഷൻ. സോ ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലോറോഫോമും അസറ്റോണും വെച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിലും നിങ്ങൾ എഴുതുക ക്ലോറോഫോമും അസറ്റോണും ചേരുമ്പോൾ ഉണ്ടാവുന്ന ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആവും. ആ ബോണ്ട് സ്ട്രോങ് ആവുന്നതോടുകൂടി വേപ്പേഴ്സിന്റെ എണ്ണം കുറയും. അപ്പം നെഗറ്റീവ് ഡീവിയേഷൻ ആകും. ഇസ് ഇറ്റ് ക്ലിയർ? ഇന്നലെ DNF എടുത്തിട്ടുണ്ടടാ. ഇന്നലെ DNF എടുത്തിട്ടുണ്ട്. സൊല്യൂഷന് ശേഷം ഞാൻ ക്രമത്തിൽ പോകാം. നിങ്ങൾ ഇവിടെ ഇരുന്നൊന്ന് ശ്രദ്ധിച്ചെന്നാൽ മതി. ക്രമത്തിൽ പോകാം. ഓക്കെ റെഡി സെറ്റ് മക്കളെ. സ്ട്രോങ്. അപ്പൊ ഇത് ക്ലിയർ ആണ്. ഓക്കെ അടുത്തത് ലിക്വിഡ് സൊല്യൂഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഓൺ ദി ബേസിസ് ഓഫ് റൗൾസ് ലോ. സ്റ്റേറ്റ് റൗൾസ് ലോ ഇന്നലെ പഠിപ്പിച്ചതാ. അപ്പൊ സ്റ്റേറ്റ് ഹെൻറീസ് ലോ ചോദിക്കുന്ന പോലെ തന്നെ സ്റ്റേറ്റ് റൗൾസ് ലോ ചോദിക്കും ഉറപ്പ്. വാട്ട് ആർ ഐഡിയൽ സൊല്യൂഷൻ? അറിയാലോ. ആരെയാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്? റൗൾസ് ലോ ഒബേ ചെയ്യുന്നവർ. റൗൾസ് ലോ ഒബേ ചെയ്യുന്നവരാണ് ഐഡിയൽ സൊല്യൂഷൻ. ആൻഡ് ഓൾസോ AA ഇന്ററാക്ഷനും BB ഇന്ററാക്ഷനും AB ഇന്ററാക്ഷനും ഈക്വൽ ആവുന്നു. അതാണ് റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ഐഡിയൽ സൊല്യൂഷൻസ്. AA ഇന്ററാക്ഷനും BB ഇന്ററാക്ഷനും AB ഇന്ററാക്ഷനും ഈക്വൽ ആവുന്നു. ആൻഡ് ഓൾസോ ഡെൽറ്റ മിക്സ് H വാല്യൂ 0 ആകുന്നു. ഡെൽറ്റ മിക്സ് V വാല്യൂ 0 ആകുന്നു. ആൻഡ് ഓൾസോ റൗൾസ് ലോ ഒബേ ചെയ്യുന്നവരാണ് ഐഡിയൽ സൊല്യൂഷൻ. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലല്ലോ. ഇന്നലെ ആരോ എക്സാമ്പിളൊക്കെ തിരിയുന്നു സാർ? തിരിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ കറക്റ്റ് തിരിഞ്ഞോ?
എന്തൊക്കെയാണ് എക്സാമ്പിൾ? ബെൻസീനും ടോളുവിനും ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോറോ ഈതേനും എന്താണ് പറയുക, ക്ലോറോ ഈതേനും ബ്രോമോ ഈതേനും പറ്റും, എൻ ഹെക്സൈനും എൻ ഹെപ്റ്റൈനും പറ്റും. ഇതൊക്കെയും ഐഡിയൽ സൊല്യൂഷന്റെ എക്സാമ്പിൾ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾ എഴുതണം. ദെൻ റാവുൾസ് ലോ വെച്ചിട്ട് നിങ്ങളോട് ഒരു കേവ് വരക്കാൻ പറയും. റാവുൾസ് ലോ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വേപ്പർ പ്രഷർ കേവ് വരക്കാൻ പറയും. ചിലപ്പോൾ റാവുൾസ് ലോൻ്റെതായിരിക്കും വരക്കാൻ പറയാം. റാവുൾസ് ലോൻ്റെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരക്കും. P1ന്റെ പ്രഷർ താഴെ കൊടുക്കും, P20ന്റെ പ്രഷർ മുകളിൽ കൊടുക്കും, എന്നിട്ട് ഇങ്ങനെ വരക്കും. നിങ്ങൾ വരക്കും. എന്നാൽ നെഗറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫാണ് വരക്കാൻ ചോദിച്ചെങ്കിൽ, അഥവാ ഫീനോളും അനിലിനുമാണ് വരക്കാൻ ചോദിച്ചെങ്കിൽ ഇങ്ങനെ ഡോട്ട് ഇട്ട് വരച്ചിട്ട് താഴെ കൂടെ വരക്കണം. നെഗറ്റീവ് ഡീവിയേഷൻ ആണ് ചോദിച്ചെങ്കിൽ ആ ഡോട്ട് വരച്ചതിന് ശേഷം താഴെ കൂടെ വരക്കണം. എന്നാൽ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ് പറയുക, ആൽക്കഹോളും അസറ്റോണും ആണ് ചോദിക്കുന്നതെങ്കിൽ, ആൽക്കഹോൾ വന്നാൽ പോസിറ്റീവാ, ആൽക്കഹോളും അസറ്റോണും ആണ് ചോദിക്കുന്നതെങ്കിൽ മുകളിലൂടെ വരക്കണം. പോസിറ്റീവ് ഡീവിയേഷൻ ആണ് വരക്കുന്നതെങ്കിൽ മുകളിലൂടെ വരക്കണം. സോ പോസിറ്റീവ് ഡീവിയേഷൻ വരച്ചാൽ ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ വരക്കണം, നെഗറ്റീവ് ഡീവിയേഷൻ ചോദിച്ചാൽ ഇത് താഴ്ത്തി വരക്കണം, സാധാ ഐഡിയൽ സൊല്യൂഷൻ ചോദിച്ചാൽ ഡീവിയേഷൻ ഒന്നും ഇല്ലാത്തത് ചോദിച്ചാൽ ഇങ്ങനെയും വരക്കണം. സോ ഡോണ്ട് വറി, മറക്കണ്ട, പഠിച്ചു വെച്ചോ, സെറ്റ് ആയിക്കോ. ഗ്രാഫ് വരക്കാൻ നാളെ ഉണ്ടാവും, പേപ്പറും പെൻസിലും ആയിട്ട് പോയിക്കോ. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. റാവുൾസ് ലോ തിരിച്ചും മറിച്ചും ചോദിക്കുകയാണ് ഇവിടെ. വാട്ട് ഈസ് മെന്റ് ബൈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റാവുൾസ് ലോ? റാവുൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ് ഹൗ ഈസ് ദി സൈൻ ഓഫ് ഡെൽറ്റ മിക്സ് എച്ച് റിലേറ്റഡ് ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ? എന്താണ് ഈ പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ? വെരി സിമ്പിൾ. റാവുൾസ് ലോ പറഞ്ഞതിനേക്കാൾ നിങ്ങളുടെ വേപ്പർ പ്രഷർ റാവുൾട്ട് പറഞ്ഞതിനേക്കാൾ കൂടുതലാവുക. നിങ്ങളുടെ വേപ്പർ പ്രഷർ റാവുൾട്ട് പറഞ്ഞ പ്രഷറിനേക്കാൾ കൂടുതലാവുക. റാവുൾട്ട് പറഞ്ഞ പ്രഷറിനേക്കാൾ വേപ്പർ പ്രഷർ കൂടുതലാണെങ്കിൽ നമ്മൾ പറയും അത് പോസിറ്റീവ് ഡീവിയേഷൻ ആണെന്ന്. നിങ്ങളുടെ വേപ്പർ പ്രഷർ റാവുൾട്ട് പറഞ്ഞ പ്രഷറിനേക്കാൾ കുറയുക. നിങ്ങൾക്ക് എക്സ്പെരിമെന്റലി കിട്ടിയ വേപ്പർ പ്രഷർ റാവുൾട്ട് പറഞ്ഞതുപോലെ എത്തിയില്ല, റാവുൾട്ട് പറഞ്ഞതിനേക്കാൾ ചെറുതാണെങ്കിൽ അതാണ് നമ്മൾ വിചാരിച്ച വാല്യൂ കിട്ടിയില്ല, അതാണ് നെഗറ്റീവ് ഡീവിയേഷൻ. വിച്ച് മീൻസ് റാവുൾട്ടിനെ അനുസരിക്കാത്ത സൊല്യൂഷൻസ് ആണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. അത് പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട്. ഇനി ഡെൽറ്റ മിക്സ് എച്ചിന്റെ വാല്യൂ എങ്ങനെയാണ് മാറുന്നത്? ഡെൽറ്റ മിക്സ് എച്ച് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് പോസിറ്റീവ് ഡീവിയേഷനും, ഡെൽറ്റ മിക്സ് എച്ച് ലെസ് ദാൻ 0 ആണെങ്കിൽ അത് നെഗറ്റീവ് ഡീവിയേഷനും. ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഒന്ന് റിവിഷൻ പോലെ അങ്ങ് പോയാൽ മതി. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ഒന്ന് മക്കൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ദെൻ ഒരു ന്യൂമറിക്കൽ ശ്രദ്ധിച്ചോ. മനസ്സിലാവാത്തവരായിരിക്കും, ന്യൂമറിക്കൽ കുറേ പേർക്ക് കിട്ടുന്നുണ്ടാവില്ല. ന്യൂമറിക്കൽ ഒന്ന് ശ്രദ്ധിച്ചോ. സെറ്റ് സിമ്പിൾ നോക്കടാ. എന്താണ് ന്യൂമറിക്കൽ ചോദിക്കുന്നത്? ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അറ്റ് 750 mmHg ഈസ് 99.63 ഡിഗ്രി സെൽഷ്യസ്. 63 ഡിഗ്രി സെൽഷ്യസ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രം ഉള്ളപ്പം അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് 99.63 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെയാണ് നമ്മൾ TB0 എന്ന് വിളിക്കുക. 0 എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നിൽക്കുമ്പോൾ, വെള്ളം ഒറ്റക്ക് നിൽക്കുമ്പോഴുള്ള പ്രഷർ ടെമ്പറേച്ചറാണ് 99.63 ഡിഗ്രി സെൽഷ്യസ്. ഹൗ മച്ച് സൂക്രോസ് ഈസ് ടു ബി ആഡഡ്? അപ്പൊ സൂക്രോസ് ആണ് ഇവിടുത്തെ സൊല്യൂട്ട്. എത്ര സൂക്രോസ് ആഡ് ചെയ്യണം ആ വെള്ളത്തിലേക്ക്? അപ്പൊ സൊല്യൂട്ട് അതാണ്. അത് ഹൗ മച്ച് ആഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ്, അതിന്റെ അളവിനെയാണ് നമ്മൾ W2 എന്ന് വിളിക്കുക. അപ്പൊ സൊല്യൂട്ട് എത്ര ആഡ് ചെയ്യണം എന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചു. അപ്പൊ W2 ആണ് നമുക്ക് അറിയാത്തത്. 2 എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട്, W എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിന്റെ മാസ്. സൊല്യൂട്ടിന്റെ മാസ് എത്രയാണെന്നാണ് ചോദ്യം. ടു 500 ഗ്രാം ഓഫ് വാട്ടർ. വെള്ളം ഇവിടെ സോൾവെന്റ് അല്ലേ? വെള്ളത്തിന്റെ അളവ് 500 ആണെന്ന് പറഞ്ഞാൽ W1 ആണ് 500. വെള്ളം 1ഉം സോൾവെന്റ് 1ഉം സൊല്യൂട്ട് 2. അപ്പൊ W2 അറിയില്ല, W1 500 ഗ്രാം. സച്ച് ദാറ്റ് ഇറ്റ് ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ നിങ്ങൾ സൂക്രോസ് ചേർത്താൽ അപ്പം അത് ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രിയിൽ. അപ്പം സൂക്രോസ് ചേർത്തതിന് ശേഷമുള്ള ബോയിലിംഗ് പോയിന്റ് TB. സൂക്രോസ് ചേർക്കുന്നതിന് മുമ്പുള്ളത് TB0. അപ്പൊ സൂക്രോസ് ചേർത്ത് കഴിഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ്. മക്കളെ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഡിഗ്രി സെൽഷ്യസ് ഇവിടെ മാറ്റേണ്ടതുണ്ടോ? കെൽവിനിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ടോ? ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട്? ഇവിടെ ഡിഗ്രി സെൽഷ്യസിൽ തന്ന വാല്യൂ കെൽവിനിലേക്ക് മാറ്റേണ്ടതുണ്ടോ ഈ ക്വസ്റ്റ്യനിൽ? ദെൻ നമ്മൾ ഇക്വേഷനിലേക്ക് പോവുകയാണ്. ഡെൽറ്റ TB ഈക്വൽ ടു KB ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു V. W1 ഇൻറ്റു M2 അഥവാ M2 ഇൻറ്റു W1. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ പ്രകാരം മക്കളെ നമുക്ക് W2 ആണ് കാണേണ്ടത്. ഡെൽറ്റ TB നമുക്ക് മനസ്സിലാവും. കാരണം ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ TB മൈനസ് TB0 ആണ്.
അപ്പോൾ ടി ബി ഉണ്ട്, ടി ബി 0 ഉണ്ട്, അത് തമ്മിൽ മൈനസ് ചെയ്താൽ ഡെൽറ്റ ടി ബി കിട്ടും. കെ ബിയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ കെ ബിയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1000 ക്വസ്റ്റ്യനിൽ തന്ന് നമുക്കറിയാം. M2 എന്താണ്? സൂക്രോസ് ആണ്. സൂക്രോസിന്റെ മോളാർ മാസ് പറഞ്ഞാൽ C12ഉം H22ഉം O11ഉം കൂടെ ഇൻറ്റു ചെയ്താൽ നിങ്ങൾക്ക് 342 എന്ന് കിട്ടും. സോ M2 342 ഉണ്ട്. M2 എന്ന് പറയുന്നത് 342 എന്നുണ്ട്. ദെൻ W1 500 ആണെന്നുണ്ട്. സോ ബാക്കി എല്ലാ വാല്യൂസും തന്ന സ്ഥിതിക്ക് W2 സുഖമായിട്ട് കാണാം. എങ്ങനെ? W2 ഈക്വൽ ടു ബാക്കി എല്ലാവരെയും അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഡെൽറ്റ ടി ബി ഇൻറ്റു M2 ഇൻറ്റു W1 ഡിവൈഡഡ് ബൈ KB ഇൻറ്റു 1000 വരും. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 121.67 ഗ്രാം. നിങ്ങൾക്ക് മനസ്സിലായോ? ന്യൂമറിക്കൽ ചെയ്തത് മനസ്സിലായോ? എന്തെങ്കിലും കൺഫ്യൂഷൻ? ഞാൻ ചോദിച്ചതിന് ആൻസർ കിട്ടിയോ? ഇവിടെ ടെമ്പറേച്ചറിൻ്റെ ഇത് മാറ്റേണ്ടതുണ്ടോ? ഇവിടെ ടെമ്പറേച്ചറിൻ്റെ മാറ്റേണ്ടതുണ്ടോ? ഇല്ല. എന്താ കാരണം? നിങ്ങൾ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് മാറ്റാത്തതിൻ്റെ കാരണം ഇവിടെ ചേഞ്ച് ആണ് കാണുന്നത്. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിലും കെൽവിനിലാണെങ്കിലും ചേഞ്ച് എപ്പോഴും സെയിം ആയിരിക്കും. അത് കെൽവിനിലേക്ക് മാറ്റിയാലും കെൽവിനിലേക്ക് മാറ്റിയില്ലെങ്കിലും ചേഞ്ച് എപ്പോഴും സെയിം ആയിരിക്കും. സോ ചേഞ്ച് കാണുന്നിടത്ത് ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചോ, വേണമെങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചോ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കാണുന്നിടത്ത് യൂണിറ്റ് മാറ്റേണ്ടെന്ന ആവശ്യം ഇല്ല. ഈസ് ഇറ്റ് ക്ലിയർ? ആ ന്യൂമറിക്കൽ നിങ്ങൾക്ക് മനസ്സിലായോ? എങ്കിൽ നല്ലൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. നല്ലൊരു ക്വസ്റ്റ്യൻ എന്നാണ് ഈസി ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ആൻ ഐഡിയൽ സൊല്യൂഷൻ? ഇതിൽ ഏതാണ് ഐഡിയൽ സൊല്യൂഷൻ ട്രൂ എന്ന് പറയുന്നത്? ഇതല്ലല്ലോ. ഇതല്ലേ ഐഡിയൽ സൊല്യൂഷൻ ട്രൂ? ഇത് ഞാൻ ടൈം കളയുന്നില്ല. വെരി സിമ്പിൾ. ഈക്വൽ ടു 0 വരുന്നതാണ് ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ ഇതേതാ? ഇത് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ ഇതേതാ? ഇത് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ ഇതേതാ? ഇത് നെഗറ്റീവ് ഡീവിയേഷൻ. ഇത് മാത്രം ഐഡിയൽ സൊല്യൂഷൻ. സെറ്റ് മക്കളെ. വാട്ട് ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ സിംപ്ലി എഴുതുക. നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്തവർ, നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരും നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുമാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. റെഡി? അങ്ങനെയാണെങ്കിൽ മറ്റൊരു ന്യൂമറിക്കൽ, ഇത് ഡയറക്റ്റ് ന്യൂമറിക്കലാണ്. കുറേ പിള്ളേർ ഒരുപാട് ആലോചിച്ചൊക്കെ ചെയ്യുന്ന പോയിന്റാണ്. യെസ്, ആൻസർ ബി വന്നു. വെരി ഗുഡ്. സെറ്റ്. സാർ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ നോട്ട്സ് ടെലഗ്രാം ചാനൽ വന്നില്ല. ഞാൻ പറയാം. സെറ്റാക്കി തരാം. സോ മക്കളെ, കാൽക്കുലേറ്റ് ദി ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ് ഫ്രീസിംഗ് പോയിന്റിന്റെ ചേഞ്ച് അഥവാ ഡെൽറ്റ ടി എഫ്. ഫ്രീസിംഗ് പോയിന്റ് കുറയല്ലേ ചെയ്യുക, അതാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് ഓഫ് 0.2 മോളാൽ. അപ്പോൾ മൊളാലിറ്റി ആണ് തന്നത്. 0.2 മോളാൽ എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി ആണ് തന്നത്. സൊല്യൂഷൻ ഇഫ് KF തന്നിട്ടുണ്ട് 1.86 kg മോൾ ഇൻവേഴ്സ്. സോ നമുക്കറിയാം ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞാൽ KF ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ M2 ഇൻറ്റു W1. അതാണ് മൊളാലിറ്റി. അഥവാ നമ്മൾ ഇന്നലെ എഴുതിയിരുന്നു, ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നു KF ഇൻറ്റു മൊളാലിറ്റി. സോ സിംപ്ലി ഈ ആൻസർ എങ്ങനെ കിട്ടും? ക്വസ്റ്റ്യനിൽ ഓൾറെഡി KFന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ഓൾറെഡി മൊളാലിറ്റി തന്നിട്ടുണ്ട്. സോ സിംപ്ലി നിങ്ങൾ എക്സാം ഹാളിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ജസ്റ്റ് 2 വാല്യൂ തന്നത് ഇൻറ്റു ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ എന്ന് എക്സാം ഹാളിൽ നിന്ന് പുറത്തെത്തുമ്പോൾ അയ്യോ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നിങ്ങൾ ചോദിക്കും. അത്രയും ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ. ജസ്റ്റ് 0.2ഉം 1.86ഉം ഇൻറ്റു ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. അപ്പോൾ ചില ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കും, വെറുതെ ഇൻറ്റു ചെയ്യാനേ ഉണ്ടാവുള്ളൂ. സോ അതും ഈസി ക്വസ്റ്റ്യൻ. എങ്കിൽ ഇങ്ങനൊരു ഗ്രാഫ് തന്നിട്ട് നാളത്തെ ചോദ്യം പ്രതീക്ഷിക്കാം. എന്താണ് ചോദ്യം? ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, വാട്ട് ഡു ദി കേഴ്സ് A and B ഇൻഡിക്കേറ്റ്സ്? A എന്തിനെ സൂചിപ്പിക്കുന്നു, B എന്തിനെ സൂചിപ്പിക്കുന്നു? നോക്കിക്കേ, ഈ A എങ്ങനെ പോയി ഇവിടെ എത്തി. A എത്തിയ ടെമ്പറേച്ചർ ആണ് ഇത്. അപ്പോൾ A ആദ്യം തിളച്ചു. ആദ്യം തിളക്കുന്ന ആൾ സോൾവെന്റ് ആയിരിക്കും. അപ്പോൾ A എന്തിനെ സൂചിപ്പിക്കുന്നു? സോൾവെന്റിനെ. പിന്നീടാണ് B തിളച്ചത്. B തിളക്കാൻ ഇത്രയും സമയം എടുത്തു. ഇവിടെയാണ് B തിളച്ചത്. സോ B എന്ന് പറയുന്നത് സൊല്യൂഷനാണ്. കാരണം സൊല്യൂഷന്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ കൂടുമെന്ന് പഠിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ദ ആൻസർ. എക്സ്പ്ലെയിൻ ദ വൈ ദി വാല്യൂ ഓഫ് TB ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് TB0. എന്തുകൊണ്ടാണ് TBയുടെ വാല്യൂ വലുതും TB0 ചെറുതും ആവാൻ കാരണം? വെരി സിമ്പിൾ. TB എന്ന് പറയുന്നത് സൊല്യൂഷനാണ്. ഒരു സൊല്യൂഷനിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറയും. ഒരു സോൾവെന്റിലേക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ, ദ ആൻസർ കേട്ടോ, ഒരു സോൾവെന്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറയും. വേപ്പർ പ്രഷർ കുറയും. ഇന്നലെ പഠിച്ചിട്ടുണ്ട് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ കുറയുമ്പം സ്വാഭാവികമായിട്ടും ബോയിലിംഗ് ടെമ്പറേച്ചർ കൂടും. വേപ്പർ പ്രഷർ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബോയിൽ ചെയ്യാനുള്ള ടെമ്പറേച്ചർ കൂടുതൽ കൊടുക്കേണ്ടി വരും, കാരണം പ്രഷർ കുറഞ്ഞു. സോ വേപ്പർ പ്രഷർ കുറഞ്ഞത് കൊണ്ടാണ് ബോയിലിംഗ് ടെമ്പറേച്ചർ കൂടിയത്. അപ്പോൾ TB കൂടാനുള്ള കാരണം സൊല്യൂട്ട് ചേർത്തത് കൊണ്ടാണ്. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ടാ, വേപ്പർ ആവാത്ത സൊല്യൂട്ടാ. ഇസ് ഇറ്റ് ക്ലിയർ മക്കളെ? ഇമ്പോർട്ടൻറ്റ് മോളാർ മാസ് ഓരോരുത്തരുടെ മോളാർ മാസൊക്കെ തരും, ഡോണ്ട് വറി.
സെറ്റ് അല്ലേ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സീൻ ക്ലാസ് എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു. ഞാൻ ഓരോ ടോപ്പിക് വൈസാണ് ക്വസ്റ്റ്യൻ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? ഓരോ ടോപ്പിക്ക് പഠിച്ചതിൻ്റെ തുല്യമാവും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടെ ഓരോ ടോപ്പിക്കും നിങ്ങൾ കവർ ചെയ്യുന്ന പോലെ തന്നെയാവും. ഐ എം ഷുവർ. ദെൻ അടുത്ത് അപ്പോൾ ഓസ്മോസിസിലെത്തി. വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്? മെൻഷൻ വൺ ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്. ഇതിൻ്റെ എന്തൊരു ക്വസ്റ്റ്യനും, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വേറെ ഏതെങ്കിലും രൂപത്തിലൊക്കെ ആയിരിക്കും ചെയ്യുക. നോട്ട് ചെയ്ത് വെച്ച് തന്നെ പോണേ. റിവേഴ്സ് ഓസ്മോസിസ് എന്താ റിവേഴ്സ് ഓസ്മോസിസ് എന്നാ? ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ നമ്മൾ കൊടുത്താൽ, ഇവിടെയാണ് ആൻസർ വരേണ്ടത്. ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ നമ്മൾ കൊടുത്താൽ ഓസ്മോസിസ് റിവേഴ്സ് ആവും. അതാണ് റിവേഴ്സ് ഓസ്മോസിസ്. എവിടെയാണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ? ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. അതുപോലെ അല്ലേ? എവിടെയാണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ? ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. സീ വാട്ടറിന്റെ ഡീസലൈനേഷനിലാണ് ഇതിന്റെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി. ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. സെറ്റ് അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സാറ് പോവുകയാണ്. ദ സൊല്യൂഷൻസ് ഹാവിംഗ് ഈക്വൽ ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് കോൾഡ്. രണ്ട് സൊല്യൂഷൻസിന് ഈക്വൽ ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താടാ? അത് എന്ത് ടൈപ്പ് സൊല്യൂഷൻസ് ആ? ദോസ് ടൈപ്പ് സൊല്യൂഷൻസ് ആർ ഐസോട്ടോണിക് സൊല്യൂഷൻസ്. ഐസോട്ടോണിക് സൊല്യൂഷൻ. സെറ്റ് അല്ലേ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ഒരു ന്യൂമറിക്കൽ ആണ്. ബോയിലിംഗ് ടെമ്പറേച്ചറിന് ഒരു ന്യൂമറിക്കൽ ചെയ്ത നമുക്ക് ഇത് ഓസ്മോട്ടിക് പ്രഷർ എന്നൊരു ന്യൂമറിക്കൽ. ഇവിടെ ഫസ്റ്റ് തന്നെ തന്നത് 400 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് ആൻ അക്വ സൊല്യൂഷൻ എന്നാ. ഒരു അക്വ സൊല്യൂഷൻ 400 സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട് എന്നാ. വിച്ച് മീൻസ് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബാണ്. സോ ഇത് വോളിയമാണ് തന്നത്. സോ സെന്റിമീറ്റർ ക്യൂബിനാണ് വോളിയം തന്നത്. നമ്മൾ ലിറ്ററിലേക്ക് മാറ്റണം. എനിവേ 400 സെന്റിമീറ്റർ ക്യൂബാണ് ഇവിടുത്തെ വോളിയം. അപ്പോൾ വോളിയം ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ 400 സെന്റിമീറ്റർ ക്യൂബ് എന്നുള്ളത് എന്താവും? 0.4 ലിറ്റർ എന്നാകും. സോ വോളിയം 0.4 ലിറ്റർ. Then aqueous solution of protein contain 1.26 gram protein. നിങ്ങൾക്ക് ഇങ്ങനെ വലിയ അളവ് തരുമ്പോൾ ചെറിയ അളവായിരിക്കും ഇവിടുത്തെ സൊല്യൂട്ട്. സോ പ്രോട്ടീൻ ആണ് ഇവിടുത്തെ സൊല്യൂട്ട്. പ്രോട്ടീൻ്റെ മാസ് ആണ് W2. The osmotic pressure of such a solution at 300 Kelvin is found to be ഇത്ര. അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ പൈ തന്നിട്ടുണ്ട്. The osmotic pressure of such a solution 300 Kelvin ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. സോ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുണ്ട്, സൊല്യൂട്ടിന്റെ മാസും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ. ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. മോളാർ മാസ് കാണാനാ ചോദ്യം. എന്താണ് ഇക്വേഷൻ? പൈ ഈക്വൽ ടു W2RT ബൈ M2 ഇൻറ്റു V എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. പൈ ഈക്വൽ ടു W2RT ബൈ M2 ഇൻറ്റു V എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ W2 തന്നിട്ടുണ്ട്. ഇതാ W2 1.626 ഗ്രാം. ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.0821. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 300 കെൽവിൻ. വോളിയം തന്നിട്ടുണ്ട് 0.4 ലിറ്റർ. ഓസ്മോട്ടിക് പ്രഷറും തന്നിട്ടുണ്ട്. എല്ലാം തന്നിട്ടുണ്ട് 2.57. ഇതും തന്നിട്ടുണ്ട്. എന്താ കാണേണ്ടത്? M2. വെരി സിമ്പിൾ. M2 അങ്ങോട്ടിടുക, പൈ ഇങ്ങോട്ടിടുക. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും? W2RT ബൈ പൈ V. W2RT ബൈ പൈ V എന്നുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? സോ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യുമ്പോൾ ആൻസർ ഇത്ര കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേടാ? മനസ്സിലാവുന്നുണ്ടല്ലോ? എക്സാമിൻ്റെ തലേന്ന് ഇങ്ങനെയൊക്കെയല്ലേ എനിക്ക് പഠിപ്പിക്കാൻ കഴിയുള്ളൂ. ക്ലിയർ? ആത്മാർത്ഥമായിട്ടിരിക്കും. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് പഠിപ്പിക്കുന്നത് കേട്ടോ. നാളെ ഈ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ആൻസർ നിങ്ങളുടെ പേപ്പറിൽ കാണുമ്പോൾ സന്തോഷിക്കണം, ഹാപ്പി ആവണം. നിങ്ങൾ ചെയ്തിരുന്നു എന്ന് സന്തോഷിക്കണം. ഞാൻ ഇന്നിരുന്ന് പേപ്പറിൽ അത് എഴുതുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വേണം. അപ്പോൾ കിട്ടും. അടുത്ത അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം. നീ ഒന്നുകൂടി കുറച്ച് ടൈപ്പ് പിന്നെ ക്വസ്റ്റ്യൻ കൂടെ തരികയാണ്. അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം ഈസ് എ ഡാഷ് സൊല്യൂഷൻ. മെർക്കുറി അമാൽഗം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഇലക്ട്രോ കെമിസ്ട്രിയിലൊക്കെ സിങ്ക് അമാൽഗം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതേപോലെ മെർക്കുറി അമാൽഗം എന്ന് പറയുന്നത് എന്ത് സൊല്യൂഷനാണ്? വെരി സിമ്പിൾ. മെർക്കുറി എന്ന് പറയുന്നത് ലിക്വിഡാണ്, പക്ഷെ അത് അവിടുത്തെ സൊല്യൂട്ടാണ്. മെർക്കുറി അവിടുത്തെ സൊല്യൂട്ടാണ്, പക്ഷെ സോഡിയം എന്ന് പറയുന്നത് അതിൻ്റെ സോൾവെന്റാണ്. ഇനി ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾ അധികം ശ്രദ്ധിക്കാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ മെർക്കുറി വിത്ത് സോഡിയം എന്ന് പറഞ്ഞാൽ സോഡിയം അവിടുത്തെ സോൾവെന്റ് ആണ്, സോഡിയം അവിടെ സോളിഡാണ്. സോ ആരാണോ സോൾവെന്റ് അയാളുടെ പേരിലാണ് സൊല്യൂഷൻ അറിയപ്പെടുക. സോ കുറേ അധികം സോളിഡിൽ നിങ്ങൾ കുറച്ച് ലിക്വിഡ് ഡിസോൾവ് ചെയ്തു, അഥവാ സോളിഡിൽ ലിക്വിഡ് ഡിസോൾവ് ചെയ്തു, അത് സോളിഡ് സൊല്യൂഷനാണ്. മെർക്കുറി അമാൽഗം എന്ന് പറയുന്നത് സോളിഡ് സൊല്യൂഷനാണ്. യൂണിറ്റ് ചേഞ്ച് ചെയ്യുന്നത് പ്ലീസ്. അതൊക്കെ നോക്കിയാൽ മതി. അയ്യോ അതിനൊന്നും ഞാൻ സമയം കളയുന്നില്ല. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ വെരി സിമ്പിൾ. അപ്പോൾ 400 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര? 0.4 ലിറ്റർ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ 4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 4000 സെന്റിമീറ്റർ ക്യൂബ് അല്ലേ?
അപ്പോൾ 400 സെൻറ്റിമീറ്റർ 0.4 അല്ലേ? സിമ്പിൾ, ഹമ്പിൾ. അത് ജസ്റ്റ് നോക്ക്. Then which of the following concentration terms is temperature dependent? Which of the following concentration terms is temperature dependent? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ ടേം ഏതാ? ഇതിലേതാ? മൊളാരിറ്റിയാണ്. മൊളാരിറ്റിയാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ. ദെൻ ഇതിന് മക്കൾ എനിക്ക് ആൻസർ വേണ്ട. Which concentration term is commonly used in medicines and pharmacy? മെഡിസിൻസിലും ഫാർമസിയിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏത് കോൺസെൻട്രേഷൻ ടേം ആണ് ഇതിലുള്ളത്? മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ. ഇതിലേതാണ് ആൻസർ? Which concentration term is commonly used in medicines and pharmacy? യൂണിറ്റ് കൺവേർഷൻ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ സമയം കളയാത്ത ബാക്കിയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അവൻ ആ ചോദിച്ച ആൾ ഇവിടെ ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ഡോണ്ട് വറി. യെസ് മക്കളെ, സി ആണ് ആൻസർ. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ് മെഡിസിൻസിലും ഫാർമസിയിലും യൂസ് ചെയ്യുന്നത്. സമയം കളയുന്നില്ല. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് അറിവുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്. വിച്ച് മീൻസ് ടെക്സ്റ്റിൽ പറയുന്ന ഒരു പോയിന്റ് ആണ്. എഥിലീൻ ഗ്ലൈക്കോൾ ഈസ് കോമൺലി യൂസ്ഡ് ആസ് ആൻ ആന്റി ഫ്രീസ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. ആന്റി ഫ്രീസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ ആണ് എഥിലീൻ ഗ്ലൈക്കോൾ. അതായത് നമ്മുടെ വണ്ടിയിൽ ഈ തണുപ്പ് കാലത്ത് വണ്ടിയിൽ പിന്നെ വണ്ടി ചൂടാവാതിരിക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കും. അപ്പോൾ വെള്ളം തണുപ്പ് കാലത്ത് ചിലപ്പോൾ പെട്ടെന്ന് ഫ്രീസ് ആവും. പിന്നെ വെള്ളം കൊണ്ട് കാര്യമില്ല. സോ ആ വെള്ളം പെട്ടെന്ന് ഫ്രീസ് ആവാതിരിക്കാൻ വേണ്ടി അതിലേക്ക് ഒഴിക്കുന്ന സാധനമാണ് എഥിലീൻ ഗ്ലൈക്കോൾ. അപ്പോൾ എഥിലീൻ ഗ്ലൈക്കോൾ എന്തിനാ സഹായിക്കുന്നത്? എഥിലീൻ ഗ്ലൈക്കോൾ ചേർത്താൽ നിങ്ങളുടെ വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയും. 0 ഡിഗ്രിയിൽ ഫ്രീസ് ആവേണ്ട വെള്ളം പിന്നെയും മൈനസിലെ ഫ്രീസ് ആവുള്ളൂ. സോ എഥിലീൻ ഗ്ലൈക്കോളിന്റെ പണി അതാണെന്ന് നോട്ട് ചെയ്തു വെച്ചോ. അസേഷനും റീസണും ഇവിടെ ശരിയാണ്. വെരി സിമ്പിൾ ആയിട്ട് ആലോചിക്കേണ്ടത് വണ്ടികളിൽ ആന്റി ഫ്രീസ് ആയിട്ട് ഉപയോഗിക്കുന്ന ടേം ആണ് എഥിലീൻ ഗ്ലൈക്കോൾ. അതങ്ങ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അത് ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. യെസ്, ഞാനൊരു ന്യൂമറിക്കലിലേക്കാണ് അടുത്തത് പോകുന്നത്. വെരി സിമ്പിൾ. നേരത്തെ ചോദിച്ച ന്യൂമറിക്കലിന്റെ അതേപോലത്തെ ഒരു ടൈപ്പ്. A mixture contains 3.2 gram methanol and 4.6 gram ethanol. 3.2 gram methanol and 4.6 gram ethanol. Find the mole fraction. മോൾ ഫ്രാക്ഷൻ ആണ് ചോദിച്ചത്. എടാ, മോൾ ഫ്രാക്ഷൻ കാണാൻ നിങ്ങൾക്കറിയാം. ഫോർ എക്സാമ്പിൾ, കൈ എ ആണ് കാണേണ്ടതെങ്കിൽ NA ഡിവൈഡ് ബൈ NA പ്ലസ് NB ഇങ്ങനെയാണ് കാണേണ്ടത്. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഒന്നും തന്നിട്ടില്ല. ഇവിടെ ഗിവൺ മാസും മോളാർ മാസും തന്നത്. നിങ്ങൾക്കറിയാം, ഗിവൺ മാസും മോളാർ മാസും തന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. സോ നമ്പർ ഓഫ് മോൾസ് കിട്ടാൻ, ഫോർ എക്സാമ്പിൾ മെഥനോളിന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടാൻ, നമ്പർ ഓഫ് മോൾസ് ഓഫ് മെഥനോൾ കിട്ടാൻ ഗിവൺ മാസ് ഓഫ് മെഥനോൾ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് മെഥനോൾ ചെയ്താൽ മതി. പോരെ? ഗിവൺ മാസ് ഓഫ് മെഥനോൾ എത്രയാ? 3.2. മോളാർ മാസ് ഓഫ് മെഥനോൾ എത്രയാ? 32. സോ യു വിൽ ഗെറ്റ് 0.1. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോൾ എത്രയാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോൾ ഇതേപോലെ 4.6 ഡിവൈഡ് ബൈ 46, അതും 0.1 കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ. രണ്ടുപേരെ ആകെയുള്ളൂ. ആ രണ്ടുപേരുടെയും നമ്പർ ഓഫ് മോൾസ് സെയിം ആണ്. രണ്ടുപേരെ ആകെയുള്ളൂ. ആ രണ്ടുപേരുടെയും നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ ഉറപ്പിച്ചോ, രണ്ടുപേരുടെയും മോൾ ഫ്രാക്ഷൻ 0.5 ആയിരിക്കും. വേറെ ഒന്നും ചെയ്യണ്ട. രണ്ടുപേരുടെയും നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ രണ്ടുപേരുടെയും മോൾ ഫ്രാക്ഷൻ 0.5 ആയിരിക്കും. 0.5 കൂട്ടിയാൽ 1 കിട്ടും. Is it clear? Ready? Then why NaCl sprinkled on roads during snow or ice? ഐസ് ഉള്ളപ്പം റോഡുകളിലൊക്കെ ഈ അന്റാർട്ടിക്കയിലും അങ്ങനത്തെ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ കാനഡയിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മഞ്ഞ് കാലത്ത് റോഡ് മൊത്തം വണ്ടി പോകാൻ പറ്റില്ല. റോഡ് മൊത്തം ഐസും കട്ടയായിരിക്കും. അപ്പോൾ ഈ ഐസ് കട്ട ഒഴിവാക്കാൻ വേണ്ടി NaCl വാരി വിതറും. എന്തിന്? വെരി സിമ്പിൾ. NaCl ഇട്ടാൽ സൊല്യൂട്ടാണ് ചേർക്കുന്നത്. സൊല്യൂട്ട് ചേർക്കുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറയും. അഥവാ വെള്ളം ഐസാവുന്ന ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രിയിൽ നിന്ന് പിന്നെയും കുറയും. സോ NaCl ലോവേഴ്സ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. അപ്പൊ പെട്ടെന്ന് തണുക്കൂല, പെട്ടെന്ന് ഐസാവൂല, പിന്നെയും കുറെ കഴിഞ്ഞിട്ട് ഐസാവുള്ളൂ. സോ NaCl എന്തിനാണ് ചേർക്കുന്നത് എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോ. റെഡി? നമ്മൾ പറഞ്ഞതാണ് എല്ലാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു. Relative lowering of vapor pressure means delta P1 divided by P10 equal to what? നമ്മൾ പഠിച്ചിട്ടുണ്ട് K2. K2 എന്ന് പറഞ്ഞാൽ എന്താ? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. Relative lowering of vapor pressure of a solution is equal to mole fraction of a solute. മക്കളെ സെറ്റ് അല്ലേ? മക്കളെ സെറ്റ് അല്ലേ? Then here is another a brilliant question. Which of the following solution has the highest boiling point? ഏതിനാണ് ബോയിലിംഗ് പോയിന്റ് ഹയസ്റ്റ് ഉള്ളത്? എല്ലാം 1 മോളാർ. മൊളാരിറ്റി എല്ലാവർക്കും സെയിം.
പിന്നെ എന്താ വ്യത്യാസം? ഒന്ന് NaCl ആണ്, ഒന്ന് CaCl2 ആണ്, ഒന്ന് ഗ്ലൂക്കോസ് ആണ്, ഒന്ന് യൂറിയ ആണ്. ഈ സൊല്യൂഷനുകൾ NaClന്റെ സൊല്യൂഷൻ, CaCl2ന്റെ സൊല്യൂഷൻ, ഗ്ലൂക്കോസിന്റെ സൊല്യൂഷൻ, യൂറിയന്റെ സൊല്യൂഷൻ, ഏതിനാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? അഥവാ നിങ്ങളുടെ വെള്ളത്തിൽ ഈ സൊല്യൂട്ടൊക്കെ ചേർത്തിട്ടുണ്ട്. വെള്ളത്തിൽ സൊല്യൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെൽറ്റ TB കാണും. ഡെൽറ്റ TBന്റെ ഇക്വേഷൻ KB × M ആണ്. നിങ്ങൾക്കറിയാം ഡെൽറ്റ TBന്റെ ഇക്വേഷൻ KB × M ആണെങ്കിൽ KB കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ KBക്ക് അനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് മാറൂല. മൊളാരിറ്റിയാണ് പിന്നെ മാറേണ്ടത്. മൊളാരിറ്റി എല്ലാവർക്കും സെയിമാ, 1 1 1 1, അതും മാറൂല, അതും കോൺസ്റ്റന്റ് ആണ്. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൽറ്റ TB ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് വാൻ ഹോ ഫാക്ടർ × I. സോ ഡെൽറ്റ TB മാറണേ തീരുമാനിക്കുന്നത് KB അല്ല, M അല്ല, I ആണ്. I വാല്യൂ മാറും. NaClന്റെ I വാല്യൂ 2 ആണ്. CaCl2ന്റെ I വാല്യൂ 1 CAയും 2 ക്ലോറിനും I വാല്യൂ 3 ആണ്. ഗ്ലൂക്കോസ് പൊട്ടൂല, I വാല്യൂ 1. യൂറിയ പൊട്ടൂല, I വാല്യൂ 1. യൂറിയയും ഗ്ലൂക്കോസും ഡിസോസിയേറ്റ് ചെയ്യൂല, I വാല്യൂ 1. എന്നാൽ CaCl2ന്റെ I വാല്യൂ 3. അപ്പോൾ I വാല്യൂ 3 ആകുമ്പോൾ × 3 വരും. അപ്പോൾ വാല്യൂ കൂടും, ബോയിലിംഗ് പോയിന്റ് കൂടും. Is it clear? Is it clear? Is it clear? നല്ല നൈസ് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കൂ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഞാൻ കുറച്ച് സമയം സൊല്യൂഷന് ഇലക്ട്രോ കെമിസ്ട്രിക്ക് കൊടുക്കും, കുറച്ച് വെയിറ്റേജ് കൂടുതൽ അതിനായതുകൊണ്ട് കേട്ടോ. കെമിക്കലിറ്റീസ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ദ പാർഷ്യൽ പ്രഷർ മോൾ ഫ്രാക്ഷൻ കർവ് ഫോർ 2 gases X and Y in a given solvent is plotted below. ഇത് ഹെൻറീസ് ലോന്റെ ഗ്രാഫാണ്. പാർഷ്യൽ പ്രഷർ ഇവിടെ ഉണ്ട്, പാർഷ്യൽ പ്രഷർ ഇവിടെ ഉണ്ട്, മോൾ ഫ്രാക്ഷൻ ഇവിടെ ഉണ്ട്. അതായത് പാർഷ്യൽ പ്രഷറും ഉണ്ട്, മോൾ ഫ്രാക്ഷനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള ബന്ധം P = KHI അല്ലേ? യെസ്. ചോദ്യം ഇതാണ്, വിച്ച് among X and Y is highly soluble in the given solvent? ഇതിൽ ഏതാണ് ഹൈലി സൊല്യൂബിൾ? നിങ്ങൾക്കറിയാം ഇതിന്റെ സ്ലോപ്പാണ് എന്ത്? KH. ഇതിന്റെ സ്ലോപ്പാണ് എന്ത്? KH. താഴോട്ട് വരുന്തോറും എന്ത് കുറയും? KH കുറയും. സോ എക്സിന്റെ KH വാല്യൂ വെച്ച് നോക്കുമ്പോൾ എക്സിനാണ് KH കൂടുതൽ, കാരണം ആംഗിൾ കൂടി. എക്സിനാണ് KH കൂടുതൽ ആരേക്കാൾ? വൈനേക്കാൾ. സ്വാഭാവികമായിട്ടും KH കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കുറയും, KH കുറയുമ്പം സൊല്യൂബിലിറ്റി കൂടും. സോ ആരാണ് മോർ സൊല്യൂബിൾ? Y ആണ് മോർ സൊല്യൂബിൾ. Y ആണ് മോർ സൊല്യൂബിൾ. ഹെൻറീസ് ലോന്റെ ഒരു കേർവ് തരുമ്പോൾ താഴത്തോട്ട് നിൽക്കുന്ന കേർവ് ഏതാണോ അതായിരിക്കും മോർ സൊല്യൂബിൾ. Y, ഈ Yന് KH കുറവാ, ആംഗിൾ കുറവാ, KH കുറവാ. KH കുറയുമ്പം സൊല്യൂബിലിറ്റി കൂടും. ഈസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും കാണിച്ചെന്നില്ല എന്ന് പറയരുത്. വലിയ ടഫുള്ള ക്വസ്റ്റ്യനും അല്ല, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ചെറിയ ക്വസ്റ്റ്യൻ. എടാ, ഇന്നലെ പറഞ്ഞൊരു പോയിന്റ്, ഹൗ ഈസ് റൗൾസ് ലോ എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ? 2 മാർക്കിന് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. റൗൾസ് ലോ ഒരു ഹെൻറീസ് ലോയുടെ ഒരു സ്പെഷ്യൽ കേസാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ ഇതൊന്നും നീട്ടി വലിച്ച് ആലോചിച്ച് പണിപ്പെടണ്ട, പ്രയാസപ്പെടണ്ട. ഹെൻറീസ് ലോ എന്താ നിങ്ങളൊന്ന് എഴുതുക, P = KHI. റൗൾസ് ലോ എന്താ നിങ്ങൾ എഴുതുക, P1 = P10 × Chi. എന്നിട്ട് നിങ്ങൾ പറയാ രണ്ടും പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷനാണ്. ഹെൻറീസ് ലോയിൽ അത് KH വാല്യൂ കൊണ്ടാണ് കോൺസ്റ്റന്റ് ആക്കുന്നത്, റൗൾസ് ലോയിൽ അത് P10 കൊണ്ടാണ് കോൺസ്റ്റന്റ് ആക്കുന്നത്. ഇത്രയേ ഉള്ളൂ ബന്ധം, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് സ്പെഷ്യൽ കേസാണ് ഹെൻറീസ് ലോയുടെ ഒരു സ്പെഷ്യൽ കേസാണ് റൗൾസ് ലോ. ഇസ് ഇറ്റ് ക്ലിയർ? ഇത് വായിച്ചു നോക്കിയാൽ മതി. സെറ്റ് അല്ലേ? സിമ്പിൾ ഹമ്പിൾ ഐഡിയ ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ പേടിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ന്യൂമറിക്കൽ, ഇതാ പിടിച്ചോ. ഇത് കണ്ടിട്ട് പേടിക്കേണ്ട, ഈസി ന്യൂമറിക്കലാണ്. The vapor pressure of pure liquids, എയുടെയും ബിയുടെയും പ്യുവർ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട് 450 700. സോ എയുടെ വേപ്പർ പ്രഷർ PA0 450. എൻ്റെ കൂടെ എഴുതണേ മക്കളെ, എൻ്റെ കൂടെ എഴുതണേ. ബിയുടെ വേപ്പർ പ്രഷർ PB0 എത്ര തന്നിട്ടുണ്ട്? 700 റെസ്പെക്റ്റീവ്ലി അറ്റ് 350 Kelvin. ഓക്കെ, രണ്ടുപേരുടെയും വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട് പ്യുവർ. ഫൈൻഡ് ഔട്ട് ദി കോമ്പോസിഷൻ ഓഫ് ലിക്വിഡ് മിക്സർ. കോമ്പോസിഷൻ ഓഫ് ലിക്വിഡ് മിക്സർ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ എന്നാണ് അർത്ഥം. കോമ്പോസിഷൻ കാണുക എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ കാണുക എന്ന്. ഇഫ് ടോട്ടൽ വേപ്പർ പ്രഷർ ഈസ് 600, അപ്പൊ P ടോട്ടൽ 600. എന്താണ് കാണാൻ ചോദിച്ചത്? കോമ്പോസിഷൻ കാണുക, എയുടെ അളവും കാണുക, ബിയുടെ അളവും കാണുക, അഥവാ കൈ എയും കാണുക, കൈ ബിയും കാണുക, മോൾ ഫ്രാക്ഷൻ കാണുക എന്നതാണ് ചോദ്യം. വെരി സിമ്പിൾ. അക്കോർഡിംഗ് ടു റൗൾസ് ലോ, P ടോട്ടൽ ഇസ് ഈക്വൽ ടു PA + PB. PA എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു റൗൾസ് ലോ PA0 × Chi A. അക്കോർഡിംഗ് ടു റൗൾസ് ലോ PB എന്ന് പറഞ്ഞാൽ PB0 × Chi B. ദെൻ PA0ന്റെ വാല്യൂ ഇവിടെ ഉണ്ട്. PA0ന്റെ വാല്യൂ 450. അപ്പൊ 450 × Chi A പ്ലസ് PB0 × Chi Bക്ക് പകരം ഞാൻ 1 - Chi A എന്ന് കൊടുക്കട്ടെ. കാരണം നിങ്ങൾക്കറിയാം Chi Aയും Chi Bയും കൂട്ടിയാൽ 1 കിട്ടും.
അപ്പോൾ കൈ ബി എന്ന് പറഞ്ഞാൽ 1 മൈനസ് കൈ എ അല്ലേ? അപ്പോൾ 1 മൈനസ് കൈ എ എന്ന് ഞാൻ കൊടുത്തോട്ടെ. യെസ്, അങ്ങനെയാണെങ്കിൽ ഓരോ വാല്യൂ കൊടുക്കാൻ പോവാണ്. 450 കൈ എ ഇൻറ്റു പ്ലസ് പി ബി സീറോ എത്രയാ? 700 ഇൻറ്റു 1 മൈനസ് കൈ എ. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് 450 കൈ എ പ്ലസ് 700 ഇൻറ്റു 1 700 ഇൻറ്റു മൈനസ് കൈ എ മൈനസ് 700 കൈ എ. ആൻഡ് ഓൾസോ ടോട്ടൽ പ്രഷർ എത്രയാ? ടോട്ടൽ പ്രഷർ എല്ലായിടത്തും 600 സോ 600 ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എഴുതാം. സോ 600 പ്ലസ് ഇങ്ങനെ കിട്ടി. ഇനി നോക്കിയേ, 450 കയ്യേയും 700 കയ്യേയും 450 നിന്ന് മൈനസ് 700 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? വെരി സിമ്പിൾ, 450 700 മൈനസ് ചെയ്താൽ 250 എന്ന് കിട്ടും. സോ 700 വാല്യൂ എടുത്താൽ ഈ 700 ഇങ്ങോട്ട് പോയാൽ 600 മൈനസ് 700 മൈനസ് 100 ഇസ് ഈക്വൽ ടു 450 കയ്യേ മൈനസ് 700 കയ്യേ മൈനസ് 250 കയ്യേ. സെറ്റല്ലേ. സോ 0 കട്ട്, മൈനസ് മൈനസ് കട്ട്. സോ കൈ എ ഈക്വൽ ടു 10/25 എന്ന് കിട്ടും. കൈ എ ഈക്വൽ ടു 10/25 എന്ന് കിട്ടും. ശരിയാണോ? കൈ എ ഈക്വൽ ടു കൈ എനെ അവിടെ നിർത്തിയാൽ 10/25 എന്ന് കിട്ടും. കൈ എ ഈക്വൽ ടു 10/25. സോ ദ ആൻസർ ഈസ് 0.4. കൈ എ 0.4 ആണെങ്കിൽ കൈ ബി എത്രയായിരിക്കും? വെരി സിമ്പിൾ, 1 മൈനസ് 0.4. കാരണം കൈ എയും കൈ ബിയും കൂട്ടിയ 1 കിട്ടണം, 0.6. നിങ്ങൾക്കിത് മനസ്സിലായോ? ഈസ് ഇറ്റ് ക്ലിയർ? എടാ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അഥവാ ഒന്ന് ടഫ് ആയിട്ടാണ് എക്സാം ചോദിക്കുന്നെങ്കിൽ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വരും. ഒന്ന് ടഫ് ആണ് ചോദിക്കുന്നെങ്കിൽ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വരും. ടഫ് എന്ന് മീൻസ് നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത അങ്ങനെ, അല്ലാണ്ട് ഇത് ടഫ് ഒന്നല്ല ക്വസ്റ്റ്യൻ. സംഭവം സിമ്പിളാണ്. പി ടി ഈക്വൽ ടു പി ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പി എ പ്ലസ് പി ബി, അത് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോയാൽ മതി. റെഡി? യെസ്, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആൻ അസിയോട്രോപിക് സൊല്യൂഷൻ ഓഫ് 2 liquids, 2 സൊല്യൂഷൻ ചേർന്ന ഒരു അസിയോട്രോപിക് മിക്സ്ചർ ഉണ്ടായിട്ടുണ്ട്. ഹാസ് ബോയിലിംഗ് പോയിന്റ് ലോവർ ദാൻ എയ്തർ ഓഫ് ദം. 2 സൊല്യൂഷനേക്കാൾ ബോയിലിംഗ് പോയിന്റ് കുറവാണെന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് അല്ലേടാ? ഈ പറഞ്ഞ വേർഡിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? 2 ലിക്വിഡ് ചേർന്ന് സൊല്യൂഷൻ ഉണ്ടായി. 2 പേരുടെയും ബോയിലിംഗ് പോയിന്റിനേക്കാൾ കുറവാണ് പുതിയ ഉണ്ടായ ബോയിലിംഗ് പോയിന്റ്, അഥവാ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് അല്ലേ? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കാണിക്കുന്നത് ആരാ? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കാണിക്കുക പോസിറ്റീവ് ഡീവിയേറ്റഡ് സൊല്യൂഷൻ അല്ലേ? ഇനി ചോദ്യം എന്താ? വെൻ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ ആർ, അങ്ങനെയാണ് ഈ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ഡീവിയേഷനിൽ സൊല്യൂട്ടും സോൾവെന്റും നമ്മളെ ഇന്ററാക്ഷൻ എങ്ങനെയാ? വീക്ക് അല്ലേ? സൊല്യൂട്ടും സോൾവെന്റും നമ്മളെ ഇന്ററാക്ഷൻ വീക്ക് അല്ലേ പോസിറ്റീവിൽ? അതുകൊണ്ടല്ലേ പോസിറ്റീവ് വാല്യൂ കിട്ടുന്നത്. സോ വീക്ക് ആണ് സൊല്യൂട്ടും സോൾവെന്റും നമ്മളെ ഇന്ററാക്ഷൻ. സോ വീക്കർ ദാൻ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ഇന്ററാക്ഷൻ. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടും സോൾവെന്റും നമ്മളെ ഇന്ററാക്ഷൻ ഈസ് വീക്കർ ദാൻ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ഇന്ററാക്ഷൻസ്. പക്കാ? ക്ലിയർ? ഇതാ സൊല്യൂഷന്റെ സമയം കഴിയാൻ പോകുന്നു. ആ കഴിയുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു തരുന്നു. ഓസ്മോട്ടിക് പ്രഷർ എന്തുകൊണ്ടാണ് ബാക്കി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനേക്കാൾ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ 4 കാര്യങ്ങൾ മക്കളൊന്ന് ശ്രദ്ധിച്ചോണം. 1, ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ചെയ്യാൻ പറ്റും. 2, ഓസ്മോട്ടിക് പ്രഷറിൽ മൊളാരിറ്റിയാണ് നമ്മൾ കാണുന്നത്, ബാക്കി എല്ലാത്തിലും മൊളാലിറ്റിയാണ്, അത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. 3, വെരി ഡൈല്യൂട്ട് സൊല്യൂഷന് പോലും ഓസ്മോട്ടിക് പ്രഷർ നല്ല വാല്യൂ തരും. 4, വലിയ മോളാർ മാസ് ഉള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അഥവാ പ്രോട്ടീൻ്റെയും പോളിമറിൻ്റെയൊക്കെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ഉപയോഗിക്കാം. അഡ്വാൻറ്റേജസ് ചോദിച്ചാൽ എഴുതിക്കോണം. ദെൻ ഒരു application level question ആണ്. For intravenous injections only, solutions with osmotic pressure equal to that of 0.9% NaCl solution is used. Why? നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ 0.9% NaCl യൂസ് ചെയ്യാറുള്ളൂ. വൈ? വെരി സിമ്പിൾ, 0.9% NaCl ഈസ് ഐസോട്ടോണിക് വിത്ത് ബ്ലഡ് സെൽ. നമ്മുടെ ബോഡിന്റെ ഉള്ളത്തെ ബ്ലഡ് സെല്ലുമായിട്ട് 0.9% NaCl ആണ് ഐസോട്ടോണിക്. അതുകൊണ്ട് അവിടെ ഓസ്മോസിസ് നടക്കൂല. ഓസ്മോസിസ് നടക്കാത്തത് കൊണ്ട് ബ്ലഡ് സെൽ ചുരുങ്ങുകയോ ബ്ലഡ് സെൽ വീർക്കുകയോ ചെയ്യൂല. Is it clear? Help for my study, sir, please. ഞാൻ പിന്നെ ഈ ചെയ്തുകൊണ്ടിരിക്കണം എന്താ? നമ്മുടെ പാട്ടല്ലല്ലോ പാടുന്നത്, നാളത്തെ നിങ്ങളെ എക്സാമിന് വേണ്ടിയുള്ള സഹായമല്ലേ? എന്താ മക്കളെ ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ, ഞാൻ ഈ പറയുന്ന പേപ്പറിൽ നിങ്ങൾ എഴുതിയെടുക്കുക, അവിടെ നിന്നിട്ട് ടൈപ്പ് ചെയ്യാണ്ട്, ആൻസർ ടൈപ്പ് ചെയ്യണം. ഒരേ സാധനം തന്നെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഇത് എഴുതുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം.
എഴുതിയെടുക്കും. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഇങ്ങനെ ആൻസർ കിട്ടുന്നുണ്ടോ നോക്ക്. യു ആർ ഗിവൺ എ സാമ്പിൾ ഓഫ് പോളിമർ ആൻഡ് ആസ്ക്ഡ് ടു ഫൈൻഡ് ഇറ്റ്സ് മോളാർ മാസ്. നിങ്ങളോട് ഒരു പോളിമർ തന്നിട്ട് അതിന്റെ മോളാർ മാസ് കാണാൻ ചോദിച്ചു. വിച്ച് കൊളിഗേറ്റീവ് വിൽ ബി മോർ എഫക്റ്റീവ് ടു ഫൈൻഡ് ഇറ്റ്? വിച്ച് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഏത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിരിക്കും ഏറ്റവും നല്ലത്? വെരി സിമ്പിൾ, ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ മെത്തഡ്. അപ്പം നിങ്ങളോട് ചോദിക്കും വൈ, എന്തുകൊണ്ടാണ് അത് നിങ്ങൾ സെലക്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്? വെരി സിമ്പിൾ ആൻസർ, ഗിവ് റീസൺ ഫോർ യുവർ ആൻസർ. എന്തുകൊണ്ടാണ് ആ മെത്തേഡ് സെലക്ട് മതി എന്ന് പറയാൻ നിങ്ങൾ കാരണം? വെരി സിമ്പിൾ ആൻസർ, നിങ്ങളുടെ പോളിമർ എന്ന് പറയുന്നത് ലോ സൊല്യൂബിലിറ്റി ഉള്ള ആളാണ്, വളരെ സൊല്യൂബിലിറ്റി കുറവാണ്. പക്ഷേ സൊല്യൂബിലിറ്റി കുറഞ്ഞാലും കുഴപ്പമില്ല, ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിലും നല്ല വാല്യൂ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് തരും. സോ ലോ സൊല്യൂബിലിറ്റി ആണ് പോളിമറിനെങ്കിൽ പോലും ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് gives a very large value for even for very dilute solution. ലോ സൊല്യൂബിലിറ്റി ഉള്ള ആളുകൾക്ക് പോലും വെരി ലാർജ് വാല്യൂ തരും. യെസ്, ഏത്? നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ്. അടുപ്പോളെ നോക്കടാ, ഐ വാല്യൂ കാണാൻ ചോദിച്ചേക്ക് നോക്കിയേ. NaCl ഐ വാല്യൂ എത്രയാ? 2. Naയും Clഉം 2 കഷ്ണം. AlCl3 ഐ വാല്യൂ എത്രയാ? ഒരു Alലും 3 ക്ലോറിനും 4. CaCl2 ഐ വാല്യൂ എത്രയാ? ഒരു Caയും 2 ക്ലോറിനും 3. Al2SO4 ത്രൈസിന്റെ ഐ വാല്യൂ എത്രയാ? 2 അലുമിനിയവും 3 SO4ഉം 5. എത്ര കഷ്ണമായിട്ട് ഇവർ ഡിസോസിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് അവരുടെ ഐ വാല്യൂ. അപ്പൊ ഗ്ലൂക്കോസിന്റെ ഐ വാല്യൂ എത്രയാ? 1. ഗ്ലൂക്കോസ് ഡിസോസിയേറ്റ് ചെയ്യുകയില്ല. ഈസ് ഇറ്റ് ക്ലിയർ? മക്കളെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് പറയുന്നില്ല, ഒന്ന് ശ്രദ്ധിച്ചോ. 1 ലിറ്റർ ഓഫ് ആൻ അക്വസ് സൊല്യൂഷൻ. അപ്പൊ വോളിയം തന്നിട്ടുണ്ട്. ഓഫ് K2SO4 contains 1.26 gram K2SO4. അപ്പൊ W2 തന്നിട്ടുണ്ട്. K2SO4 എന്ന് പറയുന്ന സൊല്യൂട്ടിന്റെ മാസ് 1.25 gram. അറ്റ് 300 Kelvin. അപ്പൊ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ദ മോളാർ മാസ് ഓഫ് K2SO4, മോളാർ മാസും തന്നിട്ടുണ്ട്, M2 തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഓസ്മോട്ടിക് പ്രഷർ, പൈ ആണ് കാണേണ്ടത്. വെരി സിമ്പിൾ, പൈ ഈക്വൽ ടു W2 ഇൻറ്റു RT ബൈ M2 ഇൻറ്റു V ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ K2SO4 എന്ന് പറഞ്ഞാൽ ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഐ വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഐ വാല്യൂ കൂടെ അങ്ങോട്ട് ഇൻറ്റു ചെയ്യണം, മറക്കണ്ട. വെരി ഇമ്പോർട്ടൻറ്റ്. ഐ വാല്യൂ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ കേട്ടോ. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ W2 എന്ന് പറഞ്ഞാൽ 1.25 gram ഉണ്ട്. ആറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട്, ടെമ്പറേച്ചർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, M2 174 തന്നിട്ടുണ്ട്, വോളിയം 1 ലിറ്റർ തന്നിട്ടുണ്ട്, ഐ വാല്യൂ 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് പൈ വാല്യൂ. ഓക്കെ മക്കളെ, സെറ്റ് അല്ലേ? ഇതാ അതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. ബാക്കി നിങ്ങൾ ചെയ്തോണ്ടോ. അതാ ഇലക്ട്രോകെമിസ്ട്രിയിലേക്ക് എത്താനായി. റെഡി മക്കളെ. വാട്ട് ഹാപ്പൻസ് ടു ദി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് when ethanoic acid is treated with benzene? മക്കളെ, എഥനോയിക് ആസിഡിനെ ബെൻസീനിലേക്ക് ഇട്ടാൽ അസോസിയേഷൻ നടക്കും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അസോസിയേഷൻ നടക്കുമ്പോൾ നമ്പർ ഓഫ് അയോൺസ് കുറയും. നമ്പർ കുറയുമ്പോൾ നിങ്ങളുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കുറയും. സോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് എന്ത് സംഭവിക്കും? കുറയും. മോളാർ മാസ് എന്ത് ചെയ്യും? കൂടും. ഈസ് ഇറ്റ് ക്ലിയർ? മക്കളെ, സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് സെറ്റാണോ? ഏകദേശം ഐഡിയ സെറ്റാണെങ്കിൽ പ്ലീസ് ടെൽ മീ. യെസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂമറിക്കൽ വെച്ചിട്ട് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ ഇവിടെ സെറ്റ് ആക്കും. ഓസ്മോട്ടിക് പ്രഷർ അല്ല, സൊല്യൂഷൻ. എ സൊല്യൂഷൻ കണ്ടെയ്ൻസ് 50 gram യൂറിയ per liter of solution in water has the same osmotic pressure as a solution of glucose. 2 സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. 50 gram യൂറിയ ചേർത്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്, ആൻഡ് ഗ്ലൂക്കോസിന്റെ മറ്റൊരു സൊല്യൂഷനും ഉണ്ട്. ചോദ്യം അങ്ങനെയാണ്, ഈ ഗ്ലൂക്കോസ് എത്ര മാസ് എന്നാണ് ചോദ്യം. പ്രധാനമായിട്ടും തന്നത് ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണെന്ന്. സോ നിങ്ങളുടെ യൂറിയയെ കുറിച്ച് പറയുകയാണ്, അവരുടെ ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണ്. അപ്പോൾ യൂറിയയുടെ ഓസ്മോട്ടിക് പ്രഷർ ഞാൻ π1 എന്ന് കൊടുക്കുകയാണ്. സോ π1 is equal to W2RT by M2 into V. മക്കളൊന്ന് ശ്രദ്ധിച്ചേ, 2 സൊല്യൂഷനും എടുത്തത് എത്രയാ? പെർ ലിറ്റർ ആണ്. 2 സൊല്യൂഷനും എടുത്തത് പെർ ലിറ്റർ ആണ്. അപ്പോൾ വോളിയം സെയിം. ഇനി ഗ്ലൂക്കോസും ഇവിടെ ഉണ്ട്. ഇവിടെ π2, ഗ്ലൂക്കോസിന്റെ ഓസ്മോട്ടിക് പ്രഷർ π2. π1ഉം π2ഉം ഈക്വലാന്നല്ലേ പറഞ്ഞത്? ഓസ്മോട്ടിക് പ്രഷർ ഈക്വലാന്നല്ലേ പറഞ്ഞത്? സോ π2 ഈക്വൽ ടു അഗെയിൻ ഗ്ലൂക്കോസിന്റെ മാസ് ഇൻറ്റു RT ബൈ M2 ഇൻറ്റു V. മക്കളൊന്ന് ശ്രദ്ധിച്ചേ.
രണ്ട് ഓസ്മോട്ടിക് പ്രഷറും ഈക്വൽ ആണെങ്കിൽ π1 = π2 ആണെങ്കിൽ W2RT/m2 × V യും അവിടുത്തെ W2RT/m2 × V സെയിം ആണ്. അതിൽ രണ്ടിടത്തും RT/V സെയിം ആണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് എഴുതണ്ട, അത് പോയി. പിന്നെ ഉള്ളത് W2/m2 ആണ്. ഇവിടുത്തെ W2 എത്രയാ? 15. അപ്പൊ 15/m2 എത്രയാ? യൂറിയന്റെ മോളാർ മാസ് 60 ആണ്. അപ്പൊ 15/60 = അവിടുത്തെ W2 ആണ് ചോദിച്ചത്, ഗ്ലൂക്കോസിന്റെ W2 ആണ് ചോദിച്ചത്, ഡിവൈഡഡ് ബൈ ഗ്ലൂക്കോസിന്റെ മോളാർ മാസ് എത്രയാ? 180. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ സിംപ്ലി W2 കാണാം. എത്രയാ W2 എന്ന് പറഞ്ഞാൽ മക്കളെ? വെരി സിംപ്ലി W2 കാണാം. W2 = 15 × 180 / 60. 0 0 കട്ട്. 1 6 6 3 6 18 15 × 3 45 ഗ്രാം. ഗ്ലൂക്കോസിന്റെ മാസ് 15 ഗ്രാമും യൂറിയയുടെ മാസ് 15 ഗ്രാമും ഗ്ലൂക്കോസിന്റെ മാസ് 45 ഗ്രാമും. മക്കളെ സെറ്റ് ആണെങ്കിൽ സൊല്യൂഷൻസിലുള്ള എല്ലാ ഐഡിയാസും ഒരു ചാപ്റ്റർ കവർ ചെയ്യുന്ന രൂപത്തിൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും ന്യൂമറിക്കലും എല്ലാം നമ്മുടെ ഫസ്റ്റത്തെ 45 മിനിറ്റ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആലോചിക്കണം, കുറച്ച് ടൈറ്റ് ക്വസ്റ്റ്യൻ അതിൻ്റെ അടുക്ക് വന്നു ഞാൻ ബോധപൂർവ്വട്ടതാണ്. നിങ്ങളെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞു തന്നിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കരുതല്ലോ. വിച്ച് മീൻസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കണം. ആ ടൈപ്പ് അത്രയ്ക്ക് ലെവലേ ചോദിക്കുള്ളൂ, അതിൽ അപ്പുറം ചോദിക്കാൻ ചാൻസ് ഇല്ല. സോ ആ ടൈപ്പ് ക്വസ്റ്റ്യനും കൂടെ പ്രതീക്ഷിച്ച് നാളത്തേക്ക് പോയിക്കോളാം. If you are happy, please give me a black heart with a dolphin. Let's start electrochemistry simply. Sir, ഒരു ഡൗട്ട്. കംപ്ലീറ്റ് അസോസിയേഷൻ. യെസ് കംപ്ലീറ്റ് നല്ല ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് അസോസിയേഷൻ കംപ്ലീറ്റ് ഡിസോസിയേഷൻ ചോദിക്കുള്ളൂ, അല്ലാത്ത നിങ്ങളോട് ചോദിക്കില്ല. പകുതിയുള്ള ചോദിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ തരും. ഡ്യൂറേഷൻ 2 hours കൊണ്ട് നമ്മൾ തീർക്കും. റെഡി. ആരെയൊക്കെ വരുന്നുണ്ടല്ലോ. സർ മറ്റേ ക്വസ്റ്റ്യൻ ബാലൻസ് ചെയ്തില്ല. ഏത് ക്വസ്റ്റ്യൻ? ബാലൻസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനോ? മക്കളെ സെറ്റല്ലേ? ഇല്ല, 12 ഒന്നുമില്ല. എന്താ ഇപ്പം തീരും? നമ്മൾ 2 hours കൊണ്ട് തീർക്കണം. ഒരു ചാപ്റ്റർ തീർന്നില്ലേ? റെഡി. റഹ്മദിനിസ് ഉണ്ടല്ലോ എവിടാ? ഞാൻ വിചാരിച്ച എവിടാന്ന്. റെഡി മക്കളെ. ഇലക്ട്രോ കെമിസ്ട്രി. യെസ്, എഥനോയിക് ആസിഡ് ഡൈമറൈസ് ചെയ്യും. വെരി ഗുഡ്. ആ ടേം ഒക്കെ പഠിച്ചു വെച്ചോ. ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ ഡാനിയൽ സെൽ ഈസ് 1.1 volt. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെൽ 1.1 volt എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ E0 സെൽ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ E0 സെൽ 1.1 volt. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി. എടാ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ΔG0 = -NFE0 സെൽ. ഇതല്ലേ ഇക്വേഷൻ? ΔG0 അല്ലേ ചോദിച്ചത്? എന്നിന്റെ വാല്യൂ എവിടുന്ന് കിട്ടുന്നതാണ് പലരും ഡൗട്ട് ചോദിക്കാറുള്ളത്. ഡാനിയൽ സെൽ അല്ലേടാ? ഡാനിയൽ സെല്ലിൽ കോപ്പറും സിങ്കും ആണ്. കോപ്പറിന്റെ ചാർജ് എന്താ? 2+. സിങ്കിന്റെ ചാർജ് എന്താ? 2+. അപ്പൊ എന്നിന്റെ വാല്യൂ എന്താ? 2. കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്ത ഇലക്ട്രോൺ ആണ് N. അപ്പൊ എന്നിന്റെ വാല്യൂ കിട്ടി 2. ഇൻറ്റു ഫാരഡേസ് കോൺസ്റ്റന്റ് എത്രയാ? 96500. ഇൻറ്റു E0 സെൽ എത്രയാ? 1.1. അത് ടോട്ടൽ ചെയ്താൽ യു വിൽ ഗെറ്റ് -212300 ജൂൾ പെർ മോൾ. യൂണിറ്റ് മറക്കണ്ട, ജൂൾ പെർ മോൾ. ഇനി 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. സിമ്പിൾ, ഹംബിൾ ബട്ട് ഹോറിബിൾ. യെസ്, ΔG0ന്റെ വാല്യൂ അതാ അവിടെ കിടക്കുന്നു. എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കടാ. A galvanic cell is represented as Mg bar Mg2+, double bar Ag plus bar Ag. Okay, sir. Identify the anode and cathode of the above cell and write Nernst equation. ഞാൻ ഇത് പറയാൻ വേണ്ടി വേറൊരു ട്രിക്ക് പറഞ്ഞിട്ടെ. ഇന്നലെ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചില്ലേ? PSC മാസിൻ ടിന്നിൽ ലഡു തിന്നു, ഹയ്യോ സൂപ്പർ മെസ്സി ഗോൾ അടിച്ചു. ഇന്നലെയും പെനാൾട്ടി മിസ്സാക്കിയ വേറെ കാര്യം, ഇന്റർ മിയാമിക്കെതിരെ. സോ ആ ലിസ്റ്റ് പ്രകാരം PSC മാസിൻ അവിടെ മഗ്നീഷ്യം മാസിനാണ്. മഗ്നീഷ്യം മെസ്സിയിലാണ് സിൽവർ വരുന്നത്. അപ്പൊ മഗ്നീഷ്യം ആണ് മുകളിൽ, സിൽവർ ആണ് താഴെ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മഗ്നീഷ്യം ആനോഡും സിൽവർ കാഥോഡും. അല്ലെങ്കിൽ തന്നെ സെൽ റെപ്രസെന്റേഷനിൽ ഫസ്റ്റ് തരുന്ന ആൾ ആനോഡും സെക്കൻഡ് തരുന്ന ആൾ കാഥോഡും അല്ലേ? സോ വെരി സിംപിളി ആനോഡ് ആരാണ്? നിങ്ങളുടെ PSC മാസിൻ ലിസ്റ്റിൽ മുകളിലുള്ള ആൾ ആനോഡ്, അത് മഗ്നീഷ്യമാണ്. നിങ്ങളുടെ PSC മാസിൻ ലിസ്റ്റിൽ താഴെയുള്ള ആൾ കാഥോഡ്, അതാരാണ്? സിൽവർ ആണ്. ആ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ട്രിക്ക് മറക്കണ്ട. PSC മാസിൻ ടിന്നിൽ ലഡു തിന്നു, ഹയ്യോ സൂപ്പർ മെസ്സി ഗോൾ അടിച്ചു. Then write Nernst equation. Nernst equation എന്താ എന്ന് എഴുതണം. Nernst equation എഴുതണമെങ്കിൽ റിയാക്ഷൻ അറിയണം.
എങ്ങനെയാണ് റിയാക്ഷൻ എഴുതുക? വെരി സിമ്പിൾ. Mg2+ ആയി എന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്, വിച്ച് മീൻസ് റിയാക്റ്റന്റിലുള്ള Mg പ്രൊഡക്റ്റിലുള്ള Mg2+ ആയി. അതേപോലെ Ag+Ag ആയി എന്നാണ് പറയുന്നത്, റിയാക്റ്റന്റിലുള്ള Ag+ പ്രൊഡക്റ്റിൽ Ag ആയി. അപ്പൊ റിയാക്റ്റന്റിൽ ആരൊക്കെയാ? Mgയും Ag+ഉം. അപ്പൊ റിയാക്റ്റന്റിൽ Mgയും Ag+ഉം ഗിവ്സ് അപ്പുറത്തെത്തിയപ്പോൾ എന്തായി? Mg2+ ആയി. ഓക്കെ, Ag+ എന്തായി? അപ്പുറത്തെത്തിയപ്പോൾ Ag ആയി. ഇതാണ് ഇക്വേഷൻ. പക്ഷെ ഇവിടെ ബാലൻസിങ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറക്കരുത്. കാരണം Mgന്റെ ചാർജ് 2+ഉം Agന്റെ ചാർജ് പ്ലസും ആണ്. അത് ബാലൻസ് ചെയ്യണമെങ്കിൽ 2Ag+ എന്ന് എഴുതണം. സോ Mg + 2Ag+ ഗിവ്സ് Mg2+ + 2Ag. റെഡി റെഡി റെഡി. അങ്ങനെയാണെങ്കിൽ മക്കളെ നേൺസ് ഇക്വേഷൻ എന്ത് വരും? E cell equal to E0 cell minus 0.059 divided by n എത്ര വരും? 2. 2 ഇലക്ട്രോണിനെ കൊടുക്കുന്നു, 2 ഇലക്ട്രോണിനെ വാങ്ങുന്നു, 2. ലോഗ് QC എന്ത് വരും? QC എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ അളവ് ഡിവൈഡ് ബൈ റിയാക്റ്റിന്റെ അളവ്. പ്രൊഡക്റ്റിൽ ഇയാളാണുള്ളത്, പ്ലസ് ഇല്ലാത്ത ആളെ കൂട്ടൂല, ചാർജ് ഇല്ലാത്ത ആളെ കൂട്ടൂല. റിയാക്റ്റന്റിൽ ചാർജ് ഉള്ള ആൾ ഇയാളാണ്. അപ്പൊ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ റിയാക്റ്റന്റ്, പ്രൊഡക്റ്റിൽ Mg2+. സോ കോൺസെൻട്രേഷൻ ഓഫ് Mg2+ ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റിൽ Ag+. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ Ag+2. കോൺസെൻട്രേഷൻ ഓഫ് Ag+2. 2 മുകളിലേക്ക് പോകും. സെറ്റ് മക്കളെ. ഹാജറ, വില്യം പ്രിൻസ്, ആദർശ്, ലക്സിയ, വില്യംസൺ, നാവിഹ്, ആദി എല്ലാവരും പറയുന്നുണ്ട്. വെരി ഗുഡ്. സയൻസ് ഒക്കെ Ag² എന്ന് ഇടാൻ കഴിയാത്ത Ag² എന്ന് എഴുതിയേക്കുന്നു. പിന്നെ അല്ല, അടിപൊളി മക്കളെ, സൂപ്പർ സൂപ്പർ. എങ്കിൽ ഇതാ ഒരു ഗ്രാഫ് നിങ്ങളുടെ മുന്നിൽ. ഈ ഗ്രാഫിൽ 2 കേവ് ഉണ്ട്. ചോദ്യം ഇതാണ്, ഐഡന്റിഫൈ 1 and 2 ആസ് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. എന്താ സിമ്പിൾ ആൻഡ് ഹംബിൾ. ഈ 1 എന്ന് പറയുന്ന ഈ y ആക്സിസിൽ ചെന്ന് തട്ടുന്നു, അപ്പൊ അത് സ്ട്രോങ് ആണ്. സ്ട്രോങ്ങിന് എക്സാമ്പിൾ KCl ആണ്, പിന്നെ അല്ല. ഈ 2 എന്ന് പറയുന്നത് ഇങ്ങനെ 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 പോകുന്നു, എവിടെയും തട്ടാതെ പോകുന്നു, അപ്പൊ അത് വീക്കാണ്. അപ്പൊ 1 സ്ട്രോങ്ങും 2 വീക്കും ആണ്. കഴിഞ്ഞു. വാട്ട് ഡസ് λ0m ഇൻഡിക്കേറ്റ്സ്? λ0m എന്ന് പറഞ്ഞാൽ എന്താ? ഈ λ0m എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി മാക്സിമം മോളാർ കണ്ടക്ടിവിറ്റി. എപ്പം? അറ്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ. ഡൈല്യൂട്ട് ചെയ്ത് 0യിലേക്ക് പോകുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി കൂടി 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 മാക്സിമത്തിലെത്തും. അതാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. മറക്കണ്ട. സജസ്റ്റ് എ മെത്തേഡ് ടു ഡിറ്റർമൈൻ λ0m ഫോർ ദി ഇലക്ട്രോലൈറ്റ് 2. രണ്ടാമത്തെ ഇലക്ട്രോലൈറ്റിന്റെ λ0m ഗ്രാഫ് നിന്ന് കിട്ടൂല. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് നിന്ന് അല്ലാണ്ട് കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ. യെസ്, വിളിയവനെ. ആഷിഖ് പാറശാല അതാ വന്നിരിക്കുന്നു. ആഷിഖ് 2 വീക്കാണ്. യെസ്, ആഷിഖ് പാറശാല അഥവാ പഴയ കൊൾറാഷ്. പുതിയ ആഷിഖ്, പഴയ കൊൾറാഷ്. കൊൾറാഷസ് ആണ് വന്നത്. കൊൾറാഷസ് ലോ പ്രകാരം നമുക്കൊരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ λ0m കണ്ടുപിടിക്കാം. അപ്പൊ ആരോ ചോദിച്ചു, എന്താണ് കൊൾറാഷസ് ലോ? അപ്പൊ ആഷിഖ് പാറശാല പറഞ്ഞു, ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദി സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് ആനിയോൺ ആൻഡ് കാറ്റിയോൺ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. ഇതാണ് കൊൾറാഷസ് ലോ എന്ന് പാറശാല ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. സെറ്റ്. ശരിക്കും ഈ പാറശാല സ്ഥലമാണോ വീട്ടുപേരാണോ? റെഡി. അപ്പോൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി മറക്കണ്ട മക്കളെ. എങ്കിൽ നമുക്കൊരു ന്യൂമറിക്കൽ വരികയാണ്, നമ്മൾ എപ്പോഴും ചെയ്ത് പരിചയിച്ചുള്ള ന്യൂമറിക്കൽ. λ0m ഫോർ NaCl തന്നിട്ടുണ്ട്, λ0m ഓഫ് HCl തന്നിട്ടുണ്ട്, λ0m ഓഫ് NaC തന്നിട്ടുണ്ട്. അതിന്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. 126.4, 425.9, 91. ചോദ്യം എന്താണ്? λ0m ഓഫ് HAC ആണ് ചോദ്യം. സിമ്പിൾ, ഹംബിൾ ആൻഡ് ഹൊറിബിൾ. HACന്റെ വാല്യൂ കാണണമെങ്കിൽ Hന്റെ വാല്യൂ കിട്ടണം, ACന്റെ വാല്യൂ കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? Hന്റെ വാല്യൂ ഉള്ള ആളെ എടുക്കും. Hന്റെ വാല്യൂ ഉള്ള ആൾ ആരാ? HCl ആണ്. അപ്പൊ നമ്മൾ λ0m ഓഫ് HCl എടുക്കും. അപ്പൊ H കിട്ടും. ഇനി ACന്റെ വാല്യൂ ഉള്ള ആളാരാ? ACന്റെ വാല്യൂ ഉള്ള ആൾ NaAC ആണ്. അപ്പൊ നമ്മൾ λ0m ഓഫ് NaC എടുക്കും. അപ്പൊ ACന്റെ വാല്യൂയും കിട്ടും. പക്ഷെ HCl എടുക്കുമ്പോൾ എക്സ്ട്രാ CL വന്നു, NaC എടുത്തപ്പോൾ എക്സ്ട്രാ NAയും വന്നു. അപ്പൊ NaCl ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ആളെ മൈനസ് ചെയ്യും. ഒന്നാമത്തെ ആൾ NaCl ആണ്. അപ്പൊ λ0m ഓഫ് NaCl മൈനസ് ചെയ്യും. സ്വാഭാവികമായിട്ടും Hനെ എടുക്കും, Hും ACയും കൂടെ ആഡ് ചെയ്ത് HAC ആവും. NaCl മൈനസ് ചെയ്യും NaCl, അപ്പൊ 0 ആവും. സോ HACന്റെ വാല്യൂ കിട്ടും. സോ λ0m ഓഫ് HAC ചെയ്യാൻ ഇങ്ങനെ എടുത്താൽ മതി. വിച്ച് മീൻസ് HClന്റെ വാല്യൂ 425.9 ആഡ് ചെയ്യാം. ഏതിലേക്ക്? NaCന്റെ വാല്യൂ ആയ 91ലേക്ക് മൈനസ്, എന്നിട്ട് NaClന്റെ വാല്യൂ ആയ 126.4 മൈനസ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് 390.5. യൂണിറ്റ് മറക്കണ്ട, സിമൻസ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്.
റെഡി മക്കളെ, സെറ്റാണോ മക്കളെ? ന്യൂമറിക്കൽസ് സെറ്റാണോ? ഫാരഡേയുടെ ലോസ് എന്താണെന്നുള്ളത് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് പോയിക്കോണം കേട്ടോ. ഫാരഡേയുടെ ഫസ്റ്റ് ലോ എന്താ, ഫാരഡേയുടെ സെക്കൻഡ് ലോ എന്താ? ഫാരഡേയുടെ ഫസ്റ്റ് ലോന്റെ ഇക്വേഷൻ അറിയാലോ, M പ്രൊപ്പോർഷണൽ ടു Q. ഇന്നലെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചെന്നിരുന്നു ഇത്. ഫാരഡേയുടെ സെക്കൻഡ് ലോയുടെ ഇക്വേഷൻ എന്താ വരുന്നത്? MA/MB = ZA/ZB. ഇത് വെച്ചിട്ട് നമുക്ക് ആ ലോ പറയാവുന്നതേ ഉള്ളൂ. സോ ഫാരഡേയുടെ ഫസ്റ്റ് ലോ, ഫാരഡേയുടെ സെക്കൻഡ് ലോ സ്റ്റേറ്റ്മെന്റുകൾ ഇതാ ഇവിടെയുണ്ട്. ഫാരഡേയുടെ ലോകൾ മറക്കാതെ പഠിച്ചു പോയിക്കോളാം കേട്ടോ. റെഡി? എന്തായാലും ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ പറയാത്തത്. യെസ്, ഒരു ന്യൂമറിക്കൽ ഇതാ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു. എ സൊല്യൂഷൻ ഓഫ് CuSO4. ഒരു CuSO4ന്റെ സൊല്യൂഷൻ, അതിലൂടെ കറന്റ് പാസ് ചെയ്തു ഫോർ 20 മിനിറ്റ്സ്, 20 മിനിറ്റോളം. അപ്പൊ ടൈം 20 മിനിറ്റ് ആണ്. 20 മിനിറ്റോളം ഒരു കറന്റ് പാസ് ചെയ്തു. അപ്പൊ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്? 20 × 60 സെക്കൻഡ്. ഓക്കെ. വിത്ത് എ കറന്റ് ഓഫ് 1.5 ആംപിയർ, 1.5 ആംപിയർ കറന്റ് ആണ് പാസ് ചെയ്തത്. സോ 1.5 ആംപിയർ കറന്റ് പാസ് ചെയ്തു. വാട്ട് ഈസ് ദി മാസ് ഓഫ് കോപ്പർ? അങ്ങനെയാണെങ്കിൽ കോപ്പറിന്റെ മാസ് എന്താണ്? M ആണ് ചോദ്യം. അറ്റ് കാഥോഡ്, കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കോപ്പറിന്റെ മോളാർ മാസ് തന്നിട്ടുണ്ട്. മോളാർ മാസ് ഓഫ് കോപ്പർ 63 തന്നിട്ടുണ്ട്. നമുക്ക് ഫാരഡേയുടെ ഫസ്റ്റ് ലോ എന്താണ്? ഫാരഡേ MIT കയറി. ഫാരഡേ = MIT/NF. സോ ഫാരഡേയുടെ ലോ MIT/NF ആണ്. ഫാരഡേ MIT/M കയറി. എമ്മിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 63, ഐന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.5, ടൈം തന്നിട്ടുണ്ട് 1200 സെക്കൻഡ്. ഡിവൈഡ് ബൈ എന്നിന്റെ വാല്യൂ കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റിൽ Cuന്റെ ചാർജ് 2+ഉം SO4ന്റെ ചാർജ് 2-ഉം. 2 ഇലക്ട്രോൺ കൊടുത്തു, 2 ഇലക്ട്രോൺ വാങ്ങി 2 into Faraday's constant 96500. Simply, humbly, you will get the answer as 0.5875 gram. gram, കാരണം മാസ് ആണ് ചോദിച്ചത്. എന്തൊരു എളുപ്പം. കിട്ടുന്നുണ്ടോ മക്കളെ? കിട്ടുന്നുണ്ടോ മക്കളെ? അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടോ? സെറ്റാണോ? സെറ്റാണോ? Then next question ലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, predict the products of electrolysis of the following substances at anode and cathode using suitable chemical equation. ആനോഡിലും കാഥോഡിലും ഇലക്ട്രോലിസിസ് നടത്തിയാൽ എന്ത് വരും? ഇത് ഞാൻ ഇന്നലെ ഒറ്റയടിക്ക് പറഞ്ഞു തന്നു. ശരിക്കും ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ വെരി സിമ്പിൾ. അക്വസ് NaCl എന്ന് പറയുമ്പോൾ, അക്വസ് എന്ന് പറയുമ്പോൾ H2O ഉണ്ട്, NaCl എന്ന് പറയുമ്പോൾ NaCl ഉണ്ട്. സോ സിംപ്ലി നമുക്കറിയാം, കാഥോഡിലേക്ക് പോകുന്നത് ഹൈഡ്രജൻ ആണ്, സോഡിയം അല്ല. ആനോഡിലേക്ക് പോകുന്നത് ക്ലോറിൻ ആണ്, ഓക്സിജൻ അല്ല. ഇത് നമുക്ക് അറിയുന്നതാണ്. സോ കാഥോഡിലേക്ക് പോകുന്നത് ഹൈഡ്രജൻ അല്ലേ? അതെങ്ങനെയാ കാണിക്കാൻ ചോദിച്ചാൽ വെരി സിമ്പിൾ. ഹൈഡ്രജൻ ആണ് പോകുന്നത് കാണിക്കാൻ വേണ്ടി കാഥോഡിലേക്ക് പോകുന്നത് H2 ആണ്. അപ്പൊ H2 എന്ന് എഴുതുക, 2 പ്രാവശ്യം എഴുതുക, 2H2. 2H2 അപ്പുറത്തെത്തുമ്പോൾ എന്താവണം? H2 ആവണം. കാരണം കാഥോഡിൽ എത്തുന്നത് H2 ആണ്. കാഥോഡിൽ എത്തുന്നത് H2 ആണ്. സോ ഞാൻ ഇനി ഒന്ന് എഴുതി നോക്കുകയാണ്. 2H2O എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാണെങ്കിൽ, മനസ്സിലാക്കി പഠിപ്പിച്ചു തരാണെങ്കിൽ, H2O എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. H2O എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മക്കളെ. 2H2O എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആ 2H2Oയിൽ ഒരച്ച് വെടുന്നും ഒരച്ച് വെടുന്നും വന്നു. അപ്പൊ H2 വന്നു. ബാക്കി ആരാ അവിടെ? ബാക്കി ഇവിടെ OH ഉണ്ട്, ഇവിടെ OH ഉണ്ട്. അപ്പൊ എത്ര OH? 2 OH. സോ 2OH മൈനസ്. വെരി സിംപിളി എഴുതിക്കണം നോക്കിക്കേ. സ്വാഭാവികമായിട്ടും ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുക ചെയ്യുന്നത്. സോ 2 ഇലക്ട്രോണിനെ ഇവർ സ്വീകരിക്കുന്നു. സോ 2H2O എന്ന് പറയുന്നത് 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. കാഥോഡല്ലേ, 2 ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് ഇങ്ങനെയാവുന്നു. സോ കാഥോഡിലേക്ക് H2 വരുന്നു. സോ കാഥോഡിന്റെ റിയാക്ഷൻ എഴുതാൻ ചോദിച്ചാൽ അങ്ങനെ എഴുതിയാൽ മതി. സിംപിളി H2 ആണ് വരുന്നെങ്കിൽ 2H2 എന്ന് എഴുതുക. ദെൻ ക്ലോറിന്റെ റിയാക്ഷൻ എഴുതാൻ ഈസിയാണ്. ക്ലോറിൻ എന്ന് പറയുന്ന ആൾ NaCl പൊട്ടിയാൽ Cl മൈനസ് ആവും. Cl മൈനസ് അപ്പുറത്തെത്തുമ്പോൾ എന്താവും? Cl2 ആവും. പ്ലസ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. സോ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ ഇവിടെ 2 കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ½ Cl2 കൊടുക്കുക. ഇതാണ് ആനോഡത്തെ റിയാക്ഷൻ. ഇത് ആനോഡത്തെ റിയാക്ഷനും ഇത് കാഥോഡത്തെ റിയാക്ഷനും. ഇത് ആനോഡത്തെ റിയാക്ഷനും ഇത് കാഥോഡത്തെ റിയാക്ഷനും. റെഡി. Predict the products of electrolysis of the following substance എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. റെഡി മക്കളെ? ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു പോകുന്നു. ബാറ്ററീസിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് അറിയാമല്ലോ. വാട്ട് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽ? പ്രൈമറി ബാറ്ററി നോട്ട് റീചാർജബിൾ, സെക്കൻഡറി ബാറ്ററി റീചാർജബിൾ.
Primary battery not reversible, secondary battery irreversible. Sorry, not reversible, secondary battery reversible. Primary battery example dry cell, mercury cell. Secondary battery example lead storage battery അതുപോലെ തന്നെ നിക്കൽ കാഡ്മിയം ബാറ്ററി. ഇത്രയുമാണ് ഇതിന്റെ ഡിഫറൻസുകൾ. റെഡി? ഡ്രൈ സെല്ലിന്റെ മറ്റൊരു പേരാണ് ലെക്ലാൻഷ്യസ് സെൽ. ദെൻ ചോദ്യം ഇവിടെ നോക്കിക്കേ, വാട്ട് ഈസ് കൊറോഷൻ? എന്താണ് കൊറോഷൻ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇലക്ട്രോകെമിക്കൽ പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ ദി റസ്റ്റിംഗ് ഓഫ് അയൺ. ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ നടക്കുന്ന റിയാക്ഷൻസ് എഴുതുക. എന്താണ് കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെറ്റലിന്റെ സർഫസിൽ റിയാക്ഷൻ നടക്കുക. എയറോ ഓക്സിജനോ വാട്ടറോ വന്നിട്ട് ഒരു മെറ്റലിന്റെ സർഫസിൽ റിയാക്ഷൻ നടന്നിട്ട് ആ ലോഹം നശിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കൊറോഷൻ. റസ്റ്റിംഗ് ഓഫ് അയണിന്റെ പ്രോസസ്സ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? വെരി സിമ്പിൾ. റസ്റ്റിംഗ് ഓഫ് അയണിന്റെ പ്രോസസ്സ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ പറയാ, ഇരുമ്പ് എന്ന് പറഞ്ഞാൽ 2 Fe ഉണ്ടായിരുന്നു പണ്ട്. ആ 2 Fe 2 Fe2+ ആയി. ടോട്ടൽ എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട്? 1 Fe2+ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പോൾ 2 Fe2+ 4 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. നിങ്ങളുടെ ഇരുമ്പിന്റെ ഒരു ഭാഗം ആനോഡായിട്ട് മാറും, എന്നിട്ട് അവിടെ ഈ റിയാക്ഷൻ നടക്കും. അപ്പോൾ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ, ആ വിട്ടുകൊടുത്ത 4 ഇലക്ട്രോണിലെ അത് ഈ ഭാഗത്തേക്ക് വരും. എന്നിട്ട് അത് 4+ വാങ്ങും, 4H+ വാങ്ങും, 4- 4+ വാങ്ങും. ആരുടെ കൂടെ റിയാക്ട് ചെയ്തുകൊണ്ട്? ഓക്സിജന്റെ കൂടെ റിയാക്ട് ചെയ്തുകൊണ്ട്. സ്വാഭാവികമായിട്ടും ഹൈഡ്രജനും ഓക്സിജൻ ചേർന്ന് H2 ഉണ്ടാവും, 2H2 ഉണ്ടാവും. ഇതാണ് റസ്റ്റിംഗ് ഓഫ് അയണിൽ നടക്കുന്ന ആനോഡ് കാഥോഡ് റിയാക്ഷൻസ്. ഇതാണ് റസ്റ്റിംഗ് ഓഫ് അയണിൽ നടക്കുന്ന ആനോഡ് കാഥോഡ് റിയാക്ഷൻസ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്. ഇനി എന്താ സംഭവിക്കുക? വെരി സിമ്പിൾ. Fe2+ ആയിരുന്ന, അഥവാ Fe2+ എന്ന് പറഞ്ഞാൽ FeO എന്ന് പറയുന്ന ആളാണ്. Fe2+ ആയിരുന്ന ആൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് Fe3+ ആവും. അഥവാ Fe3+ എന്ന് പറഞ്ഞാൽ Fe2O3 ആവും. അഥവാ Fe2+ പിന്നെയും ഓക്സിഡേഷൻ നടന്ന Fe3+ ആവും. ആ Fe3+ പിന്നെ വാട്ടറിന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് Fe2O3.XH2 എന്നാവും. ഇതിനെയാണ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് അഥവാ റസ്റ്റ് എന്ന് വിളിക്കുക. സോ മറക്കരുത്, നാളത്തെ എക്സാമിന് ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് ഇൻ റസ്റ്റിംഗ് ഓഫ് അയൺ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. റസ്റ്റ് ആവുന്ന റിയാക്ഷൻ, ഇരുമ്പ് തുരുമ്പിക്കുന്ന റിയാക്ഷൻ. മക്കളെ സെറ്റ് അല്ലേ? എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. കുറേ ആളുകളുടെ വാല്യൂ ഇവിടെ തന്നിട്ട്, സിങ്കിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, കോപ്പറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, സിൽവറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഹൈഡ്രജന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ക്യാൻ CuSO4 സൊല്യൂഷൻ ബി കെപ്റ്റ് ഇൻ സിൽവർ വെസൽ? അത് നോക്കാൻ വാല്യൂവിൻ്റെ ആവശ്യമില്ല. നമ്മളെ PSC മാസിൻ ടിന്നിൽ ലഡു തിന്ന് ആലോചിച്ചാൽ മതി. ഹയ്യോ സൂപ്പർ മെസ്സി ഗോളടിച്ചു. ഈ ഹയ്യോ സൂപ്പർ മെസ്സി ഗോളടിച്ചു കോപ്പർ സൾഫേറ്റ്, കോപ്പർ പിന്നെ സിൽവർ വെസലിലാണ്. അപ്പൊ കോപ്പർ സൾഫേറ്റ് സിൽവർ വെസൽ, സിൽവറിന്റെ പാത്രം. ആരാണ് മുകളിൽ? ആ റിയാക്ടിവിറ്റി സീരീസ് പ്രകാരം കോപ്പർ അല്ലേ മുകളിൽ? സോ മുകളിലുള്ള കോപ്പറിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ, അഥവാ ഓക്സിഡേഷൻ നടക്കുക. സിൽവറിന് ഓക്സിഡേഷൻ നടക്കൂല, റിയാക്ടിവിറ്റി കുറവാണ്. സോ സുഖമായിട്ട് സിൽവർ പാത്രത്തിലാണ് സൂക്ഷിച്ചത് നേരിച്ച് റിയാക്ഷൻ നടക്കൂല, റിയാക്ടിവിറ്റി കുറവാണ്. സിൽവർ താഴെയാണ് കിടക്കുന്നത്, നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിൽ താഴെയാണ് കിടക്കുന്നത്, അഥവാ റിയാക്ടിവിറ്റി കുറവാണ്. അപ്പൊ സിൽവർ റിയാക്ഷന് പോകൂല. സോ സുഖമായിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാം, ഒരു പ്രശ്നവും ഇല്ല. രണ്ടാമത്തത്, സിങ്ക് ഓർ കോപ്പർ വിച്ച് ക്യാൻ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ഡൈല്യൂട്ട് H2SO4. ഡൈല്യൂട്ട് H2SO4 ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കോപ്പറിനാണോ സിങ്കിനാണോ പറ്റുക? വീണ്ടും നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് ആലോചിച്ചാൽ മതി. സിങ്ക് ആണോ കോപ്പർ ആണോ? ഹൈഡ്രജന്റെ താഴെയാണ് കോപ്പർ, ഹൈഡ്രജന്റെ മുകളിലാണ് സിങ്ക് വരുന്നത്. സോ ഹൈഡ്രജന്റെ മുകളിലുള്ള സിങ്കിന് റിയാക്ടിവിറ്റി കൂടും, ഹൈഡ്രജന്റെ താഴെയുള്ള കോപ്പറിന് റിയാക്ടിവിറ്റി കുറയും. സോ സിങ്കിന് റിയാക്ടിവിറ്റി കൂടും, ഇയാൾക്ക് റിയാക്ടിവിറ്റി കുറയും, കോപ്പറിന് റിയാക്ടിവിറ്റി കുറയും. സിങ്കിന് റിയാക്ടിവിറ്റി കൂടും, കോപ്പറിന് റിയാക്ടിവിറ്റി കുറയും. സോ സിങ്ക് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ ആരാണ് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുക? സിങ്ക്. ഈ വാല്യൂ ഇല്ലാണ്ട് സിംപ്ലി എങ്ങനെ എഴുതണം എന്നാ പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, what is the reaction taking place at She when it is connected with silver? സിൽവറും ഷീയും കൂടെ കണക്ട് ചെയ്താൽ ഷീയിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? വെരി സിമ്പിൾ. ഷീയും സിൽവറും എന്ന് പറഞ്ഞാൽ, ഷീ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ആണോ സിൽവർ ആണോ മുകളിൽ? ഹൈഡ്രജൻ ആണ്. സിൽവർ പിന്നെയും താഴെയാണ് വരുന്നത് അല്ലേ? സിൽവർ പിന്നെയും താഴെയാണ് വരുന്നത്. സോ ഹൈഡ്രജൻ ആണ് മുകളിൽ. സോ ഹൈഡ്രജന് ഓക്സിഡേഷൻ നടക്കും. ഹൈഡ്രജൻ ഓക്സിഡേഷൻ നടക്കുന്ന ഷീയാണ് അവിടുത്തെ ആനോഡ്.
ഇയാളാണ് ഇവിടുത്തെ കാഥോഡ്. ഷീയും സിൽവറും കൂടെ ചേർത്തൊരു സെല്ലുണ്ടാക്കിയാൽ ഷീക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ, അയാളാണ് ആനോഡ്. ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഐഡിയ മൊത്തം. സിൽവർ ആണ് കാഥോഡ്. അപ്പൊ ഷീയിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ? വെരി സിമ്പിൾ. ഷീയിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ അല്ലേ നടക്കേണ്ടത്, ചാർജ് കൂടണ്ടേ. സോ H2 gives H++ ഇലക്ട്രോൺ. ഇതാണ് ഷീയിൽ നടക്കുന്ന റിയാക്ഷൻ. H2 എന്ന് പറയുന്ന ആൾ H+ ആയിട്ട് മാറും. ഓക്സിഡേഷൻ നടക്കും. Is it clear? Find the value of Kc in the Daniel cell at 298 Kelvin. Daniel cell Kc ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വെരി സിമ്പിൾ. ഡാനിയൽ സെൽ ആകുമ്പോൾ Kc എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വെരി സിമ്പിൾ. E0 cell is equal to 0.059 divided by ഡാനിയൽ സെല്ലിന്റെ N2 log Kc. ഇനി ഡാനിയൽ സെല്ലിന്റെ E0 വാല്യൂ ക്വസ്റ്റ്യനിൽ തരും 1.1 വോൾട്ട് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വരും? log Kc ഈക്വൽ ടു ഈ 2 ഇൻറ്റു 1.1 വരും. അപ്പോൾ 1.1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 0.059. അത് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് Kc കിട്ടും. അപ്പോൾ Kc എങ്ങനെ കാണും? Kc എന്ന് പറഞ്ഞാൽ ആൻറ്റി ലോഗ് ആ വാല്യൂ. ആൻറ്റി ലോഗ് എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ എഴുതുക. കാൽക്കുലേറ്ററിൽ ആൻറ്റി ലോഗ് അടിക്കാൻ എന്ത് ചെയ്താൽ മതി? 10 എന്ന് അടിച്ചിട്ട് 10 റൈസ് കണ്ടാൽ മതി. 10ന്റെ പവർ ആയിട്ട് ഇവിടെ കിട്ടുന്ന വാല്യൂ 10ന്റെ പവർ ആയിട്ട് ഇട്ടാൽ മതി. ഇവിടെ കിട്ടുന്ന വാല്യൂ ആൻറ്റി ലോഗിന് വരും 10ന്റെ പവർ ആയിട്ട് ഈ വാല്യൂ കൊടുക്കുക. 10ന്റെ പവർ ആയിട്ട് ഈ വാല്യൂ കൊടുത്താൽ യു വിൽ ഗെറ്റ് Kc. അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ നിന്ന് Kc കണ്ടുപിടിക്കുക. മക്കളെ നൈസ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. An electrochemical cell can behave like an electrolytic cell when ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിന് ഇലക്ട്രോലിറ്റിക് സെല്ലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. എപ്പം? നിങ്ങളുടെ കയ്യിൽ ഒരു ഇലക്ട്രോകെമിക്കൽ സെൽ ഉണ്ട്. അത് എപ്പോഴാണ് ഇലക്ട്രോലിറ്റിക് സെല്ലാവുക? ഇലക്ട്രോലിറ്റിക് സെല്ല് പറഞ്ഞാൽ കറണ്ട് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ പുറത്തുനിന്ന് കൊടുക്കുന്ന വോൾട്ടേജ് കൂടണം. പുറത്തുനിന്ന് കൊടുക്കുന്ന വോൾട്ടേജ് പറഞ്ഞാൽ ഈ എക്സ്റ്റേണൽ വോൾട്ടേജ് കൂടണം. ഓപ്ഷൻ സി. പുറത്തുനിന്ന് കൊടുക്കുന്ന വോൾട്ടേജ് നിങ്ങളുടെ സെല്ലിന്റെ വോൾട്ടേജിനേക്കാൾ കൂടിയാൽ അവിടെ എന്ത് നടക്കും? ഇലക്ട്രോലിറ്റിക് സെൽ ആവും. നിങ്ങളുടെ ഗാൽവാനിക് സെൽ എന്തായിട്ട് മാറും? നിങ്ങളുടെ ഇലക്ട്രോകെമിക്കൽ സെൽ എന്തായിട്ട് മാറും? ഇലക്ട്രോലിറ്റിക് സെൽ. പുറത്തുനിന്ന് കൊടുക്കുന്ന വോൾട്ടേജ് കൂടിയാൽ മതി. യെസ്, വെരി ഗുഡ്. ആൻസർ അവിടെ വരുന്നുണ്ട്. സൂപ്പർ. അടിപൊളി. സെറ്റ്. നെക്സ്റ്റ് മക്കളെ, എന്താണ് ഷീ എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് നാളെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഷീയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. ഷീ എന്താണ്? ഷീ ഒരു പ്ലാറ്റിനം വയറിലേക്ക് ഹൈഡ്രജൻ ഗ്യാസ് കടത്തി വിടുന്നു. 1 മോളാർ H+ സൊല്യൂഷനിലാണെന്നൊക്കെ പറഞ്ഞ് ചിത്രമൊക്കെ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ മക്കളെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. The standard electrode potential for SN4+ bar SN2+ is 0.15 volt and Cr3+ bar Cr couple is -0.74 volt. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് വെച്ച് കണ്ടുപിടിക്കാനില്ല. കാരണം റിയാക്ടിവിറ്റി സീരീസിൽ ഇല്ലാത്ത, നമ്മൾ പഠിക്കാത്ത രണ്ടാൾക്കാർ. അപ്പം എങ്ങനെ ചെയ്യും? ജസ്റ്റ് വാല്യൂ നോക്കുക. ട്രിക്കാണ് കേട്ടോ പറഞ്ഞിരുന്നത്. വാല്യൂ കൂടുതൽ കിട്ടിയാൽ, വാല്യൂ കൂടുതലാണെങ്കിൽ റിഡക്ഷൻ കൂടുതലാണെന്ന് അർത്ഥം. വാല്യൂ കൂടുതലാന്ന് പറഞ്ഞാൽ അയാൾക്ക് റിഡക്ഷൻ ആണ് നടക്കുക. വാല്യൂ കൂടുതലാന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ആണ് നടക്കുക. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന വാല്യൂ മൊത്തം റിഡക്ഷന്റെ വാല്യൂ ആണ്. റിഡക്ഷൻ നടന്നപ്പോഴുള്ള വാല്യൂ ആണ്. അപ്പോൾ റിഡക്ഷൻ നടക്കുമ്പോഴുള്ള വാല്യൂ കൂടുതലാണെങ്കിൽ റിഡക്ഷൻ ആണ് നടക്കുക. അപ്പോൾ ടിന്നിന്റെ വാല്യൂ ഇത്രയും തന്നിട്ടുണ്ട്, Crന്റെ വാല്യൂ മൈനസും തന്നിട്ടുണ്ട്. സോ ടിന്നിന്റെ വാല്യൂ SNന്റെ വാല്യൂ ആണ് കൂടുതൽ. സോ SNനാണ് റിഡക്ഷൻ. SNന് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അയാളാണ് കാഥോഡ്. സ്വാഭാവികമായിട്ട് റിഡക്ഷൻ വാല്യൂ കുറവുള്ള Cr ഇവിടെ എന്താണ്? ഓക്സിഡേഷൻ. അയാളാണ് ഇവിടെ ആനോഡ്. സോ നിങ്ങളോട് എന്താ കാണാൻ ചോദിച്ചത്? ദ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ E0 സെല്ലാണ് കാണാൻ ചോദിച്ചത്. E0 സെല്ല് കാണാൻ E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ചെയ്താൽ മതി. കാഥോഡ് ആരാണ്? കാഥോഡ് ടിന്നാണ്. ടിന്നിന്റെ വാല്യൂ എത്രയാണ്? 0.15 വോൾട്ട് ആണ്. സോ 0.15 മൈനസ് E0 ആനോഡ്. ആനോഡ് ആരാണ്? Cr ആണ്. Crന്റെ വാല്യൂ -0.74 വോൾട്ട്. ഓൾറെഡി മൈനസ് ഉണ്ട്, അടുത്ത -0.74 വോൾട്ട്. So 0.15 plus 0.74. You will get the answer as 0.89 volt. Option B is the right answer. 0.89 volt. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ. എങ്ങനെയാ ചെയ്തത്? വാല്യൂ വെച്ചിട്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് റിയാക്ടിവിറ്റി സീരീസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല, അറിയൂലെങ്കിൽ വാല്യൂ വെച്ചിട്ടാണ് കണ്ടുപിടിക്കണമെങ്കിൽ, വാല്യൂ കൂടുതലുള്ള റിഡക്ഷൻ, വാല്യൂ കുറവുള്ള ഓക്സിഡേഷൻ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. റെഡി മക്കളെ? ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് EMF ഓഫ് ദി സെൽ
in which the following reaction takes place. താഴെ ഒരു സെല്ല് തന്നിട്ടുണ്ട്, അതിൽ ഈ റിയാക്ഷൻ നടക്കുന്നുണ്ട് എങ്കിൽ ചോദ്യം ഇതാണ്, എന്താണ് ഇതിൻ്റെ കാൽക്കുലേറ്റ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഈ സെൽ, ഇതിൻ്റെ ഈ സെല്ല് കണ്ടുപിടിക്കണം. E0 സെല്ല് തന്നിട്ടുണ്ട്. എന്താ മക്കളെ ഈ സെല്ല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഈ സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ഡിവൈഡ് ബൈ n log QC അല്ലേ? സിമ്പിൾ ഹമ്പിൾ. നോക്കടാ, E0 സെൽ എത്രയാ? 1.05 മൈനസ് 0.059 ഡിവൈഡ് ബൈ എന്നിൻ്റെ വാല്യൂ എത്രയാ? എന്നിൻ്റെ വാല്യൂ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്ത ഇലക്ട്രോണിൻ്റെ എണ്ണം. എന്നിൻ്റെ ചാർജ് 2+ ആണ്, AG 2 ഉണ്ട്, അപ്പോൾ 2+ ആണ്, അപ്പോൾ 2 ലോഗ് QC എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ റിയാക്ടന്റ്. പ്രൊഡക്റ്റിലുള്ള നിക്കലാണുള്ളത്, അപ്പോൾ പ്രൊഡക്റ്റിലുള്ള നിക്കൽ Ni2+ ഡിവൈഡഡ് ബൈ, അപ്പോൾ Ni2+, പ്രൊഡക്റ്റിലുള്ള Ni2+ ഡിവൈഡഡ് ബൈ റിയാക്ടന്റിലുള്ള AG+. റിയാക്ടന്റിലുള്ള AG+ 2 ഉണ്ട്, അപ്പോൾ AG+ raised to 2. So the answer become 1.05 minus 0.059 divided by 2 log Ni2+ന്റെ വാല്യൂ എത്രയാ? 0.160, അത് ക്വസ്റ്റ്യനിൽ ഉണ്ട്, ഡിവൈഡഡ് ബൈ AG+ന്റെ വാല്യൂ എത്രയാ? 0.002 raised to 2, പവർ ടേം ഉണ്ട്. ഇത് ബ്രാക്കറ്റിലിട്ട് നിങ്ങൾക്ക് ചെയ്താൽ ഈ സെല്ല് നിങ്ങൾക്ക് കിട്ടും. സെറ്റ് എങ്ങനെ ചെയ്തു തരേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ, എങ്ങനെയാണ് ചെയ്തു തരേണ്ടതെന്നാണ് പറയുന്നത്. സെൽ റെപ്രസെൻറ്റേഷൻ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സെൽ റെപ്രസെൻറ്റേഷൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, അത് മതിയാവില്ലേ അതിന്? എടാ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. The limiting molar conductivity of an electrolyte is obtained by adding the limiting molar conductivities of cation and anion of the electrolyte. Name the above law. Colrash's law. What is meant by limiting molar conductivity? Repeated question. Explain how conductivity measurement help to determine ionization constant of weak electrolyte like acetic acid. എങ്ങനെയാണ് നിങ്ങൾ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചാൽ, ചോദ്യം ഇതാണ്, എങ്ങനെയാണ് നിങ്ങൾ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചാൽ അയോണൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ സഹായിക്കുക, അഥവാ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് KC കണ്ടുപിടിക്കാൻ സഹായിക്കുക? വെരി സിമ്പിൾ. KC കണ്ടുപിടിക്കാൻ നിങ്ങളുടെ ഇക്വേഷൻ C⁴/1 - ആണ്. അപ്പൊ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചാൽ എങ്ങനെയാ അത് കിട്ടുക എന്ന് ചോദിച്ചാൽ, കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചാൽ കാപ്പ കണ്ടുപിടിച്ചാൽ ആ കാപ്പ ഉപയോഗിച്ചിട്ട് യു വിൽ ഗെറ്റ് മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൽഫ കിട്ടും. എങ്ങനെ? മോളാർ കണ്ടക്ടിവിറ്റിയും λ0m ചെയ്താൽ ആ ആൽഫ ഉപയോഗിച്ചിട്ട് യു വിൽ ഗെറ്റ് KC. സോ കണ്ടക്ടിവിറ്റി വാല്യൂ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മോളാർ കണ്ടക്ടിവിറ്റി വാല്യൂ കണ്ടുപിടിക്കാം. മോളാർ കണ്ടക്ടിവിറ്റി വാല്യൂയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വാല്യൂ ഉപയോഗിച്ചിട്ട് ആൽഫ കണ്ടുപിടിക്കാം. ആൽഫ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അയോണൈസേഷൻ കോൺസ്റ്റന്റ് അഥവാ KC കണ്ടുപിടിക്കാം. റെഡി? എക്സ്പ്ലെയിൻ ചേഞ്ച് ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു വിത്ത് ഡൈല്യൂഷൻ. നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റി മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യും? അപ്പോൾ ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച്, നിങ്ങൾ വെള്ളം ചേർക്കുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റി കുറയും. കണ്ടക്ടിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ മോളാർ കണ്ടക്ടിവിറ്റി കൂടും. കാരണം വെള്ളം ചേർക്കുമ്പോൾ വോളിയം കൂടും, വോളിയം കൂടുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി കൂടും. വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് മോളാർ കണ്ടക്ടിവിറ്റി. ഈസ് ഇറ്റ് ക്ലിയർ മക്കളെ? ഈസ് ഇറ്റ് ക്ലിയർ മക്കളെ? കൊൾറാഷസ് ലോ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ KC അപ്ലൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ, ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് 0.025 മോൾ ലിറ്റർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് കോൺസെൻട്രേഷൻ ആണ്, ഇത് C ആണ്. മോൾ ലിറ്റർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ മൊളാരിറ്റിന്റെ യൂണിറ്റ് ആണ്. മെഥനോയിക് ആസിഡ് ഈസ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് മെഥനോയിക് ആസിഡ് ഈസ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് വാല്യൂ. അപ്പൊ ഇതാണ് ഇതിന്റെ λm. ആൻഡ് കാൽക്കുലേറ്റ് ഇസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പൊ ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് KC ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ K ആണ് കണ്ടുപിടിക്കേണ്ടത്. λ0m ഓരോരുത്തർക്ക് തന്നിട്ടുണ്ട്. λ0m ഓഫ് H+ തന്നിട്ടുണ്ട്, ഇത്രയാണ്. λ0m ഓഫ് HCO- തന്നിട്ടുണ്ട്, ഇത്രയാണ്. സോ വെരി സിമ്പിൾ. ആൽഫ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? λm/λ0m. ആൽഫ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ λm ഡിവൈഡ് ബൈ λ0m. λm ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 46.1 ഡിവൈഡഡ് ബൈ λ0m ഓരോരുത്തർക്ക് തന്നിട്ടുണ്ട്. കൊൾറാഷസ് ലോ പ്രകാരം ടോട്ടൽ കൂട്ടിയാൽ മതി. H+ന്റെ വാല്യൂവും HCOO- വാല്യൂവും തന്നിട്ടുണ്ട്. മെഥനോയിക് ആസിഡ് പറഞ്ഞാൽ HCOOH അല്ലേ, അതിൽ HCO- വാല്യൂവും HC+ന്റെ വാല്യൂവും തന്നിട്ടുണ്ട്.
അത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. അഥവാ 349.6 54.6 കൂടെ കൂട്ടിയാൽ മതി. സോ 349.6 പ്ലസ് 54.6 ചെയ്താൽ യു വിൽ ഗെറ്റ് ആൽഫ. ആ ആൽഫ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കെ കണ്ടുപിടിക്കാം. എങ്ങനെ? കെ എന്ന് പറഞ്ഞാൽ സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫയാണ്. സിയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൽഫയുടെ വാല്യൂ ഇവിടുന്ന് കിട്ടും. ആൽഫക്കും കേക്കും യൂണിറ്റ് ഇല്ല. റെഡി 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 സാറേ. പ്രഡിക്ഷൻ ഇതൊക്കെ പ്രഡിക്ഷനാ. നാളെ വരാൻ ചാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തുകൊണ്ടുവന്നത്. റെഡി മകളെ? Is it clear? Is it clear? Is it clear? Faraday's lawയിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ നെട്ടണ്ട. എന്താണ് ചോദ്യം? How much electricity is in terms of Faraday is required to produce 20 gram calcium from calcium chloride? 20 gram കാൽഷ്യം ക്ലോറൈഡിന് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ഇലക്ട്രിസിറ്റി വേണം? വെരി സിമ്പിൾ. നിങ്ങൾ ആലോചിക്കേണ്ടത് കാൽഷ്യത്തിന്റെ ചാർജ് 2+ ആണ്. സോ 1 മോൾ കാൽഷ്യം 2+ന് 1 മോൾ കാൽഷ്യം 2+ന് 1 മോൾ കാൽഷ്യം 2+ന് 2 മോൾ ഇലക്ട്രോൺ വേണം. അതെവിടുന്നാ മനസ്സിലായത്? ചാർജ്, കാൽഷ്യത്തിന്റെ ചാർജ് 2+. അപ്പോൾ 1 മോൾ കാൽഷ്യം 2+ന് 2 മോൾ ഇലക്ട്രോൺ വേണം, വിച്ച് മീൻസ് 2 ഫാരഡേ വേണം. 1 മോൾ കാൽഷ്യം എന്ന് പറഞ്ഞാൽ 40 ഗ്രാമാണ്. സോ 40 ഗ്രാമിന് ഇതെല്ലാം വേണം. അപ്പോൾ 40 ഗ്രാമിന് 2 ഫാരഡേ വേണം. ചോദ്യം എന്താണ്? 20 ഗ്രാമിന് എത്ര വേണം? 20 ഗ്രാമിന് അതിന്റെ പകുതി മതി, 1 ഫാരഡേ. 1 ഫാരഡേ. ഇതേപോലെ നിങ്ങൾക്ക് അലൂമിനിയത്തിന്റെ ചെയ്യാം. 40 ഗ്രാം അലൂമിനിയം ഫ്രം അലൂമിനിയം ഓക്സൈഡ്. സോ നോക്കിക്കേ, അലൂമിനിയത്തിന്റെ ചാർജ് 3+. സോ 1 മോൾ അലൂമിനിയം 3+ന് 1 മോൾ അലൂമിനിയം 3+ന് 3+ അല്ലേ? അപ്പൊ 3 മോൾ ഇലക്ട്രോൺ അഥവാ 3 ഫാരഡേ. അലൂമിനിയത്തിന്റെ ചാർജ് 27 ഗ്രാം, അത് ക്വസ്റ്റ്യനിൽ തരും. സോ 27 ഗ്രാമിന് 3 ഫാരഡേ. അങ്ങനെയാണെങ്കിൽ 40 ഗ്രാമിന് എത്ര ഫാരഡേ? സോ ഇവിടെ ചെയ്യുമ്പം ഇവിടെ നിങ്ങൾ 20 ഗ്രാമിന് 1 ഫാരഡേ എന്നല്ല എഴുതി. അപ്പോൾ 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 96500 കൂളം. 96500 കൂളം പെർ മോൾ. ഇത്രയും ഇലക്ട്രിസിറ്റി വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 40 ഗ്രാമിന് എത്ര ഫാരഡേ? വെരി സിമ്പിൾ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 40 × 3 ഡിവൈഡഡ് ബൈ 27 വിച്ച് ഇസ് ഈക്വൽ ടു 40/9. അത്രയും ഫാരഡേ കിട്ടും. 40/9 ഫാരഡേ അഥവാ ഏകദേശം 4.4 ഫാരഡേ, വിച്ച് മീൻസ് 4.4 × 96500 കൂളം. നോക്കണേ ഇലക്ട്രോ കെമിസ്ട്രി ആയതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. സോ മെർക്കുറി സെല്ലിന്റെ വോൾട്ടേജ് നിയർലി എത്രയാണ്? 1.35 വോൾട്ട് ആണ്. അതും നിങ്ങൾക്ക് അറിയാലോ. റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഞാൻ തരുന്നില്ല. Lead storage cell is the commonly used secondary cells in automobiles. What is a secondary cell? Recharging cell ആണ്. What are the anode and cathode of the cell? Lead storage batteryന്റെ anode ആരാണ്? Lead storage batteryന്റെ anode PB ആണ്. കാഥോഡ് ആരാണ്? PbO2 ആണ്. കാഥോഡ് ആരാണ്? PbO2 ആണ്. ഇലക്ട്രോലൈറ്റ് ആരാണ്? ഇലക്ട്രോലൈറ്റ് 38% H2SO4 ആണ്. ഇലക്ട്രോലൈറ്റ് ആരാണ്? 38% H2SO4 ആണ്. പിന്നെന്താ ചോദ്യം? റൈറ്റ് ഡൗൺ ദ റിയാക്ഷൻസ് അറ്റ് ആനോഡ് ആൻഡ് കാഥോഡ് ഡ്യൂറിങ് ഡിസ്ചാർജിങ് ഓഫ് ദി സെൽ. സെല്ല് ഡിസ്ചാർജ് ആവുമ്പോൾ അഥവാ സെല്ല് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആനോഡ് കാഥോഡ് റിയാക്ഷൻ ശരിക്കും ശ്രദ്ധിച്ചോ? ഞാൻ എഴുതുന്നത് ആനോഡിന്റെയും കാഥോഡിന്റെയും റിയാക്ഷൻ എഴുതാൻ പഠിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോ? ആനോഡിന്റെ റിയാക്ഷൻ എഴുതാൻ വെരി സിമ്പിൾ. ആനോഡിൽ ആരാ? PB എന്ന് പറയുന്ന ആള് SO4 കൂടി ചേർന്നിട്ട് PbSO4 ആവും. അതാണ് ആനോഡത്തെ റിയാക്ഷൻ. പഠിച്ചേ. പിന്നെ സ്വാഭാവികമായിട്ട് ആനോഡ് ആയതുകൊണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം. 2 ഇലക്ട്രോൺ ആനോഡായി. ഇനി കാഥോഡത്തെ റിയാക്ഷൻ. കാഥോഡിൽ PbO2 അല്ലേ? അപ്പൊ കാഥോഡിൽ PbO2 എഗെയിൻ SO4 റിയാക്ട് ചെയ്തിട്ട് വേറെ 2 ആൾക്കാർ വരാണ്ട് PbSO4 ആയിട്ട് മാറും. PbSO4 ആയിട്ട് മാറും. ദെൻ സ്വാഭാവികമായിട്ടും അവിടെ 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ഇലക്ട്രോൺ സ്വീകരിച്ചിട്ടുണ്ടാവും. ദെൻ ഈ കാഥോഡിൽ H+ഉം H2O കൂടിയും വരണം. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. കാഥോഡിൽ ഇവിടെ 4H+ വരും, ഇവിടെ 2H2O വരും. ഇതാണ് ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻ. ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള റിയാക്ഷൻ. നിങ്ങളോട് റീചാർജ് ചെയ്യുമ്പോൾ റിയാക്ഷൻ ആണ് ചോദിച്ചതെങ്കിൽ ഇത് ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ്.
നിങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ളതാ, നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുമ്പോഴുള്ള റിയാക്ഷനാണ് ഇത് എന്ന് വിചാരിക്കുക. അപ്പോൾ മൊബൈൽ കുത്തി വെക്കുമ്പോഴുള്ള റിയാക്ഷൻ നേരെ തിരിച്ച്. റീചാർജ് ചെയ്യുമ്പോൾ PbSO4 2 ഇലക്ട്രോൺ ആയിട്ട് ഇങ്ങോട്ട് പോകും, PbSO4 H2CH അങ്ങോട്ട് പോകും, തിരിച്ചാവും. റീചാർജ് ചെയ്യുമ്പോൾ റിയാക്ഷൻ തിരിച്ചാവും, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അങ്ങോട്ട്, റീചാർജ് ചെയ്യുമ്പോൾ തിരിച്ച് റിയാക്ഷൻ. ഇസ് ഇറ്റ് ക്ലിയർ മക്കളെ? Clear. Last and final question from electrochemistry. Second last question. Certain galvanic cells are designed to convert energy of combustion of fuels directly into electrical energy. Name the above type of cell. Fuel cell. Fuel cell മറക്കൂലല്ലോ, എന്തായാലും പഠിച്ചു പോകുമല്ലോ. fuel cell എന്തായാലും പഠിച്ചു പോകുമല്ലോ. Give an example for the above cell. H2O2 cell. Represent the reaction taking place at anode and cathode of the above cell. Anode-ലും cathode-ലും നടക്കുന്ന റിയാക്ഷൻ എഴുതുക. Mention the 2 advantages of the above cell. Eco-friendly ആണ് and less expensive ആണ്, cheap ആണ് and high efficiency ആണ്. അതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്താണ് സാറേ ഇതിൽ നടക്കുന്ന റിയാക്ഷൻ? നോക്കിക്കോ, റിയാക്ഷൻസ് എന്താ നോക്കിക്കോ. ഫ്യൂൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻസ് എഴുതാൻ ഒരു ഐഡിയ. ടോട്ടൽ റിയാക്ഷൻ എഴുതി വെക്കുക ആദ്യം. ഓവറോൾ റിയാക്ഷൻ ആദ്യം എഴുതി വെക്കുക. വെരി സിമ്പിൾ. 2H2 plus O2 gives 2H2O. ഇതാണ് ഓവറോൾ റിയാക്ഷൻ. എങ്കിൽ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എഴുതി പഠിക്കുകയാണ് നമ്മൾ. അറിയാത്ത ആരെങ്കിലും ഉണ്ട് ഇവിടെ? ശ്രദ്ധിച്ചോ. ആനോഡിലാണ് 2H2, അപ്പോൾ 2H2. കാഥോഡിലാണ് O2, അപ്പോൾ കാഥോഡിൽ O2 gives. പ്രൊഡക്റ്റിൽ 2H2O വരാൻ വേണ്ടി ഞാൻ ആദ്യം ഇവിടെ പ്രൊഡക്റ്റിൽ 4H2O കൊടുക്കും. എന്നിട്ട് അതിനെ ബാലൻസ് ചെയ്ത് 2H2O ആക്കാൻ വേണ്ടി കാഥോഡിൽ ഇവിടെ 2H2Oയും കൊടുക്കും. അവിടെ 4H2O, ഇവിടെ 2H2O, അപ്പോൾ കട്ട് ചെയ്ത് 2H2O ആവും. ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ 4 ഓക്സിജൻ എക്സ്ട്രാ വന്നത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ 4 OH- ചേർക്കും. 4 മൈനസ് ഇവിടെ ചേർത്തതുകൊണ്ട് ആനോഡിൽ 4 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. ഇപ്പോൾ പച്ച കളറിൽ എഴുതിയ റിയാക്ഷൻ തിരിച്ചിട്ടാൽ നിങ്ങളെ കാഥോഡ് റിയാക്ഷൻ ആയി. 4 ഇലക്ട്രോൺ ഇവിടെ എഴുതുക, 4 OH- ഇവിടെ എഴുതുക. ഫ്യൂൽ സെല്ലിന്റെ റിയാക്ഷൻ. നാളത്തെ 3 മാർക്ക് ഇതാ. The last and final question here. The cell potential of a mercury cell is 1.35 volt and remains constant during its life. Give reason. എന്തുകൊണ്ടാണ് മെർക്കുറി സെല്ലിന്റെ 1.35 വോൾട്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്? വൈ? നിങ്ങൾ എഴുതേണ്ടത് the overall reaction does not involve any ion in the solution. Overall reaction does not involve any ion in the solution. Overall reaction does not involve any ion in the solution. മക്കളെ, 2 ചാപ്റ്റർ വെയിറ്റേജ് കൂടുതലുള്ള 2 ചാപ്റ്റർ, എല്ലാത്തിനും വെയിറ്റേജ് ഏകദേശം 15ന് മുകളിലുണ്ട്. എനിവേ 2 ചാപ്റ്റർ നമ്മൾ സെറ്റാക്കി തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഫുൾ കവർ ചെയ്യുന്ന രൂപത്തിൽ ഇതാ അടുത്ത 40-45 മിനിറ്റ്സിൽ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിലേക്കാണ് പോകുന്നത്. ഇതുവരെ പറഞ്ഞ പോയിന്റ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ഓക്കെ ആണെങ്കിൽ, അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗിവ് എ ബ്ലാക്ക് ഹാർട്ട് വിത്ത് ഡോൾഫിൻ. ഇവന്മാർക്കൊക്കെ ഇതെങ്ങനെ പറ്റണം? സ്വാഭാവികമായിട്ടും തലേന്ന് വന്നിട്ട് എല്ലാം കൂടെ തലയെ കെട്ടണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും പറ്റില്ല. വലിയ കോൺസെപ്റ്റുകളാണ്, ടോപ്പിക്കുകളാണ്, തിയറികളാണ്. നിങ്ങൾക്ക് ആദ്യം മുതലേ ഒരു ഐഡിയയും സെറ്റും ഒക്കെ ഉണ്ടെങ്കിലേ ഇത് കയറ്റാൻ പറ്റും. നിങ്ങൾ എല്ലാ കാര്യത്തിനെ കുറിച്ചും അങ്ങനെ തന്നെയല്ലേ പഠിക്കുക? ഒരു 4-5 ചാപ്റ്റർ ഉണ്ട്, കുറേ ടോപ്പിക്കും ഉണ്ട്. 1 മണിക്കൂർ കൊണ്ട് എനിക്ക് സെറ്റാക്കി തരണം എന്നാണ് നടക്കുമോ? സെറ്റാക്കണം എന്നാണ് നടക്കുമോ? ഇല്ലല്ലോ. അത് സ്വാഭാവികമാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഒരുത്തം ബൈക്കുമേൽ വാൻ ചീറിപ്പാനങ്ങ് പോകുന്നു. എങ്ങനെ ബൈക്കുമേൽ ഇത്ര അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നു? ഓൻ കാര്യമായിട്ട് പഠിച്ചതുകൊണ്ട്. എന്നാൽ എനിക്കിപ്പോൾ പഠിക്കണം എന്നാണ് 10 മിനിറ്റ് ഒന്ന് പഠിപ്പിച്ചു തരാമെന്ന് നടക്കുമോ? 10 മിനിറ്റ് നടക്കൂല. 1 മണിക്കൂർ നടക്കുമോ? ഇല്ല. ടിപ്സോ ട്രിക്സോ ഇല്ല. നാളത്തെ പ്രഡിക്ഷൻ പറഞ്ഞാൽ നടക്കുമോ? ബൈക്ക് പഠിക്കൽ ഇല്ല. അത് പഠിക്കുക തന്നെ വേണം. നോട്ട് ഇന്ന് തന്നെ അയക്കും. യെസ് മക്കളെ, കെമിക്കൽ കൈനറ്റിക്സിലേക്ക് ഞാൻ പോവുകയാണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പ്രസ് ദി റേറ്റ് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ്. റിയാക്ടന്റിന്റെ ടേമിലും പ്രൊഡക്റ്റിന്റെ ടേമിലും ഇതിന്റെ റേറ്റ് എഴുതാൻ വെരി സിമ്പിൾ. എങ്ങനെയാണ് എഴുതുക? ഇവിടെ ഇത് റിയാക്ടന്റ്, ഇത് പ്രൊഡക്റ്റ്. അപ്പോൾ എങ്ങനെയാണ് റേറ്റ് എഴുതുക? റേറ്റ് ഈസ് ഈക്വൽ ടു റിയാക്ടന്റെ അളവ് കുറയുക ചെയ്യുക, അപ്പം മൈനസ് ഈ നമ്പർ 2 ഉള്ളത് 1/2 ആക്കണം. 1/2 ഡെൽറ്റ
കോൺസെൻട്രേഷൻ ഓഫ് NO ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. എൻ്റെ കൂടെ എഴുതണേ മക്കളെ, എൻ്റെ കൂടെ ഇരുന്ന് എഴുതണേ. ഈക്വൽ ടു അടുത്ത റിയാക്ടൻ്റ് ഓക്സിജൻ ആണ്. അപ്പോൾ എങ്ങനെ എഴുതുക? മൈനസ് ഓക്സിജൻ്റെ മുന്നിൽ നമ്പർ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഡെൽറ്റ തുടങ്ങിയാൽ മതി. ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് O2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി വിച്ച് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റിൽ. അപ്പം റേറ്റ് ഓഫ് റിയാക്ഷൻ എഴുതാൻ പറയാം ഇൻ ടേംസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്റ്റ് ചോദിച്ചാൽ അങ്ങനെ എഴുതേണ്ടത്. റിയാക്ടൻസിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും ടേംസിൽ എഴുതാൻ ചോദിച്ചാൽ എങ്ങനെയാണ് എഴുതേണ്ടത്? അപ്പോൾ പ്രൊഡക്റ്റിൽ ആരാ? 2NO2 ആണ്. അപ്പോൾ പ്ലസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് NO2, സോറി പ്ലസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് NO2 എഴുതുന്നതിന് 2 ഇല്ലേ? സോ പ്ലസ് 1/2 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് NO2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇതാണ് ഇതിന്റെ ആൻസർ. സെറ്റ് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ? ഓ അജ്മുയർ, ബുദ്ധൻ, ഐമു, ഹിമ, അബേൽ, വില്ലൻ എല്ലാവരും ഉണ്ട്. സെറ്റ് സെറ്റ് സെറ്റ്. ബ്ലാക്ക് ഹാർട്ട് കൊണ്ട് നിറയുന്നു. വെരി ഗുഡ്, താങ്ക് യു. For a reaction A plus B gives C plus D, the rate equation is R is equal to K into A raised to 3/2 into B raised to 1/2. Give the overall order and molecularity. ഈ ഇക്വേഷന്റെ ഓവറോൾ ഓർഡറും മോളിക്കുലാരിറ്റി എത്രയാണെന്ന് ചോദിച്ചത്. ഓവറോൾ മോളിക്കുലാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? എത്ര ആൾ പങ്കെടുത്തു? ഒരു എയും ഒരു ബിയും. അപ്പോൾ മോളിക്കുലാരിറ്റി എത്രയാണ്? 2. മോളിക്കുലാരിറ്റി 2. സോ ഇതിനെ നമ്മൾ വിളിക്കും ബൈ മോളിക്കുലാർ. മോളിക്കുലാരിറ്റി 2 ആണെങ്കിൽ നമ്മൾ വിളിക്കും ബൈ മോളിക്കുലാർ. 2 ആളാണ് പങ്കെടുത്തത്, സോ ബൈ മോളിക്കുലാർ. ഇനി ഓർഡർ എത്രയാണെന്നാണ് അടുത്ത ചോദ്യം. ഓർഡർ കണ്ടുപിടിക്കാൻ പവർ ടേംസ് കൂട്ടിയാൽ മതി. ഇവിടുത്തെ 3/2 ഇവിടുത്തെ 1/2 കൂടെ കൂട്ടിയാൽ മതി. 3/2 1/2 കൂട്ടിയാൽ നിങ്ങൾക്ക് 2 എന്ന് കിട്ടും. 3/2 കാരണം 1.5, 1.5 ആരെയും കൂട്ടിയാൽ 2 എന്ന് കിട്ടും. സോ ഓർഡറും 2, മോളിക്കുലാരിറ്റിയും 2. ഈ ക്വസ്റ്റ്യനും സെറ്റ്. Then the unit of rate constant of a zero order chemical reaction. Zero order reaction യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും. സിമ്പിൾ. അരെ വാ. Examine the graph given below. Identify the integrated rate equation and the order of the reaction corresponding. നോക്കടാ, ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് R എന്നാണ് തന്നത്, അഥവാ കോൺസെൻട്രേഷൻ ഓഫ് R. ഇവിടെ R0 എന്നാണ് തന്നത്. ഇവിടെ ഈ ഗ്രാഫ് ഇങ്ങനെ പോകുന്നുണ്ട്. കെൻ്റെ വാല്യൂ മൈനസ് സ്ലോപ്പ് തന്നിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവണം ഇത് 0 ഓർഡർ റിയാക്ഷൻ ആണ്. 0 ഓർഡർ റിയാക്ഷൻ്റെ ഗ്രാഫാണിത്. ഐഡന്റിഫൈ ദ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആൻഡ് ഓർഡർ. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ K ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് R, കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡഡ് ബൈ T. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ 0 ഓർഡർ റിയാക്ഷൻ. എങ്കിൽ മക്കളെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കടാ, നല്ലൊരു ക്വസ്റ്റ്യൻ നോക്കടാ. ഒരു റിയാക്ഷൻ ഇവിടെ തന്നത് കണ്ടോ? കൺസിഡർ ദി സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. ഇതൊരു സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദ്യം, ഐഡന്റിഫൈ ദ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ H2O അളവിനെ ഡിപ്പെൻഡ് ചെയ്യൂല. H2O അളവിനെ ഡിപ്പെൻഡ് ചെയ്യൂലെങ്കിൽ സ്വാഭാവികമായിട്ടും CH3COH മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഒരാളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. സോ ഓർഡർ 1 ആണ്. മോളിക്കുലാരിറ്റി മോളിക്കുലാരിറ്റി പറയുമ്പോൾ 2 ആളുടെ എണ്ണം എണ്ണണം. CH3CO C2H5 1, H2O 1. സോ മോളിക്കുലാരിറ്റി 2 എന്ന് പറഞ്ഞാൽ റിയാക്ഷനിൽ പങ്കെടുത്ത ആളുകൾ 2. സോ മോളിക്കുലാരിറ്റി 2, പക്ഷെ ഓർഡർ 1. Give the rate law expression of the above reaction. ഇതിന്റെ റേറ്റ് ഇക്വേഷൻ എഴുതാൻ വെരി സിമ്പിൾ. റേറ്റ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ R is equal to K into concentration of CH3 COO C2H5. ഇത്ര മതി. H2O വേണ്ട, H2O ഡിപ്പെൻഡ് ചെയ്യില്ല. അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H2O എഴുതണമായിരുന്നു. ഇവിടെ H2O വേണ്ട, H2O ഡിപ്പെൻഡ് ചെയ്യൂല. വൈ? ദ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആണ്. What happens to the rate of above reaction when the concentration of CH3CO C2H5 is doubled? ഇയാളുടെ അളവ് ഡബിൾ ആക്കിയാൽ നിങ്ങൾ ഈ എടുത്ത ആൾ 10 ആയിരുന്നു വിചാരിച്ചോ, അത് ഡബിൾ ആക്കി 20 ആക്കി എന്ന് പറഞ്ഞാൽ 10 എടുത്തിരുന്ന ആളെ ഡബിൾ ആക്കി മാറ്റി. സ്വാഭാവികമായിട്ടും ഡബിൾ ആക്കുമ്പോൾ ഇവിടെ ഇൻറ്റു 2 ചെയ്യാന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ 10ന് പകരം 20 എടുത്താൽ സ്വാഭാവികമായിട്ടും റേറ്റും ഡബിൾ ആവൂലേ? സോ റേറ്റും ഡബിൾ ആവും. ഇയാളുടെ വാല്യൂ ഡബിൾ ആക്കുമ്പോൾ റേറ്റും ഡബിൾ ആവും. ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ മക്കളെ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് ഏതാ മക്കൾ പറഞ്ഞോ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് പറഞ്ഞോ. ഉത്തരം നിറയട്ടെ ഇവിടെ. അപ്പോഴേക്കും കുറച്ച് വെള്ളം കുടിച്ചു വരാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഓർഡർ യൂണിറ്റ് ആൻഡ് സെക്കൻഡ് ഓർഡറിന്റെ യൂണിറ്റ് ഏതാ ഇതിൽ കണ്ടുപിടിക്കും. ഫസ്റ്റ് ഓർഡറിന്റെ ഏതാന്ന് കണ്ടുപിടിക്കും, സെക്കൻഡ് ഓർഡറിന്റെ ഏതാന്ന് കണ്ടുപിടിക്കും. ആൻസർ ഇപ്പൊ വരാം.
കിട്ടിയുടെ ആൻസർ കിട്ടിയ? യെസ്, ഫസ്റ്റ് ഓർഡറിന്റെ ഓപ്ഷൻ. ഫസ്റ്റ് ഓർഡർ ഏതാ? ഫസ്റ്റ് ഓർഡർ ഏതാ? യെസ് മക്കളെ, ഇതാണ് ഫസ്റ്റ് ഓർഡർ. അതാ പോയി. ഇതാണ് ഫസ്റ്റ് ഓർഡർ. ഇത് ഫസ്റ്റ് ഓർഡറിന്റെ യൂണിറ്റ്. ഇത് സെക്കൻഡ് ഓർഡറിന്റെ യൂണിറ്റാ. മോൾ ഇൻവേഴ്സ് ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന സെക്കൻഡ് ഓർഡർ ആണ്. മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ഇത് സീറോ ഓർഡർ ആണ്, മറക്കണ്ട. ഇത് ഫസ്റ്റ് ഓർഡർ, ഇത് സെക്കൻഡ് ഓർഡർ, ഇത് സീറോ ഓർഡർ. യെസ് മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ടൈം റിക്വയർഡ് ഫോർ ദി കംപ്ലീഷൻ ഓഫ് 90% ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ 90% തീരാൻ എടുക്കുന്ന സമയം. സോ വെരി സിമ്പിൾ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ K ഈക്വൽ ടു 2.303/T log ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് R0 ബൈ കോൺസെൻട്രേഷൻ ഓഫ് R. ഇതിൽ R0 എന്ന് പറയുന്നത് 100 ആണ്. 90% തീർന്നു എന്ന് പറയുമ്പോൾ R എന്ന് പറയുന്നത് 10 ആണ്. 90% തീർന്നു, അപ്പോൾ ഇപ്പോഴുള്ള അളവ് 10. സോ T കണ്ടുപിടിക്കാൻ T ഈക്വൽ ടു 2.303/K. Kയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 0.2303 ഇൻറ്റു ലോഗ് 100/10. ലോഗ് 100/10 എന്ന് പറഞ്ഞാൽ 0 0 കട്ട് ലോഗ് 10. ലോഗ് 10 എന്ന് പറഞ്ഞാൽ 1. സോ 2.303/0.2303 അഥവാ ആൻസർ 10 സെക്കൻഡ്. സിമ്പിൾ സിമ്പിൾ. 90% തീരുമെന്ന് പറയുമ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100ഉം 90% തീരുമ്പോൾ ഇപ്പോഴുള്ള കോൺസെൻട്രേഷൻ 10ഉം. അപ്പം 100/10. ആരൊക്കെ ചാറ്റ് ജിപിടിനെ കുറിച്ച് ചോദിച്ചാൽ എന്തൊക്കെ ബോൻ സംഭവമൊക്കെ എഴുതുന്നുണ്ടല്ലോ. തേർഡ് ഓപ്ഷൻ, ഡി ഓപ്ഷൻ തേർഡ് ഓർഡർ ആണ്. അങ്ങനെ ചോദിക്കില്ല, പിന്നെ നിങ്ങൾ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി, പ്രശ്നമില്ല. തേർഡ് ഓർഡറിൻ്റെ ആണത്. യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ്, എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാസ് എ റേറ്റ് കോൺസ്റ്റന്റ് 1.15 into 10⁻³ സെക്കൻഡ് ഇൻവേഴ്സ്. ഹൗ ലോങ് വിൽ 5 gram ഓഫ് ദ റിയാക്ടൻ ടേക്ക് ടു റെഡ്യൂസ് 3 gram? എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാസ് റേറ്റ് കോൺസ്റ്റന്റ് K തന്നിട്ടുണ്ട്. നേരത്തെ ചെയ്ത അതേ ഐഡിയ ആണ് ചെയ്യേണ്ടത്. ഹൗ ലോങ് വിൽ 5 gram ഓഫ് ദി റിയാക്ടൻ. അപ്പോൾ തുടങ്ങുമ്പോഴാണ് 5 gram, അപ്പോൾ R0 ആണ് ഇത്. ഓഫ് ദ റിയാക്ടൻ ടേക്ക് ടു റെഡ്യൂസ് 3 gram. 3 gram ആയിട്ട് കുറഞ്ഞു. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 3 gram, അപ്പോൾ ഇപ്പോഴുള്ള അളവാണ് 6. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 3 gram. 5 gram ഉള്ളത് 3 gram ആയിട്ട് കുറഞ്ഞു. 3 gram കുറഞ്ഞു എന്നല്ല, 3 ഗ്രാമിലേക്ക് കുറഞ്ഞു. സോ വെരി സിമ്പിൾ. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. K ഈക്വൽ ടു 2.303/T log R0/R. ഹൗ ലോങ് എന്നാ ചോദിച്ചത്, ടൈം ആണ് ചോദിച്ചത്. സോ അഗൈൻ T ഈക്വൽ ടു 2.303/K log R0/R. Kയുടെ വാല്യൂ 1.5 ആണ് തന്നിട്ടുണ്ട്. സോ T ഈക്വൽ ടു 2.303/Kയുടെ വാല്യൂ എത്രയാണ്? 1.15 into 10⁻³ ലോഗ് R0 എത്രയാണ്? 100. സോറി 5. R0 5. R എത്രയാണ്? 3. ലോഗ് 5/3. ലോഗ് 5/3 ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. Calculate half-life period of a first order reaction whose rate constant is 200 second inverse. Calculate half-life period അഥവാ T half കാണണം. ഫസ്റ്റ് ഓർഡറിന്റെ T half കാണാനുള്ള ഇക്വേഷൻ 0.693/K. 0.693/K. 0.693/Kയുടെ വാല്യൂ 200. So 0.693 divided by 200, you will get the answer is 0.0035 second. T half-ന്റെ ഇക്വേഷൻ അതാ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിഫൈൻ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ റിയാക്ഷൻ. എന്താണ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ? ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ഇൻ വിച്ച് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ റെഡ്യൂസ്ഡ് ടു ഇനീഷ്യൽ it is the time required to reduce the concentration of reactant to half of its initial concentration. Reduced it to half of its initial concentration. Then derive an expression for the half-life period of a first order reaction. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഡെറിവേഷൻ നോട്ട് ചെയ്ത് വെച്ചോണം. ഇത് ഇന്നലെ ഞാൻ പഠിപ്പിച്ചതാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഡെറിവേഷൻ നോട്ട് ചെയ്ത് വെച്ചോണം. അത് നമ്മൾ ഇന്നലെ പഠിപ്പിച്ചതാണ്. Then അടുത്ത ക്വസ്റ്റ്യൻ, give Arrhenius equation, explain the terms in it. Arrhenius equation എന്താ? Arrhenius equation K equal to A into e raised to minus EA/RT. എന്നിട്ട് ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. K എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ്, A എന്ന് പറഞ്ഞാൽ അറീനിയസ് ഫാക്ടർ, EA എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജി, R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് അറീനിയസ് ഇക്വേഷൻ?
Arrhenius equation gives the relation between K and temperature. Rate constant temperature തമ്മിലുള്ള relation അല്ലെങ്കിൽ ടെമ്പറേച്ചറിനനുസരിച്ച് റേറ്റ് കോൺസ്റ്റന്റ് എത്രത്തോളം മാറും എന്ന് പറഞ്ഞത് അറീനിയസ് ഇക്വേഷൻ ആണ്. സോ അറീനിയസ് ഇക്വേഷന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നൊന്നും പറയല്ലേ, വെരി വെരി ഇമ്പോർട്ടൻസ് ഈസ് ദെയർ. എങ്കിൽ അറീനിയസ് ഇക്വേഷൻ എങ്ങനെ ന്യൂമറിക്കലി ചെയ്യും? വെരി സിമ്പിൾ. ദ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ബിക്കംസ് 6 times when the temperature is raised from 350 Kelvin to 400 Kelvin. സോ നിങ്ങളുടെ T1 എന്ന് പറയുന്നത് 350, നിങ്ങളുടെ T2 എന്ന് പറയുന്നത് 350 ഉള്ളത് 400 Kelvin ആക്കി. അപ്പൊ എന്താ സംഭവിച്ചത്? നിങ്ങളുടെ K1 എത്രയായിരുന്നോ അത് 6 times കൂടി. ഫോർ എക്സാമ്പിൾ K1 X ആയിരുന്നെങ്കിൽ നിങ്ങളുടെ K2 6 times കൂടി 6x ആയി. എന്നിട്ട് ചോദ്യം, കാൽക്കുലേറ്റ് ആക്ടിവേഷൻ എനർജി EA എത്രയാണ്? സോ EA കാണാൻ നിങ്ങൾക്കറിയാം log K2/K1 is equal to EA by 2.303 R T2 minus T1 by T1 into T2. T2 minus T1 by T1 into T2. ഓരോ വാല്യൂസും കൊടുത്തൂടെ, ഓരോ വാല്യൂസും കൊടുത്തൂടെ. ലോഗ് K2ന് പകരം 6x എന്ന് കൊടുക്കും, ലോഗ് K1ന് പകരം x എന്ന് കൊടുക്കും. അപ്പോൾ എക്സും എക്സും വെട്ടിപ്പോവും, ലോഗ് 6 എന്നാവും. EA by 2.303ക്ക് പകരം 8.314 എന്നുള്ള ആറിൻ്റെ പകരം കൊടുക്കും. T2ന് പകരം 400ഉം T1ന് പകരം 350യും കൊടുക്കും. അപ്പോൾ 400 minus 350 50 എന്ന് കിട്ടും. താഴെ 400 into 350 എന്നും കൊടുക്കും. സോ ലോഗ് 6ന്റെ വാല്യൂ ഉണ്ട്, താഴത്തെ ഡിനോമിനേറ്ററിന്റെ വാല്യൂ ഉണ്ട്, ഈ വാല്യൂ ഉണ്ട്. സോ എല്ലാത്തിനും കൂടെ നിങ്ങൾക്ക് EA വാല്യൂ കണ്ടുപിടിച്ചൂടെ? EA വാല്യൂ ഇങ്ങനെ വരുന്നുണ്ടോ നോക്കണേ. ബാക്കി എല്ലാ വാല്യൂ ഉണ്ട്, EA വാല്യൂ ആണ് ഇല്ലാത്തത്. സോ കാൽക്കുലേറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് EA വാല്യൂ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. സോ എങ്ങനെയാണ് കാൽക്കുലേഷനിൽ കൊടുക്കേണ്ടത്? 6 times എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഐഡിയ ആണ് സാർ ഇപ്പം തന്നത്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ എ റിയാക്ഷൻ 2A gives products. 2A product ആയിട്ട് മാറി. The concentration of A decreases from 0.5 to 0.4. Concentration of A decreases from 0.5 to 0.4. In 10 minutes, calculate rate during this interval. So, തുടങ്ങുമ്പോഴുള്ള കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, R0 തന്നിട്ടുണ്ട്, എത്രയാ? 0.5. ഇപ്പോഴുള്ള കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, എത്രയാ? 0.4. എത്ര ടൈമിലാ തന്നത്? 10 മിനിറ്റിൽ. അങ്ങനെയാണ് ചോദ്യം എന്താ? റേറ്റ് എങ്ങനെയാണെന്നാണ്. റേറ്റ് കാണൽ എങ്ങനെയാണ്? റേറ്റ് കാണൽ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. 2A gives products ആണെങ്കിൽ 2A വെച്ചിട്ട് നമ്മളെങ്ങനെ റേറ്റ് എഴുതുക? റേറ്റ് ഇസ് ഈക്വൽ ടു -1/2 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് A ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഇതിൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റാ. കോൺസെൻട്രേഷൻ എത്ര മാറുന്നു? കോൺസെൻട്രേഷൻ ആദ്യം ഉണ്ടായിരുന്നത് 0.5 ആയിരുന്നു, ഇതാണ് ഇനീഷ്യൽ. കോൺസെൻട്രേഷൻ ഇപ്പോൾ ഉള്ളത് ഫൈനൽ. സോ എങ്ങനെയാണ് ചേഞ്ച് കാണുക? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ചേഞ്ച് എങ്ങനെയാണ് കാണുക? ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്താൽ മതി. ഫൈനൽ അളവ് മൈനസ് ഇനീഷ്യൽ. സോ റേറ്റ് ഇസ് ഈക്വൽ ടു -1/2. ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ വാല്യൂ എത്രയാണ്? -1/2. ഫൈനൽ വാല്യൂ എത്രയാണ്? 0.4. മൈനസ് ഇനീഷ്യൽ വാല്യൂ എത്രയാണ്? 0.5 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എത്രയാ? 10 മിനിറ്റ് കൊണ്ടാണ് ഇത് മാറിയത്. സോ ചേഞ്ച് ഇൻ ടൈം 10 മിനിറ്റ്, മിനിറ്റിൽ കണ്ടാൽ മതി. സോ യു വിൽ ഗെറ്റ് ദ റേറ്റിന്റെ യൂണിറ്റ് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. സോ മോൾ ലിറ്റർ ഇൻവേഴ്സ് മിനിറ്റ് ഇൻവേഴ്സ് ആൻസർ കിട്ടും ഇത് ചെയ്താൽ. മോൾ ലിറ്റർ ഇൻവേഴ്സ് മിനിറ്റ് ഇൻവേഴ്സ്. ചെയ്യേണ്ട ഐഡിയ മനസ്സിലായി നോക്ക്. ആദ്യത്തെ അളവും രണ്ടാമത്തെ അളവും തന്ന് ടൈമും തന്ന് റേറ്റ് ചോദിച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഈസ് ഇറ്റ് ക്ലിയർ? മക്കളെ? ഈസ് ഇറ്റ് ക്ലിയർ? ചെയ്യാത്ത ടൈപ്പാണ് ചോദിക്കുന്നത് കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. ഓക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്യാം. യെസ് എന്നിട്ട് നമുക്ക് ഡി ആൻഡ് എഫും ചെയ്യണ്ടേടാ. ഡി ആൻഡ് എഫും ചെയ്യണ്ട. നോക്കടാ ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് ദ റേറ്റ് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്റ്റ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് ആയിരുന്നു. ഇഫ് ദ റേറ്റ് എക്സ്പ്രഷൻ ഫോർ ദി എബോവ് റിയാക്ഷൻ ഈസ്
rate is equal to K into concentration of HI raised to 2. What is the order of reaction? Order of power term. Order is equal to 2. Define order of a reaction. Order of a reaction, it is the sum of power terms of in rate equation. Whether the molecularity and order of the above reaction are same. This reaction the molecularity and order same ano? Yes, same ano. Molecularity രണ്ടാണ് പങ്കെടുത്തത്. So molecularity അവിടെ രണ്ടാണ്. ഓർഡറും രണ്ടാണ്. യെസ്, മോളിക്കുലാരിറ്റി ഓർഡറും സെയിം ആണ്. ഗിവ് റീസൺ. എന്താ കാരണം? ഇതൊരു എലമെന്ററി റിയാക്ഷൻ ആണ്. സോ എലമെന്ററി റിയാക്ഷന്റെ മോളിക്കുലാരിറ്റിയും ഓർഡറും സെയിം ആയിരിക്കും. സോ എലമെന്ററി റിയാക്ഷന്റെ മോളിക്കുലാരിറ്റിയും ഓർഡറും സെയിം ആയിരിക്കും. ഹൈഡ്രോലിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. ഹൈഡ്രോലിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ്. ഈഥൈൽ അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എസ്റ്റർ ആണ്. എസ്റ്ററിന്റെ ഹൈഡ്രോലിസിസ് ഒരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. എസ്റ്ററിന്റെ ഹൈഡ്രോലിസിസ് ഒരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. A reaction is second order with respect to a reactant. ഒരു റിയാക്ടന്റിനെ വെച്ച് നോക്കുമ്പോൾ ആ റിയാക്ഷൻ സെക്കൻഡ് ഓർഡർ ആണ് എങ്കിൽ how is the rate of a reaction affected if the concentration of the reactant is doubled or reduced to half? എടാ, ഒരു റിയാക്ഷൻ നടക്കുകയാണ്, അത് സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാവേ, R gives P എന്ന് പറയുന്ന റിയാക്ഷൻ സെക്കൻഡ് ഓർഡർ ആണ്. അങ്ങനെയാണ് റേറ്റ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതും? റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് R റേസ്ഡ് ടു 2. കാരണം പിന്നെ ഇതെന്താണ്, പിന്നെ എന്താണ് പറയുക, സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ റേസ്റ്റ് ടു. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൽ കോൺസെൻട്രേഷൻ എങ്ങാൻ ഡബിൾ ആക്കിയാൽ റേറ്റ് എങ്ങനെ മാറും? കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയാൽ റേറ്റ് ആറിൻ്റെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയാൽ 2 റേസ്റ്റ് ടു 4 ആയിട്ട് മാറും. അപ്പോൾ 4 ടൈംസ് കൂടും. റേറ്റ് ഓഫ് ഫോർമേഷൻ 4 ടൈംസ് മാറും. എങ്കിൽ R is equal to K into concentration of R raised to 2 എന്ന് പറയുന്നതിന് അടുത്ത ക്വസ്റ്റ്യൻ, റെഡ്യൂസ്ഡ് ടു ഹാഫ് 1/2 ആയിട്ട് റെഡ്യൂസ് ചെയ്താൽ എന്താവും? ഇതിൻ്റെ അളവ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ 10 ആണ് എടുത്തെങ്കിൽ 5 ആക്കിയാൽ എന്താവും? നിങ്ങൾ 10 ആണ് എടുത്തെങ്കിൽ 5 ആക്കിയാൽ അഥവാ 1/2 കുറച്ചാൽ എന്താവും? 1/2 കുറച്ചാൽ 1/2 raised to 1/4 ആയിട്ട് ചുരുങ്ങും. സോ ഫസ്റ്റ് കേസിൽ റേറ്റ് ഓഫ് ഫോർമേഷൻ 4 ടൈംസ് ഇൻക്രീസ് ചെയ്യും. സെക്കൻഡ് ടൈംസിൽ റേറ്റ് ഓഫ് ഫോർമേഷൻ 1/4 ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വേഗം പറഞ്ഞു പോകുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ എ ജനറൽ റിയാക്ഷൻ AA plus BB gives CC plus DD. ദ റേറ്റ് എക്സ്പ്രഷൻ ഫോർ ദ റിയാക്ഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ നിന്നിട്ടുണ്ട്. എന്നിട്ട് ചോദ്യം, എസ്റ്റാബ്ലിഷ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് A plus B and X plus Y. എടാ, A plus B എന്ന് പറഞ്ഞാൽ മോളിക്കുലാരിറ്റിയാണ്. റിയാക്ഷനിൽ കൊളൈഡ് ചെയ്ത് പങ്കെടുത്ത ആളുകളുടെ എണ്ണമാണ് മോളിക്കുലാരിറ്റി. X plus Y എന്ന് പറഞ്ഞാൽ സം ഓഫ് പവർ ടേംസ് ആണ്. ആ സം ഓഫ് പവർ ടേംസ് ആണ് ഓർഡർ. Then write any 2 differences between order and molecularity. ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. Reaction with 0 order are possible, but 0 molecularity is not. Justify the statement. Yes, 0 order possible ആണ്, which means 0 order means the rate of reaction does not depend on concentration of any reactant. 0 order means rate of reaction does not depend on a concentration of any reactant. പക്ഷേ മോളിക്കുലാരിറ്റി 0 എന്ന് പറഞ്ഞാൽ വരില്ല. ഒരാളും പങ്കെടുക്കാത്ത റിയാക്ഷൻ നടക്കൂല. മോളിക്കുലാരിറ്റി 0 ഒരിക്കലും വരില്ല. ഞാൻ നിനക്ക് 0 ലഡു തന്നു, അപ്പൂന് ഞാൻ 0 ലഡു തന്നു, അങ്ങനെ നടക്കൂല. 0 ലഡു എന്നാ വാങ്ങിക്കോ, നടക്കൂല. യെസ്, അടുത്തത്, ദ റിയാക്ഷൻ A plus B gives products is a second order with respect to A and first order with respect to B. Write the rate equation. നല്ല ക്വസ്റ്റ്യൻ. എന്താണ് റേറ്റ് ഇക്വേഷൻ? R is equal to K into കോൺസെൻട്രേഷൻ ഓഫ് A into കോൺസെൻട്രേഷൻ ഓഫ് B. ഇനി എന്താ പറയുന്നത്? എയുടെ ഓർഡർ സെക്കൻഡ് ഓർഡർ ആണ്, ബിയുടെ ഓർഡർ ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പോൾ എയുടെ ഓർഡർ സെക്കൻഡ് ഓർഡർ റേസ്ഡ് ടു 2, ബിയുടെ ഓർഡർ ഫസ്റ്റ് ഓർഡർ റേസ്ഡ് ടു 1. R is equal to K into concentration of A raised to 2 into concentration of B raised to 1. അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എടാ, ഫോർ എ ഗിവൺ റേറ്റ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് ആർ സെയിം. റേറ്റ് കോൺസ്റ്റന്റും റേറ്റും ആർക്കാണ് കോൺസ്റ്റന്റ് വരുന്നത്? ഫോർ എ ഗിവൺ റേറ്റ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റിന്റെയും റേറ്റിന്റെയും യൂണിറ്റ് ആർക്കാണ് ഈക്വൽ വരുന്നത്? ആറും കൈയും എപ്പോഴാണ് ഈക്വൽ ആവുക? 0 ഓർഡർ റിയാക്ഷൻ. 0 ഓർഡർ റിയാക്ഷൻ്റെ റേറ്റിന്റെ യൂണിറ്റും റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റും സെയിം ആണ്. ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. യെസ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഇത് ചെയ്യാൻ സമയമില്ല. തരുന്നത് എന്താ വെച്ചാൽ ഒരു റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ K തന്നിട്ടുണ്ട്.
How much time will it take to reduce the initial concentration of the reactant to its 1/16th എന്നാ. അപ്പോൾ നിങ്ങൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 എന്നുള്ളത് 1 ആയിട്ട് എടുക്കുക, ഇപ്പോഴുള്ള അളവ് 1/16 ആയിട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ വ്യത്യാസം. ബാക്കി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇക്വേഷനിൽ കൊടുത്താൽ മതി. എടാ പേഴ്സൻറ്റേജിൽ തരുമ്പം R0 100 ആയിട്ട് എടുക്കും, എന്നിട്ട് അപ്പുള്ള പേഴ്സൻറ്റേജ് എടുക്കും. ഇതേപോലെ 1/16th ആണ് ഇപ്പോഴുള്ള അളവ് എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള അളവ് 1 ആയിരുന്നു, ആ 1നെ 16 ഭാഗമാക്കി മാറ്റി. അപ്പോൾ ആദ്യം 1 ആയിരുന്നു, പിന്നെ 1/16 ആയി എന്ന് പറഞ്ഞിട്ട് അതങ്ങ് ചെയ്താൽ മതി. അത് ചെയ്തേക്കണേ മക്കളെ. ഇത് നല്ല സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഷോ ദാറ്റ് time required for 99% completion is twice the time required for completion of 90%. Very easy. എടാ 99% ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതുക? R0ന്റെ വാല്യൂ 100, Rന്റെ വാല്യൂ 90% തീർന്നാൽ 99% തീർന്നാൽ 1. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ടൈം എഴുതുക അല്ലെങ്കിൽ K എഴുതുക? K ഈക്വൽ ടു 2.303/t log 100/1 അഥവാ log 100. log 100/1. log 100 പറഞ്ഞാൽ 10² ആണ്. സോ 2.303/t log 100 പറഞ്ഞാൽ log 10² ആണ്. log 10² എന്ന് പറഞ്ഞാൽ ഈ 2 ഇങ്ങനെ ഇങ്ങോട്ട് വരും, അപ്പോൾ 2 log 10 എന്നാവും. സോ K ഈക്വൽ ടു 2.303/t 2 log 10. അതവിടെ നിൽക്കട്ടെ. ഇനി 90% തീർന്നാലുള്ള അളവ് എന്താ? 90%-നാണെങ്കിൽ പറഞ്ഞേ R0 ഈക്വൽ ടു അപ്പം എത്രയാ? അപ്പോഴും 100. R അപ്പം എത്രയാ? R അപ്പം 90% തീർന്നാൽ 10. സോ K ഈക്വൽ ടു 2.303/t log 100/10. 0 കട്ട് log 10. നിങ്ങൾ ഇവിടെ നോക്കിക്കേ 2.303t log 10 എന്നാണ് ഇത്. അതാണ് ഈ വാല്യൂ. ഇവിടെ 2.303/t log 10 ഇവിടെയും ഉണ്ട്, കണ്ടോ? അപ്പോൾ ഇവിടെ എന്താ എക്സ്ട്രാ വന്നതാരാ? എക്സ്ട്രാ വന്നത് ഈ 2 ആണ് എന്ന് പറഞ്ഞാൽ ഇതിൽ എക്സ്ട്രാ 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടുണ്ട്, വിച്ച് മീൻസ് 99% ഓർഡർ എന്ന് പറഞ്ഞാൽ ട്വൈസ് ദി 90%. 90%-ന്റെ കൂടെ ഇൻറ്റു 2 ചെയ്താൽ 99%-ന്റെ വാല്യൂ കിട്ടും. ആ ഇക്വേഷനിൽ ഇൻറ്റു 2 എക്സ്ട്രാ വന്നിട്ടുണ്ട്, ഇവിടെ ഇൻറ്റു 2 ഇല്ല, അത്രേ ഉള്ളൂ. സോ 2 ടൈംസ് ആണ് കൂടുതൽ എന്ന് നിങ്ങൾക്ക് സിംപ്ലി പറയാൻ പറ്റും എന്നർത്ഥം. മക്കളെ ഇതൊക്കെ അറിയാലോ അല്ലേ? കൊളീഷൻ തിയറി പ്രൊവൈഡ്സ് ഗ്രേറ്റർ ഇൻസൈറ്റ്സ് ഇൻ ടു എനർജറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വാട്ട് ഈസ് കൊളീഷൻ ഫ്രീക്വൻസി, വാട്ട് ഈസ് എഫക്റ്റീവ് കൊളീഷൻ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചതാണ്. ചോദിച്ചാൽ ഡെഫിനിഷൻ ആയിട്ട് ചോദിച്ചാൽ എഴുതാം. കൊളീഷൻ ഫ്രീക്വൻസി എന്താണ്? എഫക്റ്റീവ് കൊളീഷൻ ആണ്. ദ റേറ്റ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ ഡബിൾസ്. ഒരു റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റേറ്റ് ഡബിൾ ആവുന്നു എന്ന് പറഞ്ഞാൽ സിംപ്ലി K1 എന്തെടുക്കണം? X എടുക്കണം. K2 എന്തെടുക്കണം? 2x എടുക്കണം. ഫോർ ആൻ ഇൻക്രീസ് ഓഫ് 10 Kelvin 10 Kelvin കൂടി എവിടുന്ന്? 298 Kelvin. ഇതെല്ലാവരും തെറ്റിക്കാറുണ്ട്. T1 298, T2 10 എടുക്കും. അല്ല, 298 10 Kelvin കൂടി. അപ്പോൾ T2 എത്രയാ? അതിക്ക് 10 കൂടിയാൽ 308 ആണ്. തെറ്റിക്കരുത്. ഇത് വെച്ചിട്ടാണ് അറീനിയസ് ഇക്വേഷൻ്റെ EA കാണേണ്ടത്. ഇതിലുള്ള ഐഡിയാസ് തന്നിട്ടുണ്ട് മക്കളെ. കെമിക്കൽ കൈനറ്റിക്സ് ഇതാ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. കാറ്റലിസ്റ്റിൻ്റെ പണി എന്താണെന്നൊക്കെ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ, ഒക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ചെയ്യാത്തത്. എടാ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ റിയാക്ഷനിൽ എത്രയാണ് മോളിക്കുലാരിറ്റി? തെറ്റിക്കരുത് കേട്ടോ. 2NO എന്നുള്ളിടത്ത് 2 ആളും O2 എന്നുള്ളിടത്ത് 1 ആളും, അപ്പോൾ മോളിക്കുലാരിറ്റി 3 ആണ്. തെറ്റിക്കരുത്. ട്രൈ മോളിക്കുലാർ ആണതെ. വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റേറ്റ്? ടെമ്പറേച്ചറും റേറ്റും തമ്മിലുള്ള എഫക്റ്റ് എന്താണ്? ടെമ്പറേച്ചർ നിങ്ങൾ ഒരു 10 ഡിഗ്രിയോ 10 കെൽവിനോ ഉയർത്തിയാൽ റേറ്റ് നിയർലി ഡബിൾ ആവും. അതും നമ്മൾ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ട്. യെസ് മക്കളെ, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം എത്ര പേരുണ്ട് ഇവിടെ? 6-7 മണി മുതൽ നിൽക്കുന്നുണ്ട്. ഇവിടെ എത്ര പേരുണ്ട്? ആദ്യം മുതൽ അവസാനം വരെ ഉള്ളവർ ഇവിടെ എത്ര പേരുണ്ട്? നോക്കട്ടെ, കയ്യുയർത്തിക്കടാ. അടിപൊളിയാണോ? സെറ്റായിട്ട് നിൽക്കുന്നുണ്ടോ? സൂപ്പർബാണോ? പറയൂ. ചാറ്റ് ബോക്സ് നിറയട്ടെ. നമ്മളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ ഡി ആൻഡ് എഫ് എന്ന് എന്തൊക്കെ പഠിക്കണം വേഗത്തിൽ പറഞ്ഞില്ല. വേഗം ശ്രദ്ധിക്കുക സാർ. പെട്ടെന്ന് തീർക്കണം. പെട്ടെന്ന് തീർക്കാം. നിങ്ങൾക്ക് നാളെ എക്സാം എനിക്കറിയാം. പെട്ടെന്ന് തീർത്തരാം. ആഷിഖ് പാറശാലുണ്ട്. എടാ വേം പറയടാ. അടുത്ത ചാപ്റ്ററിലേക്ക് പോവല്ലേ? അടിപൊളിയായിട്ട് പോവല്ലേ? ഇനി എൻ്റെ കൂടെ എങ്ങനെ ആൻസർ എഴുതി വരണേ. എടാ നാളത്തെ എക്സാമിന് നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡി ആൻഡ് എഫ് എന്ന് കണ്ടാൽ ശ്രദ്ധിച്ചോണ്ടു. എന്താണ്? വൈ ഡു ട്രാൻസിഷൻ എലമെന്റ്സ്
വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തരുന്നതെന്ന് ചോദിച്ചാൽ സിംപ്ലി നിങ്ങൾ എഴുതേണ്ടത് ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷനിലും പെനൾട്ടിമേറ്റ് ഡി സബ്ഷനിലും റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള കാരണം അവരുടെ എനർജി ഗ്യാപ്പ് കുറവാണ്. ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷനിൻ്റെയും പെനൾട്ടിമേറ്റ് ഡി സബ്ഷനിലും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് കുറവാണ്, വളരെ കുറവാണ്, കമ്പയറബിൾ ആണ്. അതാണ് അതിൻ്റെ കാരണം, എഴുതി വെച്ചേക്കണേ. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം D&F ബ്ലോക്ക് തീരെ പഠിക്കാത്ത കുറേ പേരുണ്ടെന്ന് പറഞ്ഞിരുന്നു. ദാ ഈ ക്വസ്റ്റ്യനിലൂടെ പോയിക്കോ. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം നാളെ ചോദിച്ചാൽ എഴുതിക്കോണം D&Fൽ. അടുത്തത്, ഐഡന്റിഫൈ ദ എലമെന്റ് ഇൻ ദ 3D ട്രാൻസിഷൻ മെറ്റൽ സീരീസ് ദാറ്റ് എക്സിബിറ്റ് മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ. അത് നമ്മുടെ മാംഗനീസ് അല്ലയോ കുട്ടന്മാരെ? ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന മാംഗനീസ് അല്ലേ? ട്രാൻസിഷൻ മെറ്റൽസ് ആർ വെരി ഗുഡ് കാറ്റലിസ്റ്റ്. വൈ? അതും ചോദിക്കും. ട്രാൻസിഷൻ മെറ്റൽസിനെ കാറ്റലിസ്റ്റുകളായിട്ട് യൂസ് ചെയ്യുന്നു. വൈ? ഈ ചാപ്റ്ററിന് അത് ഇങ്ങനെയാണ് വൈ, ഇത് അപ്പുറത്താണ് വൈ, ഇത് ഇങ്ങനെയാണ് എന്തുകൊണ്ട് ചോദിക്കും. സോ കാറ്റലിസ്റ്റ് ആയിട്ട് ചേർക്കുന്നെങ്കിലും അതിൻ്റെ കാരണം ലാർജ് സർഫസ് ഏരിയ, ഡിഫറൻറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ലാർജ് സർഫസ് ഏരിയ, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആൻസർ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലാർജ് സർഫസ് ഏരിയ, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കെമിക്കൽ കൈനറ്റിക്സ് എക്സാമിനുണ്ടോ? നാളെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് ചോദിച്ചാൽ പറഞ്ഞുതരാം. നല്ല ചോദ്യമാണ്. പക്ഷേ KMnO4 is a purple colored crystal and it acts as an oxidant. How will you prepare KMnO4 from MnO2? MnO2 ന്ന് KMnO4 എങ്ങനെ ഉണ്ടാക്കുക? എടാ MnO2 എടുക്കുക, എൻ്റെ കൂടെ പഠിച്ചോ. MnO2 എടുക്കുക, എന്നിട്ട് അതിലേക്ക് KOHും ഓക്സിജനും ചേർക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് K2MnO4ഉം H2Oയും കിട്ടും. ആദ്യത്തെ സ്റ്റെപ്പ്, MnO2ലേക്ക് KOHും ഓക്സിജനും ചേർക്കുക. അപ്പം നിങ്ങൾക്ക് K2MnO4ഉം H2Oയും കിട്ടും. ആർക്കെങ്കിലും ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 4ഉം ഇവിടെ 2ഉം ഇവിടെ 4ഉം, അവിടെ ഒന്നുമില്ല. സ്വാഭാവികമായിട്ടും ഇവിടെ 4 K ഉണ്ടായതുകൊണ്ട് ഇവിടെ 2K2. എപ്പോഴും വെള്ളം 2H2O. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ K2MnO4 ഇവിടെ എഴുതുക. അപ്പോൾ K2 ഞാൻ എഴുതുന്നില്ല, K2 പോയി കഴിഞ്ഞാൽ അവിടെ ബാക്കി MnO4 2-. MnO4 2-ലേക്ക് നിങ്ങൾ ആസിഡ് ചേർത്താൽ, MnO4 2-ലേക്ക് നിങ്ങൾ ആസിഡ് ചേർത്താൽ അത് MnO4 മൈനസും ആകും, MnO2 ആകും, പിന്നെ വീണ്ടും H2O കിട്ടും. H2O എപ്പോഴും കിട്ടുന്നത് 2H2O ആയിരിക്കും. സോ ഇവിടെ എടുക്കുന്ന 3MnO4 2-, അവിടെ എത്തുമ്പോൾ 2MnO4- ഒരു MnO2, അങ്ങനെ ടോട്ടൽ 3 എണ്ണം. H2 എപ്പോഴും 2H2O. സോ സ്വാഭാവികമായിട്ടും ഇവിടെ 4H+. പഠിച്ചോ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇതാണ് നിങ്ങളുടെ MnO2 KMnO4 ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ മെത്തേഡ്. അങ്ങനെയാണെങ്കിൽ D&F എന്ന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കടാ. MnO4- ആൻഡ് ഡാഷ് ആർ ഫോംഡ് ബൈ ദി ഡിസ്പ്രൊപ്പോർഷനേഷൻ ഓഫ് MnO4 2-. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഐഡിയ ആണ്. 3 ആളുകളാണ് കുടുംബക്കാർ. MnO2 ആണ് ഒരു കുടുംബം, അതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു കുടുംബം MnO4-, അതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു കുടുംബം MnO4 2-. സോ നിങ്ങളോട് ചോദ്യം, ഏതോ ഒരു റിയാക്ഷനിൽ MnO4 2- ഡിസ്പ്രൊപ്പോർഷനേറ്റ് ചെയ്തപ്പം MnO4- കിട്ടി, വേറൊരാളെയും കിട്ടി. ആരായിരിക്കും കിട്ടിയത്? MnO2. സോ ഇവർ 3 കുടുംബാന്ന് ആലോചിച്ചു. MnO2, MnO4-, MnO4 2-. ബാച്ച് ലൈവിലൊക്കെ നമ്മൾ ഈസി ആയിട്ട് ഇങ്ങനെ ട്രിക്ക് വെച്ചത് പറഞ്ഞു കൊടുത്തതാണ്. എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? റൈറ്റ് എനി 2 കോൺസിക്വൻസസ് ഓഫ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. പഠിച്ചങ്ങ് വെച്ചോ. എന്താണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? ഇറ്റ് ഈസ് ദി റെഗുലർ ഡിക്രീസ് ഇൻ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ അലോങ് ലാന്തനൈഡ് സീരീസ്. ഇറ്റ് ഈസ് ദി റെഗുലർ ഡിക്രീസ് ഇൻ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ അലോങ് ലാന്തനൈഡ് സീരീസ്. എന്താണ് അതിൻ്റെ കോൺസിക്വൻസസ്? ഒന്നാമത്തെ കോൺസിക്വൻസസ്, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണം സെക്കൻഡ് റോയിലെയും തേർഡ് റോയിലെയും എലമെന്റ്സിന് സിമിലർ റേഡിയായി വരുന്നു. അഥവാ 4D സീരീസിലെയും 5D സീരീസിലെയും എലമെന്റ്സിന് സിമിലർ റേഡിയായി വരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോപ്പർട്ടി സിമിലർ ആവുന്നു, അവർ നേച്ചറിൽ ഒരുമിച്ച് നിൽക്കുന്നു, ഒക്കർ ടുഗദർ ഇൻ നേച്ചർ. അതുകൊണ്ട് തന്നെ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ഐസൊലേഷൻ ഈസ് ഡിഫിക്കൾട്ട്. എന്തൊക്കെയാണ് കോൺസിക്വൻസസ്? 4D സീരീസിലെയും 5D സീരീസിലെയും ആളുകൾക്ക് സിമിലർ റേഡിയസ്, അതുകൊണ്ട് അവർക്ക് സിമിലർ പ്രോപ്പർട്ടി. സോ ദേ ഒക്കർ ടുഗദർ ഇൻ നേച്ചർ. സോ ഐസൊലേഷൻ ഈസ് ഡിഫിക്കൾട്ട്. എന്തായാലും ചോദിക്കുന്നതുകൊണ്ടാണ് ആ ചോദ്യം പ്രത്യേകം പറഞ്ഞത്. വാട്ട് ഈസ് മിഷ് മെറ്റൽ?
എന്താണ് മിഷ് മെറ്റൽ? ലാന്തനോയിഡിന്റെ അലോയി ആണ് മിഷ് മെറ്റൽ. എന്തൊക്കെ വേണം അതിൽ? 95% ലാന്തനോയിഡും 5% അയണും പിന്നെ സൾഫർ, കാർബൺ, കാൽസ്യം, അലൂമിനിയം എന്ന് പറയുന്ന കുറച്ച് ആളുകളും മിഷ് മെറ്റൽ ആയിട്ട് വേണം. വാട്ട് ഈസ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനോയിഡ്സ്? ലാന്തനോയിഡ്സിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3, ഡി ബ്ലോക്കിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2, ലാന്തനോയിഡ്സിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. General outer electronic configuration of D and F block elements. D block elements n-1d 1 to 10 ns 0 to 2. F block ആണെങ്കിൽ n-2f 1 to 14 n-1d 0 to 2 ns2. D ന്റെയും F ന്റെയും general outer electronic configuration. Then silver atom has completely filled d orbitals in ground state. സിൽവറിന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കംപ്ലീറ്റ് ഇലക്ട്രോൺ ഉണ്ട്, ഫിൽഡ് ആണ്. ഹൗ ക്യാൻ യു സേ ദാറ്റ് ഇറ്റ് ഈസ് എ ട്രാൻസിഷൻ? എന്നിട്ടും അതെങ്ങനെയാണ് ട്രാൻസിഷൻ എലമെന്റ് ആവുക? നിങ്ങൾ പറയേണ്ടത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 4d10 ആണെങ്കിലും ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ സിൽവർ എന്തായിട്ട് മാറും? Ag+ ആവും. Ag+ ആവുന്നതോടുകൂടി ഇതിന് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ ആവും. Ag+ ആവുന്നതോടുകൂടി പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ ആവും. പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ ആണെങ്കിൽ ഇറ്റ് ഈസ് എ ട്രാൻസിഷൻ എലമെന്റ്. കംപ്ലീറ്റ് ഫിൽ ഉണ്ടാവാൻ പാടില്ല എന്നേ ഉള്ളൂ. പാർഷ്യലി ഫിൽ ആണെങ്കിൽ ഇറ്റ് ഈസ് എ ട്രാൻസിഷൻ എലമെന്റ്. വൈ ഡു ദി ട്രാൻസിഷൻ എലമെന്റ്സ് എക്സിബിറ്റ് ഹയർ എൻതാൽപീസ് ഓഫ് ആറ്റമൈസേഷൻ? എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സ് ഹയർ അറ്റമൈസേഷൻ എൻതാൽപി കാണിക്കുന്നത്? ഹയർ ആറ്റമാക്കാനുള്ള എൻതാൽപി ഹയർ ആക്കുന്നത്? ആൻസർ മിണ്ടിയ പൊറോട്ട. നിങ്ങൾ പറ. ഹൈ മെൽറ്റിംഗ് പോയിന്റിന്റെ കാരണം അതും മിണ്ടിയ പൊറോട്ട. ഹൈ ബോയിലിംഗ് പോയിന്റിന്റെ കാരണം അതും മിണ്ടിയ പൊറോട്ട. ഹൈ ഹാർഡ്നെസിന്റെ കാരണം അതും മിണ്ടിയ പൊറോട്ട. കളർ തരാനുള്ള കാരണം മിണ്ടിയ പൊറോട്ട. മാഗ്നറ്റിക് പ്രോപ്പർട്ടികളുടെ കാരണം മിണ്ടിയ പൊറോട്ട. ഹയർ ആറ്റമൈസേഷൻ എന്താൽപ്പി മിണ്ടിയ പൊറോട്ട. എന്താണ് ഈ മിണ്ടിയ പൊറോട്ട? മിണ്ടിയ അതാണ് ആൻസർ. ഈ ചാപ്റ്ററിൽ മിണ്ടിയ അതാണ് ആൻസർ. അനങ്ങി അതാണ് ആൻസർ. എന്താണ് ആൻസർ? പറയൂ, നിങ്ങൾ പറയൂ ആൻസർ. കാൽക്കുലേറ്റ് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് M2+ അയോൺ Z is equal to 27. അപ്പൊ നിങ്ങൾക്കറിയാം μ = എന്ന് പറയുന്നത് √n × n+2 ആണ്. അതാണ് മാഗ്നറ്റിക് മൊമെന്റ് കാണാനുള്ള ഐഡിയ. എന്നിന്റെ വാല്യൂ എത്രയാണെന്ന് അറിയണം. n എന്ന് പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. n എന്ന് പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. അത് എത്രയാണെന്ന് അറിയണം. അതറിയണമെങ്കിൽ എന്തറിയണം? Z വാല്യൂ 27 ആണ്. അപ്പൊ m ന്റെ Z വാല്യൂ 27, അറ്റോമിക് നമ്പർ 27 ആണ്. പക്ഷെ അതിന് 2 ഇലക്ട്രോൺ പോയിട്ടുണ്ട്. ഇപ്പൊ 25 ഉള്ളൂ. കിട്ടി? ആൻസർ കിട്ടി. മിണ്ടിയ പൊറോട്ടന്റെ ആൻസർ കിട്ടി. യെസ്, അൺപെയർഡ് ഇലക്ട്രോൺസ്. സോ ഹൈ ആറ്റമൈസേഷൻ എന്താൽപ്പിക്കും മാഗ്നറ്റിക് പ്രോപ്പർട്ടിക്കും ഒക്കെ കാരണം അൺപെയർഡ് ഇലക്ട്രോൺസ്. റെഡി. ദെൻ നിങ്ങൾക്കറിയാം M2+ എന്ന് പറയുമ്പോൾ ആർഗൺ എന്നാണ് 18 വരെ. പിന്നെ 3D ഫോറസ് ആണ്. ഓക്കെ, ഫോറസിൽ 2 കൊടുത്താൽ 20 ആകും. പിന്നെ 7 കൊടുത്താൽ 27 ആവും. പക്ഷേ 27 ഇല്ല, 2 പോയി. അപ്പോൾ ഫോറസത്തെ 2 പോയി. ഇപ്പോൾ 3D7 ഉള്ളൂ. 3D7 എന്ന് പറയുമ്പോൾ ഡി ഓർബിറ്റൽ 5 ആണ്. ഇതൊന്നും ഇങ്ങനെ വരക്കേണ്ട ആവശ്യമില്ല, വിരലുമ കൂട്ടാം. 5 ആണ്. 5 ആകുമ്പോൾ 1 2 3 4 5 6 7 3 അൺപെയർഡ് ഇലക്ട്രോൺസ്. സോ n is equal to 3. സോ √3 × 3 + 2. √3 × 3 + 2 √15 Bohr magneton is the unit. √15 Bohr magneton is the unit. അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം 3. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? അത് ഓർബിറ്റിൽ വരക്കണമെന്നില്ല, വിരലും എടുക്കുക 5 1 2 3 4 5. ഇപ്പൊ 5 അൺപെയർഡ്. ഇനി 6 7 ചുരുക്കുമ്പോൾ 6 ഇത് പെയറായി, 7 ഇത് പെയറായി. ഇപ്പൊ ബാക്കി 3 അൺപെയർഡ് ഇലക്ട്രോൺസ്. യെസ്, റെഡി മക്കളെ. ദെൻ ഇൻ ദ സീരീസ് സ്കാൻഡിയം ടു സിങ്ക് ദ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ഓഫ് സിങ്ക് ഈസ് ദി ലോവസ്റ്റ്. സിങ്കിന് ആറ്റമൈസേഷൻ എന്താൽപ്പി ഏറ്റവും കുറയാനുള്ള കാരണം വെരി സിമ്പിൾ. സിങ്കിൽ ആബ്സെൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. അറ്റമൈസേഷൻ എന്താൽപ്പി കൂടാൻ കാരണം അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ്. അറ്റമൈസേഷൻ എന്താൽപ്പി വളരെ കുറയാൻ കാരണം ആബ്സെൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. വെരി സിമ്പിൾ. സിങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം വളരെ കുറവാണ്. ആബ്സെൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. മക്കൾ മനസ്സിലായോ? സോ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നത് കോപ്പറിന്റെ E0 വാല്യൂ മാത്രം പോസിറ്റീവ് ആണ്, ബാക്കിയുള്ളവരുടെ E0 വാല്യൂ എല്ലാം നെഗറ്റീവ് ആണ്. വൈ? അഥവാ ഇതിന്റെ അർത്ഥം പറയുന്നത് കോപ്പറിന് മാത്രം Cu2+ Cu ആവാൻ ഇഷ്ടം, പോസിറ്റീവ് വാല്യൂ. ബാക്കിയുള്ളവർക്കൊക്കെ, ബാക്കി മെറ്റൽസിനൊക്കെ തിരിച്ചാവാനാണ് ഇഷ്ടം.
അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വെരി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ തിരിച്ച് CUവിന് CU2+ ആവാൻ ഇഷ്ടമില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. CU2+ന് CU ആവാൻ വാല്യൂ പോസിറ്റീവ്, അതാണ് 0.34 വോൾട്ട്. CU2+ന് CU ആവാൻ, പക്ഷെ തിരിച്ചാവാൻ ഇഷ്ടമല്ല CUവിന്. അതിന്റെ കാരണം തിരിച്ചാവുമ്പോൾ 3 എനർജി വേണം. ഒന്ന് അറ്റോമൈസേഷൻ എൻതാൽപ്പി, ഒന്ന് അയണൈസേഷൻ എൻതാൽപ്പി, ഒന്ന് ഹൈഡ്രേഷൻ എൻതാൽപ്പി. സോ അറ്റോമൈസേഷൻ എൻതാൽപ്പിക്കും അയോണൈസേഷൻ എൻതാൽപ്പിക്കും ചെലവാകുന്ന കുറേ എനർജി ഹൈഡ്രേഷൻ എൻതാൽപ്പി കാരണം ബാലൻസ് ചെയ്യൂല. ഇത് രണ്ടും ചെലവാക്കുന്ന എനർജിയാണ്, ഇത് നമുക്ക് കിട്ടുന്ന എനർജിയാണ്. അപ്പൊ ചെലവാക്കുന്നത് 500 രൂപയാണെങ്കിൽ കിട്ടുന്നത് 500 ആണെങ്കിൽ കുഴപ്പമില്ല, പിന്നെ മുതലായല്ലോ. ചെലവാക്കുന്നത് 500ഉം കിട്ടുന്നത് 1000 ആണെങ്കിൽ ഭയങ്കര ലാഭം. പക്ഷെ ചെലവാക്കുന്നത് 500ഉം കിട്ടുന്നത് 100 ആണെങ്കിൽ നഷ്ടക്കച്ചവടമാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. ചെലവാക്കുന്ന എനർജി കൂടുതലും ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറവും. സോ കോപ്പറിന് മാത്രം പോസിറ്റീവ് വാല്യൂ ആവാനുള്ള കാരണം തിരിച്ചുള്ള റിയാക്ഷൻ ഇയാൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. തിരിച്ചുള്ള റിയാക്ഷൻ ഇഷ്ടമല്ലാത്തതിന്റെ കാരണം നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: ΔAH ആൻഡ് ΔIH ആർ നോട്ട് ബാലൻസ്ഡ് ബൈ പഠിച്ചു വെച്ചോ. ആറ്റോമൈസേഷൻ എൻതാൽപ്പി അയണൈസേഷൻ എൻതാൽപ്പി നോട്ട് ബാലൻസ്ഡ് ബൈ ΔHH. അറ്റോമൈസേഷൻ എൻതാൽപ്പിയും അയോണൈസേഷൻ എൻതാൽപ്പിയും നോട്ട് ബാലൻസ്ഡ് ബൈ ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഈ ആൻസറിൽ ഇതുണ്ട്, പിന്നെന്താണ് പറയാ, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്, ക്ലൂ ഉണ്ട്. അതന്നെ ആലോചിച്ചാൽ മതി. ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി, ലോ ഹൈഡ്രേഷൻ എൻതാൽപ്പി. സോ അറ്റോമൈസേഷൻ എൻതാൽപ്പി അയണൈസേഷൻ എൻതാൽപ്പി ഹൈയും ഹൈഡ്രേഷൻ എൻതാൽപ്പി ലോയുമാണ് കാരണം. അതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. സിമ്പിൾ അല്ലേ? Name a transition element which does not exhibit variable oxidation state. Variable oxidation state കാണിക്കാത്ത ട്രാൻസിഷൻ എലമെന്റ് സ്കാൻഡിയം. സിങ്ക് ഉണ്ട്, സിങ്ക് പക്ഷെ ട്രാൻസിഷൻ എലമെന്റ് അല്ല, സ്കാൻഡിയം ആണ് ആൻസർ. വാട്ട് ആർ അലോയ്സ്? എന്താണ് അലോയ്സ്? അലോയ്സ് ആർ ഹോമോജീനിയസ് സോളിഡ് സൊല്യൂഷൻസ്. ഹോമോജീനിയസ് സോളിഡ് സൊല്യൂഷൻ ഇൻ വിച്ച് വൺ ഷുഡ് ബി മെറ്റൽ. അതിൽ ഒരാൾ നിർബന്ധമായിട്ട് എന്തായിരിക്കണം? മെറ്റൽ ആയിരിക്കണം. എന്നിട്ട് അടുത്ത ചോദ്യം എന്താ? നെയിം എനി വൺ അലോയ് വിച്ച് കണ്ടെയ്ൻസ് അത് നമ്മൾ പറഞ്ഞു മിഷ് മെറ്റൽ. മെൻഷൻ എനി വൺ ഓഫ് ഇറ്റ്സ് യൂസ്. മിഷ് മെറ്റലിന്റെ ഒരു യൂസ് എന്താ? ബുള്ളറ്റിലൊക്കെ യൂസ് ചെയ്യും, തോക്കിലിടുന്ന ബുള്ളറ്റ്സിലൊക്കെ യൂസ് ചെയ്യും. തീപ്പൊരി ഉണ്ടാക്കുക എന്നാണ് ഇതിന്റെ മെയിൻ പണി. ലൈറ്റർ ഫ്ലിൻസിലൊക്കെ യൂസ് ചെയ്യും. നമ്മൾ ലൈറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന അതിൽ ഈ തീപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടി, ഫ്ലിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യും. മിഷ് മെറ്റൽ ബുള്ളറ്റ്സിലും ലൈറ്റർ ഫ്ലിൻസിലൊക്കെ യൂസ് ചെയ്യും. ലാൻഡ് ഹോമോജീനിയസ് സോളിഡ് സൊല്യൂഷൻ ആണ് അലോയ്സ് എന്ന് പറയുന്നത്. യെസ്. Give reason for variability of oxidation state. Already നമ്മൾ ചെയ്തു കഴിഞ്ഞു. Name the 2 types of magnetic behavior. 2 ടൈപ്പ് മാഗ്നറ്റിക് ബിഹേവിയർ ഏതൊക്കെയാണ്? ഒന്ന് പാരാമാഗ്നറ്റിക്കും ഒന്ന് ഡയാമാഗ്നറ്റിക്കും. ഒന്ന് പാരാമാഗ്നറ്റിക്കും ഒന്ന് ഡയാമാഗ്നറ്റിക്. തീരാൻ പോകുന്നേ. Atomic size increases as we come down a group, but in 4th group of the periodic table, ZR and HF are almost similar atomic size by lanthanide contraction. സിർക്കോണിയത്തിന്റെയും ഹാഫ്നിയത്തിന്റെയും ഒരേ സൈസ് വരാൻ കാരണം ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. ഈ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ വാല്യൂസ് generally become less negative as we move across a transition series, but E0 values of nickel and Zn are exceptions justify. ഇത് ഓർത്ത് വെച്ചോ, ആരും പഠിച്ചിട്ടില്ലെങ്കിൽ ഓർത്ത് വെച്ചോ. നിക്കലിന്റെ വാല്യൂ എക്സെപ്ഷൻ വരാൻ കാരണം നിങ്ങൾ എഴുതേണ്ടത് ഹൈ നെഗറ്റീവ് ഡെൽറ്റ ഹൈഡച്ച്. നിക്കലിനെ കാണുമ്പോൾ ഡെൽറ്റ ഹൈഡച്ച് ആയിരിക്കും ഹൈഡ്രേഷൻ എൻതാൽപ്പി. നിക്കലിന്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഹൈലി നെഗറ്റീവാണ്, അതുകൊണ്ടാണ് എക്സെപ്ഷൻ വരാൻ കാരണം. നിക്കലിന്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഹൈലി നെഗറ്റീവ്. ഓർത്ത്, നിക്കലിന് ഹൈലി നെഗറ്റീവ്. നിക്കൽ ഉണ്ടായില്ല, ഹൈലി നെഗറ്റീവ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. സിങ്ക് പിന്നെ നിങ്ങൾക്കറിയാം 3D10 ഉള്ളവരാണ്. അപ്പോൾ സ്റ്റേബിൾ കോൺഫിഗറേഷൻ. സിങ്ക് എപ്പോഴും 3D10 ആണ്. അപ്പോൾ സ്റ്റേബിൾ കോൺഫിഗറേഷൻ വന്നതാണ് അതിൻ്റെ എക്സെപ്ഷന് കാരണം. സോ സിങ്കിന് എക്സെപ്ഷൻ വരാൻ കാരണം സ്റ്റേബിൾ കോൺഫിഗറേഷനും നിക്കലിന് എക്സെപ്ഷൻ വരാൻ കാരണം ഹൈ നെഗറ്റീവ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. 3 മുതൽ 12 വരെയുള്ളവരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. വാട്ട് ഈസ് ദെയർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? +2. നെയിം 2 ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഒന്ന് K2Cr2O7ഉം ഒന്ന് KMnO4ഉം. ഓക്കെടാ. ട്രാൻസിഷൻ എലമെന്റ്സ് ഫോം എ ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ്. വൈ? എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സിന് കോംപ്ലക്സ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാൻ പറ്റുന്നത്? പഠിക്കാത്തവർ എഴുതിക്കോ. കോംപ്ലക്സ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാൻ പറ്റാനുള്ള കാരണം ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ സൈസ് സ്മോൾ ആണ് ആൻഡ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അല്ലെങ്കിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിനേക്കാൾ നല്ലത് അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ അഥവാ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്.
സ്മോൾ സൈസ് ആണ് ആൻഡ് ഓൾസോ വരുന്നവർക്ക് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആണ്. പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആണ് ആൻഡ് ഹൈ അയോണിക് ചാർജ് ആണ്. സൈസ് ചെറുതാണെങ്കിലും ചാർജ് വലുതാണ്, വരുന്നവരെ സ്വീകരിച്ചിരുത്താൻ പറ്റും. ഈ കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് മിഷ് മെറ്റൽ? എഗെയിൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് മിഷ് മെറ്റൽ? മിഷ് മെറ്റലിനെ കുറിച്ച് പഠിക്കാതെ പോവല്ലേ. വാട്ട് ആർ ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ്? ഇന്നലെ പഠിപ്പിച്ചത്. ഒരു മെറ്റലിന്റെ ഉള്ളിലേക്ക് ചെറിയ ചെറിയ എലമെന്റ്സ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ കയറുന്നതാണ് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ്. റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ്. ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ടിന്റെ പ്രത്യേകത അത് മെറ്റലിന്റെ അത്ര ഹാർഡായിരിക്കും, മെറ്റലിനേക്കാൾ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും, മെറ്റലിനെ പോലെ കണ്ടക്റ്റീവ് ആണ്, മെറ്റൽ ആക്റ്റീവ് ആണെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട് ഇനേർട്ട് ആണ്. ഇതാണ് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ടിന്റെ പ്രത്യേകത. അതാണ് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ്. ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് എന്താണ്? ഇൻ വിച്ച് സ്മോൾ ആറ്റംസ് ഓക്കുപൈ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? റീറ്റെയിൻ ദെയർ മെറ്റാലിക് കണ്ടക്ടിവിറ്റി, ഹയർ മെൽറ്റിംഗ് പോയിന്റ്, വെരി ഹാർഡ്, ദേ ആർ കെമിക്കലി ഇനേർട്ട്. ഇതാണ് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നാളെ പ്രതീക്ഷിക്കാം. കുറച്ച് അയോൺസ് തന്നിട്ട് അറ്റോമിക് നമ്പർ ഒക്കെ തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, സം ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് ആർ ഗിവൺ ഇൻ ദ ബോക്സ്. ചൂസ് ദ അയോൺ വിച്ച് ആർ കളേർഡ്. കളേർഡ് ആയ അയോൺസ് ഏതാണ്? കളേർഡ് ആയത് ആരാ നോക്കാൻ? അൺപെയർഡ് ഇലക്ട്രോൺസ് നോക്കിയാൽ മതി. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ കളേർഡ്, എല്ലാം പെയർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ കളർലെസ്. മക്കളെ നോട്ട് ചെയ്ത് വെച്ചോ. സ്കാൻഡിയം 3+ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആയിരിക്കും. 18 ഇലക്ട്രോൺ ആണ്. കാരണം സ്കാൻഡിയത്തിൽ 21 ആണ്. 21 3 പോയാൽ 18 ആണ്. 18 ആവുമ്പോൾ എല്ലാവരും പെയർ ആവും. അപ്പോൾ അത് കളർലെസ് ആണ്. ടൈറ്റാനിയം 4+ അഗെയിൻ 22 ആണ്. 22 4 പോയാൽ അഗെയിൻ 18 ഇലക്ട്രോൺ പെയർഡ് ആണ്. ടൈറ്റാനിയം 3+ പക്ഷേ 22 3 പോയിട്ടുള്ളൂ, 19 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും. Cr3+ 24 ആണ്. Cr3+ 24 ആണ്. 24 എന്ന് പറഞ്ഞാൽ 3d5 എന്നാണ്. സോ 3 ഇലക്ട്രോൺ പോയാൽ ഇവിടുന്ന് ഒന്നും പോകും, 5 2 പോകും. അപ്പോൾ 3d3 ആവും. 3d3 ആകുമ്പോൾ Cr3+ എന്ന് പറഞ്ഞാൽ 3d3 ആണ്. 3d3 ആകുമ്പോൾ 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഞാൻ വേഗം ചെയ്തതാണേ. സോ Ti3+ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് അത് കളേർഡ് ആണ്. Cr3+ലും അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് അത് കളേർഡ് ആണ്. ബാക്കി 2 18 ഇലക്ട്രോൺസ് ഉള്ള 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല, എല്ലാവരും പെയർഡ് ആണ്. 18 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ, ആർഗന്റെ കോൺഫിഗറേഷൻ, ഇലക്ട്രോൺസ് ഇല്ല. ഗിവ് റീസൺ ഫോർ ദി ഫോർമേഷൻ ഓഫ് കളേർഡ്. അത് പറഞ്ഞല്ലോ, DD ട്രാൻസിഷൻ. കളേർഡ് കോമ്പൗണ്ട് ഫോം ചെയ്യാനുള്ള കാരണം DD ട്രാൻസിഷൻ. കഴിഞ്ഞു, തീരാൻ പോകുന്നു. യെസ് മകളെ, what is the magnetic moment of an atom having D10 configuration? D10 configuration ഉള്ള ഒരാളുടെ മാഗ്നറ്റിക് മൊമെന്റ് എത്രയാണ്? അൺപെയർഡ് ഇലക്ട്രോൺ 0. അപ്പം മാഗ്നറ്റിക് മൊമെന്റ് 0. എന്താ പേര് ഡൗട്ട്? സെറ്റാണ് മക്കളെ, സെറ്റ്. റൈറ്റ് എനി 2 uses of potassium permanganate. പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ 2 യൂസസ്. ഒന്ന് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു, മറ്റൊന്ന് വോളിയോമെട്രിക് അനാലിസിസിലും നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെന്താ ചോദ്യം മക്കളെ? ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് ഡൈക്രോമേറ്റ് അയോൺ. ഡൈക്രോമേറ്റ് അയോൺ എന്ന് പറഞ്ഞാൽ Cr2O7 2- ആണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ. Cr2O7 2- സ്ട്രക്ചർ Cr സെന്ററിൽ, ഒരു ഓക്സിജൻ ഇവിടെ, 3 ഓക്സിജൻ ഇങ്ങനെ, 3 ഓക്സിജൻ ഇങ്ങനെ. ദെൻ 2- അല്ലേ? സോ ടോട്ടൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് 2-. ഇതിന്റെ കളർ ഓറഞ്ച്. Cr2O7 2- കളർ ഓറഞ്ച്. Potassium dichromate is an important compound of chromium. Describe the method of preparation of potassium dichromate from chromite ore. Potassium dichromate preparation വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാം, FeCr2O4 എന്ന് പറയുന്ന ക്രോമൈറ്റ് ഓറിലേക്ക് Na2CO3 ഓക്സിജനും ചേർക്കുന്നു. നേരത്തെ KOH ഓക്സിജനാണ് MnO2ലേക്ക് ചേർത്തത്. ഇവിടെ Na2CO3 ഓക്സിജനും ചേർക്കുമ്പോൾ Na2Cr2O7 Fe2O3 കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. അങ്ങനെ കിട്ടിയ Na2CrO4 ആണ്. Na2CrO4 അങ്ങനെ കിട്ടിയ Na2CrO4ലേക്ക് നിങ്ങൾ ഒരു ആസിഡ് ചേർക്കും, H2SO4 ചേർക്കുമ്പോൾ
നിങ്ങൾക്കത് ആസിഡ് ചേർക്കുന്നതോടുകൂടി Na2Cr0, അതായത് ക്രോമേറ്റ് എന്നുള്ള ആൾ ഡൈക്രോമേറ്റ് ആയിട്ട് മാറും, Na2Cr2O7 ആയിട്ട് മാറും. അഥവാ ഇവിടെ ഇയാളുടെ കളർ യെല്ലോ, അത് താഴത്തെത്തുമ്പം ഓറഞ്ച് ആയിട്ട് മാറും. ആസിഡ് ചേർക്കുമ്പോൾ യെല്ലോ കളറിലേക്ക് ആസിഡ് ചേർത്തപ്പോൾ ഓറഞ്ച് കളറായിട്ട് മാറി. പ്ലസ് Na2SO4 ആവും, പ്ലസ് Na2SO4. ദെൻ ആ Na2Cr2O7, ഓറഞ്ച് കളറുള്ള Na2Cr2O7ലേക്ക് പൊട്ടാഷ്യം ക്ലോറൈഡ് ചേർക്കുന്നതോടുകൂടി അത് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആവും, അതും ഓറഞ്ച് കളർ തന്നെ, പ്ലസ് NaCl കിട്ടും. ദിസ് ഈസ് ദ പ്രിപ്പറേഷൻ. നാളെ നിങ്ങൾ എക്സാമിന് 3 മാർക്കിന് കിട്ടാൻ വേണ്ടി ഇത്ര എളുപ്പത്തിലൊക്കെ എഴുതി കൊടുത്താൽ മതി. ബാലൻസ് ചെയ്യുമ്പോൾ ഞാൻ നമ്പറൊക്കെ ഓർത്ത് വെക്കാൻ പറഞ്ഞിരുന്നു, 4, 8, 7 എന്ന് ഓർത്ത് വെക്കാൻ. 4, 8, 7 അത് വെച്ചിട്ട് അപ്പുറം പൂരിപ്പിക്കാം. ഇവിടെ 4 Fe ആണെങ്കിൽ ഇവിടെ 2 Fe2 വരും. ഇവിടെ 8 Na2 ആണെങ്കിൽ ഇവിടെ 8 Na2 വരും. ഇവിടെ 8 C ആണെങ്കിൽ ഇവിടെ 8 CO2 വരും. ഇങ്ങനെ അവിടെ ബാലൻസ് ചെയ്യാം. ഇനി അവിടെ Na2 NO2 വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 Na2 എന്ന് വരും. ഇവിടെ H2SO4, ഇവിടെ H2 ഉണ്ട് കേട്ടോ, ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് H2 ഉണ്ട്. ഇവിടെ H2SO4 ഉള്ളതുകൊണ്ട് ഇവിടെ H2O ഉണ്ട് കേട്ടോ, ഞാൻ മറന്നതാണ്, H2O. പിന്നെ എവിടെ ബാലൻസിങ് വരുന്നത്? Na2Cr2O7, K2Cr2, 2K അപ്പം 2KCl, 2Cl അപ്പം 2 NaCl. മക്കളെ സെറ്റ് മക്കളെ, ഫുള്ള് ഞാൻ ഇന്നലെ അത് പറഞ്ഞതിനകത്തോണ്ട് ഇന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്നത് പറഞ്ഞു. റൈറ്റ് എനി 3 അപ്ലിക്കേഷൻസ് ഓഫ് D and F ബ്ലോക്ക് എലമെന്റ്സ്. ഈസി ക്വസ്റ്റ്യൻ. D and F ബ്ലോക്ക് എലമെന്റ്സ് എവിടെയൊക്കെ അപ്ലൈ ചെയ്യും? ബാറ്ററീസിൽ അപ്ലൈ ചെയ്യും, ബാറ്ററീസിൽ അപ്ലൈ ചെയ്യും. മിഷ്മെറ്റൽ ഉണ്ടാക്കാൻ അപ്ലൈ ചെയ്യും. F ബ്ലോക്ക് എലമെന്റ്സ് മിഷ്മെറ്റൽ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യും, കാറ്റലിസ്റ്റുകളായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ ഒരുപാട് യൂസസ് ഉണ്ട്. ഫോട്ടോഗ്രാഫിക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ് AGBR. AGBRനെ ഫോട്ടോഗ്രാഫിക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യും, ഫോട്ടോഗ്രാഫിക് ഇൻഡസ്ട്രിയിൽ. ഓക്കെ, അതാണ് റൈറ്റ് എനി 3 അപ്ലിക്കേഷൻ ചോദിച്ചാൽ എഴുതേണ്ടത്. നെയിം എ മെമ്പർ ഓഫ് ലാന്തനോയിഡ് സീരീസ്. ലാന്തനോയിഡ് സീരീസിൽ ഒരാളുടെ പേര് എഴുതുക, വിച്ച് ഈസ് വെൽ നോൺ ടു എക്സിബിറ്റ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ലാന്തനോയിഡത്തെ മെയിൻ ആളാണ് സീറിയം, CE, സീറിയം. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ഫ്രം എലമെന്റ് ടു എലമെന്റ് ദെൻ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ലാന്തനോയിഡ് കോൺട്രാക്ഷനേക്കാൾ ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ആണ് എലമെന്റ് ടു എലമെന്റ് കൂടുന്നത്. എന്താ കാരണം ചോദിച്ചാൽ, ആക്ടിനോയിഡ് കോൺട്രാക്ഷനിൽ 5F ആണ്, ലാന്തനോയിഡ് കോൺട്രാക്ഷനിൽ 4F ആണ്. 5Fന്റെ ഷീൽഡിംഗ് എഫക്റ്റ് ആണ് വെരി പുവർ, വെരി പുവർ, വെരി പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ്, വെരി പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് 5F ഈസ് 5F. Very poor shielding effect of 5F than 4F. മക്കളെ കഴിഞ്ഞു. നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് ഇതാ ഇന്നലത്തെ ലൈവ് സെഷനും 1 ഷോട്ട് സെഷനും മൊത്തം കംപ്ലീറ്റ് റിവിഷനും ഇന്നത്തെ 2 hours 15 minutes കൊണ്ട് എടുത്തിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻ സീരീസും സെറ്റാക്കി തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ അടക്കം എല്ലാ ഭാഗത്തുനിന്നും ചെയ്യാവുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇനി സമയം കിട്ടുമെങ്കിൽ ഒന്നും കൂടെയൊക്കെ ഒന്ന് പഠിച്ച് സെറ്റാക്കി കൂടെ ചെയ്തൊന്ന് പഠിച്ചു പോയാൽ ഐ ഗ്യാരണ്ടി ഫോർ യു നൈസ് മാർക്ക്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റായിട്ട് കിട്ടും. ക്ലാസ് ഏറെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ ഇരുന്നവരൊക്കെ ഒന്ന് പറയൂ. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത്രയും സന്തോഷം. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ആ കമൻറ്റൊക്കെ വായിക്കും. അതുപോലെ തന്നെ വേറെയും സ്റ്റുഡൻസ് വായിച്ചിട്ട് ക്ലാസ് കാണാനൊക്കെ കാരണമാവും. അപ്പോൾ നമ്മുടെ ക്ലാസ് അത്ര ഇഷ്ടപ്പെട്ടെന്ന് എനിക്കും മനസ്സിലാവും, എനിക്കും സന്തോഷമാവും. അപ്പോൾ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ടുമോറോസ് ഓണം എക്സാം. ഈസി ആവട്ടെ, നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. അതിനപ്പുറം വെറുതെ പഠിച്ചു പോയിട്ട് അവിടെ പോയിരുന്നുകൊണ്ട് ചിലപ്പോൾ കിട്ടൂല. പഠിച്ചത് കൃത്യമായിട്ട് പേപ്പറിൽ എഴുതാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ആ പേനയിൽ നിന്ന് ഇങ്ങനെ ആൻസറുകൾ വരട്ടെ, ഓട്ടോമാറ്റിക്കലി വരട്ടെ. അപ്പോൾ പഠിച്ചതെല്ലാം അടിപൊളിയായിട്ട് എക്സാം ആൻസർ ഷീറ്റിൽ എഴുതാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ എക്സാം കഴിയുന്നത് വരെ ഞാൻ നിങ്ങളെ വെയിറ്റിംഗ് ആയിരിക്കും. എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ പറയുന്ന വർത്തമാനവും കേട്ടിട്ട് ഞാനിവിടെ ഉണ്ടാവും. സോ നാളത്തെ എക്സാം കഴിയുമ്പോഴേക്കും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, അടിപൊളിയാക്കുക. എല്ലാവിധ പ്രാർത്ഥനകളുണ്ട്, എല്ലാവിധ ആശംസകളുണ്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ദിസ് ഈസ് ജയസ്. ഐ ആം സൈനിങ് ഓഫ് ഫ്രം +2 ലൈവ് ക്ലാസ്. ബൈ. താങ്ക് യു മക്കളെ.
മങ്കി പെന്ന് വാങ്ങിക്കേണ്ടി വരുമോ? നിങ്ങളെ പെന്ന് നിങ്ങൾ മങ്കി പെന്നാക്കിയാൽ മതി. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ ചാപ്റ്ററിൽ അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ലെവൽ ടൈറ്റും തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊന്ന് അയിമലൊന്ന് ഇരുന്ന് ചെയ്ത് സെറ്റാക്കിയാൽ നാളെ എക്സാമിന് ടഫായിട്ട് വന്നാൽ പോലും കുറച്ച് ഇനിയിപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആ ടൈപ്പ് ക്വസ്റ്റ്യനും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബൈ. നോട്ട് അയക്കാം.